യെസ്. ഏവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മുടെ ചർച്ച ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇന്ത്യൻ ഫിലോസഫി ആൻഡ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്. ഓക്കെ, ഇന്ത്യൻ ഫിലോസഫി എന്തുകൊണ്ട് ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ പഠിക്കണം. അപ്പോ ഇങ്ങനൊരു കാര്യമുണ്ട്. ഇന്ത്യൻ ഫിലോസഫിയെ ഞാൻ കേട്ടിട്ടുള്ളൂ, ഞാൻ ഫിലോസഫിയെ കേട്ടിട്ടുള്ളൂ എന്നുള്ളതാണ്. പലപ്പോഴും ഞാൻ ഇന്ത്യൻ ഫിലോസഫിയെ കുറിച്ച് ഈ ക്ലബ് ഹൗസ് ഒക്കെ വന്നേക്കാൾ മുമ്പ് പറയുമ്പോൾ പൊതുവെ കേട്ടിരുന്നത്. താങ്ക്സ് ടു ക്ലബ് ഹൗസ് ആൻഡ് ഇപ്പൊ ഒരു പൊതുവെ ഇന്ത്യൻ ഫിലോസഫി ഒരു സംതിങ് വിച്ച് ഹാസ് ടു ബി ടേക്കൺ സീരിയസ്ലി എന്നുള്ള ഒരു സാധനം പൊതുബോധത്തിൽ ഒരു പരിധി വരെ ഇപ്പൊ വന്നിട്ടുണ്ട്. ഇപ്പൊ ആ മൂവ്മെന്റിൽ ഞാനൊരു നല്ലൊരു റോൾ പ്ലേ ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ സ്വയം വിശ്വസിക്കുന്നത്. ക്ലബ് ഹൗസിലാണെങ്കിലും ടേക്കൺ സെഷൻസ് ലൈക്ക് ഫിലോസഫിക്കൽ ടൂൾസ് ഫോർ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് അറ്റ് റൂബികോൺ ഓഫ് ഇന്ത്യ കുറച്ച് പേര് കാണാനായിട്ട് വന്നു. അപ്പോ ഈ ഇന്ത്യൻ ഫിലോസഫി, അപ്പൊ വൈ കാൺ യു സ്റ്റഡി ഫിലോസഫി, വൈ ഇന്ത്യൻ ഫിലോസഫി, ഇങ്ങനത്തെ 100 കൂട്ടം ചോദ്യങ്ങൾ പൊതുവെ വരാം. കാരണം എനിത്തിങ് ഇന്ത്യൻ പ്രഫിക്സ് ഉണ്ടെങ്കിൽ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറഞ്ഞ ഒരു പ്രോബ്ലം പൊതുവെ എല്ലാ രാജ്യത്തുണ്ട്. അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് ഇപ്പൊ ഇന്ത്യക്കാരുടെ ആദ്യം വിചാരിച്ചത് ഞാൻ എന്റെ സമുദായത്തിലെ ആൾക്കാരുടെ പ്രശ്നമാണെന്ന് വിചാരിച്ചത്. പിന്നെ ഞാൻ വിചാരിച്ചത് എന്റെ ലൊക്കാലിറ്റിയിലുള്ള ആൾക്കാരെയാണ് കുഴപ്പമെന്ന്. പിന്നെ ഞാൻ നോക്കി കഴിഞ്ഞപ്പോ സ്റ്റേറ്റിൽ എടുത്തപ്പോഴും അത് തന്നെ പ്രശ്നം, ഇപ്പൊ രാജ്യം എടുക്കുമ്പോഴും അത് തന്നെ പ്രശ്നം. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ദിവസം ഖത്തർ എയർവേസ് എനിക്ക് അത്യാവശ്യം എനിക്ക് നല്ലൊരു ഫ്ലൈയിങ് എക്സ്പീരിയൻസ് ആയിരുന്ന സ്ഥലത്ത്, പക്ഷെ ഖത്തറുകാർക്ക് ഒരു ബഹുമാനമില്ല. പിന്നെ ഞാൻ നോക്കി കഴിഞ്ഞപ്പോ എയർ ഇന്ത്യ ഗീവ്സ് ഗുഡ് സർവീസ്, ബട്ട് ഫോർ സം റീസൺ ചിലപ്പോ ബന്ധുക്കളോട് പറയുമ്പോൾ ലുഫ്താൻസ എന്ന് പറയുന്നതിന്റെ ഒരു കിക്ക് കിട്ടുന്നുണ്ടാവില്ല. അതുകൊണ്ട് എയർ ഇന്ത്യ പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്ക പോയത് വെറുതെ എന്ന് പറഞ്ഞവര് വരെ ഉണ്ട്. ഓക്കെ, അപ്പൊ ബ്യൂട്ടി ലൈസ് ഇൻ ദ ഐസ് ഓഫ് ദി ബിഹോൾഡർ എന്ന് പറഞ്ഞ മാതിരി ഈ പലപ്പോഴും അത് അറിവില്ലായ്മ എന്നാ വരുന്നത്. ഓക്കെ, അപ്പോ ഇന്ത്യൻ ഫിലോസഫി അത്രയ്ക്ക് കേമമായിരുന്നെങ്കിൽ എന്തുകൊണ്ട് നമ്മൾ അറിഞ്ഞില്ല? അപ്പൊ അവിടെയാണ് നമ്മൾ ഇവിടുത്തെ രാഷ്ട്രീയ, അതായത് സെക്കുലറിസം എന്ന ഓമന പേരിൽ നമ്മുടെ മേത്തേക്ക് എന്താ പറയുക, പാശ്ചാത്യ ഐഡിയയും മുഗൾ ഐഡിയാസും ഒക്കെ അടിച്ചേൽപ്പിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. ഇതാണ് പലപ്പോഴും ഉണ്ടായിട്ടുള്ളത്. അപ്പോ അങ്ങനെ വരുമ്പോ ഇപ്പൊ ഇന്ത്യൻ ഫിലോസഫിയെ കുറിച്ചിട്ടുള്ള സോഴ്സ്, ഓക്കെ, അപ്പൊ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോത്തിലാൽ ബനാറസിദാസ് എന്ന് പറഞ്ഞ ഒരു പബ്ലിഷർ ഉണ്ട് മറ്റേ UP-ന്ന്. പിന്നെ അതേമാതിരി തന്നെ ഗീതാ പ്രസ് ഉണ്ട്. ഇപ്പൊ ഗീതാ പ്രസ് സംഘപരിവാർ പ്രസ്ഥാനമാണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ എങ്ങനെ വന്നു കഴിഞ്ഞാലും ഇന്ത്യൻ ഫിലോസഫി ഹൈലി അക്കാഡമിക് ആയിട്ടുള്ള ഏരിയയിലോ സാൻസ്ക്രിറ്റ് ഐസ്ഡ് ആയിട്ടുള്ള ലാംഗ്വേജ് ആയിട്ട് പഠിപ്പിക്കുന്ന പല സ്ഥലത്തും ഒതുങ്ങി നിൽക്കുകയാണ്. അത് ഒരു പൊതുജന മധ്യത്തിലോട്ട് എത്തിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. അപ്പോ ഫസ്റ്റ് നമുക്ക് ഫിലോസഫി എന്താണെന്ന് ഒന്ന് ജസ്റ്റ് നോക്കാം ബിഫോർ ഗെറ്റിംഗ് ഇൻ ടു ദ മീറ്റ് ഓഫ് ദി സ്റ്റാർ. ഫിലോസഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിലോ ആൻഡ് സോഫിയ എന്നാണെന്ന് തോന്നുന്നു എന്റെ ഇതന്നെ. അപ്പോ ഫിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എന്താ പറയാ, ലൈക്ക് ലവ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഇപ്പൊ എന്താ പറയാ, ഈ ഫോബിയ എന്ന് പറയില്ല, ഫില്ലിന്റെ ഓപ്പോസിറ്റ് ഫോബാണ്, അല്ലെങ്കിൽ അപ്പൊ ഫോബിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ കുറിച്ചിട്ടുള്ള വെറുപ്പോ ഇനി എന്ത് വേണമെങ്കിലും ആവാം. ഫിൽ എന്ന് പറഞ്ഞാൽ ലവ് എന്നാണ്, സോഫിയ എന്ന് പറഞ്ഞാൽ വിസ്ഡം ആണ്. അപ്പൊ ഫിലോസഫി എന്ന് പറഞ്ഞാൽ ലവ് ഓഫ് വിസ്ഡം ആണെന്നാണ്. അപ്പൊ പ്രശസ്ത ഫിലോസഫറായ നടരാജഗുരു, ശ്രീനാരായണ ഗുരുവിന്റെ ഡയറക്റ്റ് ഡിസൈപ്പിൾ ആയിരുന്നു. പുള്ളിയെ കുറിച്ച് നമ്മൾ ഈ വരുന്ന സമയങ്ങൾ സംസാരിക്കും. നടരാജഗുരു പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തത്വത്തെ സ്നേഹിക്കുന്നവൻ, ഫിലോസഫി അഥവാ തത്വത്തെ സ്നേഹിക്കുന്നവനല്ല ജ്ഞാനി, തത്വം അറിയുന്നവനാണ് ജ്ഞാനി എന്നാണ്. അപ്പൊ ജ്ഞാനി എന്നാണ് ഇപ്പൊ ഫിലോസഫറിനെ ഇന്ത്യയിലെ പൊതുവെ വിളിച്ചുകൊണ്ട് വരുന്നത്. അപ്പൊ ഈ നടരാജഗുരുവിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ കേരളത്തിൽ ജനിച്ചതുകൊണ്ടും അദ്ദേഹത്തിന്റെ കൃതികൾ വളരെ സമഗ്രമായതുകൊണ്ടും നമ്മൾ അയാളെ കുറിച്ച് അറിയുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോ ഈ ഫിലോസഫി എന്ന പദത്തിന്റെ അർത്ഥം ലവ് ഓഫ് വിസ്ഡം. അപ്പോ നിങ്ങൾക്ക് ആദ്യം ചോദ്യം വരാമെന്ന് വെച്ചാൽ, ഓക്കെ, അയാൾക്ക് PhD കിട്ടി, അയാൾക്ക് PhD ഇൻ സയൻസ് കിട്ടി, എന്താണ് ഈ PhD ഇപ്പൊ ഡോക്ടർ ഓഫ് ഫിലോസഫി എന്ന് കാണുന്നു. അപ്പോ എവരി സബ്ജക്ട്, അതായത് ഇത് ബർട്രാൻഡ് റസ്സലിന്റെ ഒരു കൃതിയിൽ നിന്നാണ് ഞാൻ ആദ്യമായിട്ട് വായിക്കാനിട വന്നത്. പലരും അത് പറയാറുണ്ട്. സബ്ജക്ട് സ്റ്റാർട്ട്സ് ഇറ്റ്സ് ഒറിജിൻ ഇൻ ദ റെൽം ഓഫ് ഫിലോസഫി. ഫിലോസഫിയിലാണ് എല്ലാ സബ്ജക്റ്റും തുടങ്ങുന്നത്. വൺസ് ഫിലോസഫി മറ്റേ സബ്ജക്റ്റിന്റെ കോർ എസൻസ് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെ എന്താ പറയാ, അതിന്റെ എന്താ പറയാ നോം അല്ലെങ്കിൽ അധിഷ്ഠാനം അല്ലെങ്കിൽ സെൻട്രൽ ബേസിസ് എന്താണെന്ന് അറിയാം. പിന്നെ അതിന്റെ റെൽം, അതിന്റെ അധികാര പരിധി എന്താണെന്ന് അറിയാം. പിന്നെ അതിൽ കുറെ എന്തൊക്കെയാണ് കീ പ്രോബ്ലംസ്, അൺനോൺ പ്രോബ്ലംസ് എന്താണ്, അങ്ങനെ ഒരു ഏകദേശ ധാരണയാകുമ്പോൾ ആ സബ്ജക്റ്റ് ഫിലോസഫിയിൽ നിന്ന് മറ്റേ
മറ്റേ ഡൈവേർജ് ചെയ്ത് അത് അതിൻ്റെതായ ഫിലോസഫി ആവും. അപ്പൊ അതിൻ്റെതായ സബ്ജക്റ്റ് ആവും. അപ്പൊ ഈ ഫിലോസഫി എന്ന് നമ്മൾ പറയുമ്പോൾ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നാച്ചുറൽ ഫിലോസഫി എന്നായിരുന്നു സയൻസിന്റെ പേര്. സയൻസ് എന്നുള്ളൊരു പേര് 1800 ഉണ്ടായതാണ്. ഇപ്പൊ ന്യൂട്ടന്റെ ഫേമസ് ബുക്കിന്റെ പേര് പറയുകയാണെങ്കിൽ ഫിലോസഫെ നാച്ചുറലിസ് പ്രിൻകിപ്പിയ മാത്തമാറ്റിക്ക. പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക എന്നും പ്രിൻകിപ്പിയ മാത്തമാറ്റിക്ക എന്ന് പറയും. അത് 1687 പബ്ലിഷ് ചെയ്തതാണ്. അതില് കാൽക്കുലസിന്റെ ഒറിജിൻ അലജ് ചെയ്തേക്കാണ്. അതിന്റെ ഉള്ളിൽ കാൽക്കുലസിനെ കുറിച്ച് പ്രതിപാദനമില്ല. പക്ഷെ കാൽക്കുലസിന്റെ റിസൾട്ട് ഉപയോഗിച്ച് പുള്ളി 3 laws ഓഫ് ഗ്രാവിറ്റേഷൻ ഒക്കെ ന്യൂട്ടൺ പറഞ്ഞിട്ടുള്ള ബുക്കാണ് ഫിലോസഫി നാച്ചുറലിസ് പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക. 20th സെഞ്ചുറിയിൽ മാത്തമാറ്റിക്കൽ ഫൗണ്ടേഷനെ കുറിച്ച് ബർട്ടൺ റസലും ആൽഫ്രഡ് നോർത്ത് വൈറ്റഡും അങ്ങനെ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക. അത് 3 volume ആണ്. 1+1=2 എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി അവർ 360 പേജ് എടുത്തു. ദാറ്റ് ഇസ് എ ഡിഫറെന്റ് സ്റ്റോറി, ബട്ട് ദാറ്റ് ഹാസ് ഗോട്ട് എ ഗ്രേറ്റ് ബെയറിംഗ് വിത്ത് കമ്പ്യൂട്ടേഷൻ. അപ്പോ ഫിലോസഫി, ഈ നാച്ചുറൽ ഫിലോസഫി ഉണ്ട്, മറ്റേ ഓട്ടോമാറ്റിക്കലി സോഷ്യൽ ഫിലോസഫി എന്ന് വിളിക്കും. ഇന്നത്തെ പാർലൻസിൽ നാച്ചുറൽ സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആൻഡ് ഇറ്റ്സ് ഇന്റർഡിസിപ്ലിനറി ഡെറിവേറ്റീവ്സ്. സോഷ്യൽ എന്ന് പറഞ്ഞാൽ എക്കണോമിക്സ്, പൊളിറ്റിക്സ്, ലോ, എത്തിക്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സോഷ്യൽ ഫിലോസഫി എന്ന് പറയും. അപ്പൊ ഫിലോസഫി ശരിക്കും പറഞ്ഞാൽ അതുകൊണ്ടാണ് ഡോക്ടർ ഇൻ ഫിലോസഫി എന്ന് പറയുന്നത്. ഓക്കെ, ഡോക്ടർ ഇൻ സയൻസ്, DSc സോവിയറ്റ് യൂണിയനിൽ നിന്നൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ PhD എടുത്തു എന്ന് പറഞ്ഞാൽ ഡോക്ടർ ഇൻ ഫിലോസഫി എന്ന് പറയും. അതാണ് ഫിലോസഫിയും സയൻസും തമ്മിലുള്ള കണക്ഷൻ. അപ്പോ ഈ സയൻസ്, ഇപ്പൊ ഫിലോസഫി എന്ന് പറയുമ്പോൾ മോഡേൺ ഫിലോസഫി, ഇപ്പോ നമ്മളിപ്പോ മിക്ക ആൾക്കാരും ഫിലോസഫർ ആണ്, നല്ല ഫിലോസഫിക്കൽ നോളജ് ഉണ്ടെങ്കിൽ അയാൾക്ക് കാന്തിനെ അറിയാം, അയാൾക്ക് ഹെഗലിനെ അറിയാം, അയാൾക്ക് മാർക്സിനെ അറിയാം, അയാൾക്ക് ഫൂക്കോനെ അറിയാം. ഇങ്ങനെയൊക്കെയാണ് പൊതുവെ ഈ പണ്ഡിതന്മാരാണെന്ന് പറഞ്ഞു നടക്കുന്നവര് പൊതുവെ പറയുന്നത്. പക്ഷെ ആ ഫിലോസഫിയുടെ ഒറിജിൻ 1596 ജനിച്ച റെനെ ഡെക്കാർട്ട് മൂലമാണ്. ദാറ്റ്സ് എ ഡിഫറെന്റ് സ്റ്റോറി. പക്ഷെ ഫിലോസഫി വെസ്റ്റിലെ അതിനു മുമ്പ് ഉണ്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാല് മെഡീവൽ തിയോളജിക്കൽ ഫിലോസഫി ഉണ്ടായിരുന്നു. സെയിന്റ് തോമസ് അക്വിനാസ് അങ്ങനെയുള്ളവരൊക്കെ ചെയ്തിട്ടുണ്ട്. അതിനു മുമ്പ് വെസ്റ്റില് മറ്റേ അരിസ്റ്റോട്ടിൽ, പ്ലാറ്റോ, മറ്റേ എന്താ പറയാ അലക്സാണ്ടർ ഈ എന്താ പറയാ അരിസ്റ്റോട്ടലിന്റെ ശിഷ്യനാണെന്നുള്ളൂ. സോക്രട്ടീസ് ആണ് ഈ പ്രീ സോക്രട്ടിക് ഫിലോസഫി ആൻഡ് പോസ്റ്റ് സോക്രട്ടിക് ഫിലോസഫി എന്നാണ് ഗ്രീക്ക് ഫിലോസഫിയെ പറയുന്നത്. ഇപ്പൊ സോക്രട്ടീസിന്റെ ശിഷ്യനായിരുന്നു പ്ലാറ്റോ, പ്ലാറ്റോന്റെ ശിഷ്യനായിരുന്നു അരിസ്റ്റോട്ടിലാണ് അലക്സാണ്ടറെ ട്രെയിൻ ചെയ്തത്. ഇപ്പൊ അങ്ങനെ ഒരു ഗ്രീക്ക് ഇൻവേഷൻ ഹാറപ്പ വരെ, അല്ലെങ്കിൽ പാകിസ്ഥാന്റെ സിന്ധ ഭാഗം വരെ വന്നു എന്നാണ് പറയുന്നത്. അതെ. അപ്പൊ അന്ന് ഇപ്പൊ നമ്മുടെ ചരിത്രകാരൻ നമ്മൾ പഠിച്ചത് അലക്സാണ്ടർ ജയിച്ചു എന്നാണ്. പക്ഷെ അലക്സാണ്ടർ തോറ്റു എന്നാണ് വേറെ പറയുന്നത്. അപ്പൊ ദാറ്റ്സ് എ ഡിഫറെന്റ് തിങ്. അപ്പൊ ഈ ഗ്രീക്ക് ഫിലോസഫി, അപ്പൊ ഇപ്പൊ ഈ ഗ്രീക്ക് ഫിലോസഫിയെ കുറിച്ച് പറയുമ്പോൾ തന്നെ കുറെ ദാർശനിക പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അൺലെസ് അതർവൈസ് സ്റ്റേറ്റഡ്, ഫിലോസഫി ഇന്ന് ഒരു മോഡേൺ എഡ്യൂക്കേറ്റഡ് മാൻ അക്രോസ് ദ ഗ്ലോബ് പറയുന്നത് എന്തായിരിക്കും എന്ന് വെച്ചാൽ, ഒരു അരിസ്റ്റോട്ടില്, പ്ലേറ്റോ, സോക്രട്ടീസിനൊക്കെ കോട്ട് ചെയ്യും. പിന്നെ വേണമെങ്കിൽ ഫിലോസഫി ഓഫ് റിലീജിയൻ വരുമ്പോൾ സെയിന്റ് തോമസ് അക്വിനാസ്, ക്രിസ്ത്യൻ തിയോളജിസ്റ്റിന്റെ കുറച്ച് പേര് പറയും. പിന്നെ ലെബനിറ്റ്സ്, ഡെക്കാർട്ട്, ഹ്യൂം, അങ്ങനെ എന്താ പറയാ മോഡേൺ പോസ്റ്റ് റിനൈസൻസ് ഫിലോസഫേഴ്സിന്റെ പേര് പറയും. പക്ഷേ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെസ്റ്റിൽ ഉണ്ടായിരുന്നതാണ്. പക്ഷെ ഫിലോസഫി എന്നുള്ള ഒരു എന്റർപ്രൈസ് ഇന്ത്യയിൽ 10,000 കൊല്ലമായിട്ടുള്ളതാണ്. അപ്പോ ഈ ഇന്ത്യയുടെ ഒരു പ്രോബ്ലം എന്താന്ന് വെച്ചാൽ, ഇന്ത്യയില് ഓറൽ ട്രഡീഷൻ ആയിരുന്നു കാലങ്ങളോളം. പിന്നെയാണ് റിട്ടൺ ട്രഡീഷൻ വന്നത്. അപ്പൊ വെള്ളക്കാര് ക്ലെവർലി അവർക്ക് ഇന്ത്യയിലെ ഫിലോസഫി ഗ്രീക്ക് ഫിലോസഫിയിൽ നിന്ന് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്ന് കാണിക്കാൻ വേണ്ടി അവർ നടത്തുന്ന കസരത്തുകൾ വെറുതെ ഒന്നുമില്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ മെസപ്പൊട്ടാമിയയിലാണ് സിവിലൈസേഷൻ ഉണ്ടായത് എന്നതാണ് അവർക്ക് പറയേണ്ടത്. അപ്പൊ ലോകത്തിന്റെ ആയുസ് 6000-ന് മുമ്പ് ഉണ്ടായിരുന്നു. ഈ 6000 കൊല്ലത്തിന് മുമ്പ് എന്തായാലും കണ്ടുപിടിച്ച് കഴിഞ്ഞാല് അത് ഇപ്പൊ ചില കാര്യങ്ങളൊക്കെ ഇപ്പൊ എന്താ പറയാ, ഇപ്പൊ കുറെ ഗെയിം ഉണ്ട് ഇതിന്റെ ഉള്ളിൽ. അപ്പൊ ഹിസ്റ്ററി നമ്മൾ ചെകഞ്ഞു പോയി കഴിഞ്ഞാൽ ട്രബിൾ സംതിങ്. ബട്ട് വെദർ വി ലൈക്ക് ഇറ്റ് ഓർ നോട്ട്, ഇന്ത്യക്ക് ഒരു ഫിലോസഫിക്കൽ ട്രഡീഷൻ ഉണ്ടായിരുന്നു. ഇറ്റ് ഹാസ് ലിവ്ഡ് റിയലി വെൽ അപ് ടു ദ ലേറ്റ് 18th to early 19th century. 20th സെഞ്ചുറിയിലും അതിന്റെ ഇമ്പാക്ട്സ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും ഒരു വൈബ്രന്റ് ഫീൽഡ് തന്നെയാണ്. പീപ്പിൾ ആർ ആക്ച്വലി ഡൂയിങ് ലോട്ട് ഓഫ് കമ്പാരിറ്റീവ് സ്റ്റഡി. അപ്പൊ നമുക്ക് ഇന്ത്യൻ ഫിലോസഫി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ നോക്കാം. അപ്പൊ ഇന്ത്യൻ ഫിലോസഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ആസ്തിക ദർശനം അഥവാ ഓർത്തഡോക്സ് ദർശനം, അല്ലെങ്കിൽ നാസ്തിക ദർശനം അഥവാ ഹെറ്റഡോക്സ്. ഇപ്പൊ ആസ്തികം എന്നുള്ളൊരു പദം നമ്മൾ പൊതുവെ വ്യാവഹാരിക മലയാളത്തിൽ അല്ലെങ്കിൽ ട്രാൻസാക്ഷണൽ മലയാളത്തിൽ ആസ്തികം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് മറ്റേ എന്താ പറയാ
ഈ ദൈവാസ്തിത്വത്തെ അംഗീകരിക്കുന്ന ആള് തെയിസ്റ്റ് ആണെന്നാണ്. പക്ഷെ ആ ഒരു അർത്ഥത്തിലല്ല ഇവിടെ ഉപയോഗിച്ചേക്കണേ. അതേമാതിരി നാസ്തികൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവ നിഷേധി എന്നും കൂടി ഉണ്ട്. ഇപ്പൊ രവീന്ദ്ര മാഷിന്റെ ഒരു ഫേമസ് ബുക്ക് ഉണ്ട്, നാസ്തികനായ ദൈവം. പി കേശവൻ നായർ ആസ്തികനായ ദൈവം എന്ന് പറഞ്ഞാൽ അതിനൊരു മറുവാദവും എഴുതിയിട്ടുണ്ട്. DC ബുക്സ് ആണ് രണ്ടും പബ്ലിഷ് ചെയ്തതെന്നാണ് എൻ്റെ ഓർമ്മ. ഓക്കെ, അപ്പോ ഈ നാസ്തികം എന്ന് ഉദ്ദേശിച്ചാൽ വേദങ്ങളെ പ്രമാണമായിട്ട് കാണാത്ത, വേദങ്ങളെ എതിർക്കുന്നു എന്നൊക്കെ ഇവിടുത്തെ കുറെ രാഷ്ട്രീയക്കാരൊക്കെ കുത്തിത്തിരിപ്പുകാരുണ്ടാക്കും. വേദങ്ങളെ അവർ പ്രമാണമായിട്ട് കാണുന്നില്ല. അതുകൊണ്ടാണ് അതിനെ ഹെറ്ററോഡോക്സ് സ്കൂൾ അല്ലെങ്കിൽ നാസ്തിക ദർശനം എന്ന് പറയുന്നത്. വേദങ്ങളെ പ്രമാണമായിട്ട് കാണുന്ന 6 ഫിലോസഫികളുണ്ട്. 6 ഫിലോസഫികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യായം, വൈശേഷികം, സാഖ്യം, യോഗം, മീമാംസ, വേദാന്ത. ഇത് പെയറായിട്ടാണ് വരുന്നത്. ന്യായം ഈസ് ഓഫൺ ക്ലബ്ഡ് വിത്ത് വൈശേഷികം. അതിന് ന്യായ വൈശേഷികം എന്ന് പറയും. 12ാമത്തെ നൂറ്റാണ്ടിന് ശേഷം നവ്യന്യായ എന്ന് പറഞ്ഞൊരു സാധനമൊക്കെ ഉണ്ടായതിനു ശേഷം ന്യായം വൈശേഷികയും ഒരു എന്താ പറയാ ഒരു കൊഹിറന്റ് ഫിലോസഫി ആയിട്ടാണ് ഇപ്പൊ ആൾക്കാർ ഒരു സിംഗിൾ ഫിലോസഫി ആയിട്ടാണ് കാണുന്നത്. പിന്നെയുള്ളത് സാഖ്യ യോഗയാണ്. യോഗ ഫിലോസഫി ഇപ്പൊ എല്ലാവർക്കും വെൽ നോൺ ആണ്. ഹഠയോഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കൽ യോഗയുടെ പ്രൊമിനൻസ് കാരണം അത് $25 ബില്യൺ to $30 ബില്യൺ ഇൻഡസ്ട്രി ആയതുകൊണ്ട് അതിന്റെ ഫിലോസഫിക്കൽ വേരുകൾ തേടുമ്പോൾ പതാഞ്ജലിയുടെ യോഗസൂത്രം ഇപ്പൊ വളരെ കൂടുതൽ വിൽക്കപ്പെടുന്ന ഒരു ബുക്കാണ്. 195 സൂത്രങ്ങളുള്ളതാണ്. അതിന് പലരും ഭാഷ്യം എഴുതിയിട്ടുണ്ട്. അപ്പൊ ഈ യോഗത്തിന് എവിടെ നിന്നാണ് മെറ്റാഫിസിക്സ് വരുന്നത്? അല്ലെങ്കിൽ ഒരു പ്രതിപാദനം, ഒരു വിഷയത്തെക്കുറിച്ച് പ്രതിപാദിക്കണമെങ്കിൽ അതിന്റെ ഓണ്ടോളജി അഥവാ അതിന്റെ മെറ്റാഫിസിക്സ്, ഈ മെറ്റാഫിസിക്സും ഓണ്ടോളജിയും തമ്മിൽ വെച്ചാൽ ഓണ്ടോളജി പ്ലസ് തിയോളജി ഈക്വൽ ടു മെറ്റാഫിസിക്സ്. അപ്പൊ തിയോളജി ഭാഗം ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഓണ്ടോളജി മെറ്റാഫിസിക്സും സിമിലർ ആണെന്ന് നമുക്ക് പറയാം. അപ്പൊ അതിന്റെ ഓണ്ടോളജി വരുന്നത് സാഖ്യ ഫിലോസഫി എന്നാണ്. ഓക്കെ, അപ്പൊ സാഖ്യ യോഗ ഒരു വേറൊരു പേരാണ്. അത് ഇപ്പൊ ഈ ന്യായവൈശേഷിക പ്ലൂറലിസം അഥവാ അനേക സത്താവാദത്തിലാണെങ്കിൽ സാഖ്യയോഗം ദ്വിസത്താവാദം അല്ലെങ്കിൽ ഡ്യുവലിസത്തിലാണ്. പിന്നെയുള്ളത് മീമാംസയാണ്. പൂർവ്വ മീമാംസ എന്ന് പറയുന്ന ജാമിനി മഹർഷിയുടെ ഒരു ഫിലോസഫിയാണ്. പിന്നെ ഉത്തരമീമാംസ അഥവാ വേദാന്തമാണ്. ഇതാണ് 6 ഓർത്തഡോക്സ് സ്കൂൾ. ഹെറ്ററോഡോക്സ് സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചർവാകം എന്നാണ് ഒരു സ്കൂളിന്റെ പേര്. അപ്പൊ ചർവാകം എന്നുള്ള പേര് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവിടെ എസൻസോ ആരോ അങ്ങോട്ട് ഒരു 2017 അങ്ങോട്ട് എടുത്ത്. ഇപ്പൊ ചർവാകം 2017 എടുത്ത്. ഇപ്പൊ ചർവാകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ ഏത്തീസത്തെ കുറിച്ച് ആണ് പറയുന്നത്. അപ്പൊ ഇപ്പൊ ഇവിടെ യുക്തിവാദികൾ എന്നാണ് നമ്മുടെ നാട്ടില് ഈ ഏത്തീസ്റ്റുകളെ പൊതുവെ വിളിക്കുന്നത്. ശരിക്കും അവര് യുക്തിവാദികളല്ല, അവര് ശരിക്കും പറഞ്ഞാൽ എംപെരിസിസ്റ്റുകളാണ്. അതായത് എംപെരിസിസ്റ്റ് അനുഭവ ഐക്യവാദി, അതായത് മെറ്റീരിയലിസ്റ്റിക് എംപെരിസിസം ആണ് അവര് മുന്നോട്ട് വയ്ക്കുന്നത്. മനസ്സിലായില്ലേ? ഇപ്പൊ റാഷണലിസം എന്ന് പറഞ്ഞാൽ ഐഡിയലിസ്റ്റിക് റാഷണലിസം ഈസ് എ ഗുഡ് ഫിലോസഫി. അപ്പൊ ഈ ചർവാകം, ബൗദ്ധം, ജൈനം, ഈ ബൗദ്ധത്തിൽ തന്നെ 4 സ്കൂളുണ്ട്. അപ്പോ ഈ ഞാൻ ഒന്നുകൂടി പറയാം, 9 ഫിലോസഫി, മേജർ ഫിലോസഫി ഉണ്ട്. പിന്നെ കാശ്മീർ ശൈവിസം എന്നൊക്കെ പറഞ്ഞ 10-16 ഉണ്ട്. പക്ഷെ മേജർ ആയിട്ട് വെനെവർ വി സേ ഇന്ത്യൻ ഫിലോസഫി, ന്യായം അഥവാ ഇന്ത്യൻ ലോജിക്, വൈശേഷികം അഥവാ ഇന്ത്യൻ ഓണ്ടോളജി, ഇതാണ് ന്യായ വൈശേഷിക ഒരു പെയറായിട്ട് വരും. പിൽക്കാലത്ത് അത് ഒറ്റ ഡിവിഷനായിട്ട്, ഒറ്റ ഫിലോസഫി ആയിട്ട് പൊതുവെ കരുതപ്പെടുന്നു. പിന്നെയുള്ളത് സാഖ്യ ആൻഡ് യോഗയാണ്. ഇപ്പൊ സാഖ്യയെ കുറിച്ച് ആൾക്കാർ അധികം പറയാറില്ല, പക്ഷെ യോഗ ഫിലോസഫിക്കാണ് കുറച്ചും കൂടി ഒരു പ്രൊമിനൻസ് ഉള്ളത്. പക്ഷെ യോഗ ഫിലോസഫി റിലൈസ് ഓൺ സാഖ്യ ഫോർ ഇറ്റ്സ് മെറ്റാഫിസിക്സ് ഓർ ഓണ്ടോളജി. പിന്നെയുള്ളത് ജാമിനി മഹർഷി ഉണ്ടാക്കിയ പൂർവ്വമീമാംസയാണ്. പൂർവ്വമീമാംസ കുറച്ചും കൂടി റിച്വലിസ്റ്റിക് ടൈപ്പ് ഫിലോസഫിയാണ്. പക്ഷേ അതിന്റെ റാഷണൽ ബേസിസ് ഭയങ്കര ഹെവിയാണ്. അതുകൊണ്ടാണ് ഇപ്പൊ നമ്മളിപ്പോ പൊളിറ്റിക്സിന് രാഷ്ട്രമീമാംസ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോ ഈ മീമാംസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാഷണൽ എൻക്വയറി എന്നൊരു അർത്ഥം കൂടിയുണ്ട്. മീമാംസ പ്രോപ്പറും പിന്നെ ഉത്തര മീമാംസനാണ് വേദാന്ത എന്ന് പറയുന്നത്. വേദാന്ത ഫിലോസഫി ഹാസ് ബീൻ ഇൻ എക്സിസ്റ്റൻസ് ഫോർ എ ലോങ് ടൈം. പക്ഷെ അതിനെ ഒരു ദർശനത്തിന്റെ ഫോമിലാക്കിയത് ആദിശങ്കരാചാര്യരാണ് ത്രൂ ഹിസ് ബ്രഹ്മസൂത്ര ഭാഷ്യം. ഓക്കെ, അത് നമുക്ക് പിന്നെ പഠിക്കാം. അപ്പോ ഇതാണ് ഓർത്തഡോക്സ് ആൻഡ് ഹെറ്ററോഡോക്സ് ഫിലോസഫീസ് ഓഫ് ഇന്ത്യൻ സ്കൂൾ. ഈ 9 അടുത്തത് നമുക്ക് ഒരു ഫിലോസഫി എന്താന്ന് നമ്മൾ പഠിക്കുമ്പോൾ ആദ്യം നമ്മൾ ഫിലോസഫിയുടെ 3 മേജർ ബ്രാഞ്ചസിനെ കുറിച്ചൊരു ഐഡിയ വേണം. ഓണ്ടോളജി, എപ്പിസ്റ്റമോളജി ആൻഡ് ആക്സിയോളജി. ഓക്കെ, ഓണ്ടോളജി എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് എക്സിസ്റ്റൻസ് ഓർ സത്തയെ കുറിച്ചുള്ള എന്താണ് കീ എൻറ്റിറ്റീസ് ദെയർ, വാട്ട് ആർ ദ റിലേഷൻഷിപ്പ്, എന്തൊക്കെയാണ് അവിടുത്തെ ഒരു റൂൾസ്, അതിനെക്കുറിച്ച് നമുക്ക് വേണമെങ്കിൽ ഓണ്ടോളജി എന്ന് പറയാം. എപ്പിസ്റ്റമോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റഡി ഓഫ് നോളജ് എന്നാണ്, അല്ലെങ്കിൽ ഇപ്പൊ കുറച്ചും കൂടി ഒരു ട്രാൻസാക്ഷണൽ സെൻസിൽ പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റഡി ഓഫ് ബിഹേവിയർ ആവാം.
ഓക്കെ, ആക്സിയോളജി എന്ന് പറഞ്ഞാൽ പർപ്പസ് ആണ്, അല്ലെങ്കിൽ അതിന്റെ ലക്ഷ്യമാണ്, അതായത് അപ്ലിക്കേഷൻ ആണെന്ന് പറയാം. അപ്പോ നമുക്ക് ഈ ഓണ്ടോളജി, എപ്പിസ്റ്റമോളജി, ആക്സിയോളജിയെ കുറിച്ച് നമ്മൾ ഈ വരും നിമിഷങ്ങളിൽ കുറെ ഡിസ്കസ് ചെയ്യും. ഇതാണ് ഫിലോസഫിയുടെ മേജർ 3 ബ്രാഞ്ച്. അപ്പൊ ഈ വെനെവർ വി സ്പീക്ക് അബൌട്ട് ആക്സിയോളജി, അവിടെ എത്തിക്സ്, എസ്തെറ്റിക്സ്, പൊളിറ്റിക്സ്, ലോ ഒക്കെ ആക്സിയോളജിയുടെ ഭാഗമാണ്. ഓക്കെ, അത് മൂല്യമുണ്ട്. അതായത് ഈ എന്താ പറയാ, എന്താണ് അതിന്റെ ലക്ഷ്യം, അതായത് അതാണ് ആക്സിയോളജി പറയുന്നത്. വെനെവർ വി സ്പീക്ക് അബൌട്ട് ഓണ്ടോളജി, 2 എക്സ്ട്രീംസ് ആണ്. ഒന്ന് മെറ്റീരിയലിസ്റ്റിക് ഓണ്ടോളജി ഉണ്ട്, ഒന്ന് ഐഡിയലിസ്റ്റിക് ഓണ്ടോളജി ഉണ്ട്. ഇത് 2 സൈഡിലാണ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ ഈ ഓരോ വ്യക്തികളും ഇതിന്റെ നടുക്ക് ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഇഷ്യൂസ് പല സ്ഥലത്തായിരിക്കും. ഓക്കെ, അപ്പൊ മെറ്റീരിയലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പദാർത്ഥവാദം അഥവാ ഭൗതികവാദം എന്ന് പറയും. അപ്പൊ നമ്മളിപ്പോ നമ്മുടെ നാട്ടിലായതുകൊണ്ട് ഡയലക്ടിക്കൽ മെറ്റീരിയലിസം അല്ലെങ്കിൽ വൈരുദ്ധ്യാത്മക ഭൗതികവാദം എല്ലാവരും കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദം എന്നെല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഐഡിയലിസം എന്ന് പറഞ്ഞാൽ ആശയവാദം എന്നാണ്, ചിലർ അതിനെ ആത്മീയവാദം എന്ന് വരെ വിളിക്കും. അപ്പോൾ ഈ ഓരോ വിഷയങ്ങളിലും മെറ്റീരിയലിസവും ഐഡിയലിസവും, പിന്നെ ഇൻ എ പ്രാക്ടിക്കൽ സെൻസ് യു കനോട്ട് ബി 100% ഐഡിയലിസ്റ്റിക് ആൻഡ് യു കനോട്ട് ബി 100% മെറ്റീരിയലിസ്റ്റിക്. സോ ഈ മെറ്റീരിയലിസവും ഐഡിയലിസവും നിരാകരിച്ചുകൊണ്ട് ഒരു സമാന അധികരണം, ഒരു കോമൺ ബേസിസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഡയലക്ടിക്സ് അഥവാ തർക്കവിദ്യയുടെ ഒരു ഉദ്ദേശം. അപ്പോൾ ചിലപ്പോൾ നിങ്ങളൊരു 60% മെറ്റീരിയലിസ്റ്റ് ആയിരിക്കും, 40% ഐഡിയലിസ്റ്റിക് ആയിരിക്കും. അങ്ങനെ ഒരു ബ്ലെൻഡഡ് ഈക്വിലിബ്രിയാണ് അവിടെ പ്രതീക്ഷിക്കുന്നത്. അതിനെ നടരാജ് വിളിക്കുന്നത് നോം എന്നാണ്, അല്ലെങ്കിൽ അധിഷ്ഠാനം, അല്ലെങ്കിൽ ബേസിസ് നമുക്ക് വിളിക്കാം. എപ്പിസ്റ്റമോളജി പറയുമ്പോൾ 2 സ്കൂൾ ഓഫ് തോട്ടാണ്. എംപിരിസിസം അഥവാ മറ്റേ എന്താ പറയാ, ഈ അനുഭവൈക്യവാദം, അല്ലെങ്കിൽ എവറിത്തിങ് ത്രൂ എക്സ്പീരിയൻസ് ഓർ എക്സ്പെരിമെന്റ്സ്, അതാണ് എംപിരിസിസം. റാഷണലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മറ്റേ യുക്തിയാധിഷ്ഠിതവാദം, അതായത് ലോജിക്ക് വഴി നിങ്ങൾക്ക് ട്രൂത്ത് ഡിസൈഫർ ചെയ്യാം അല്ലെങ്കിൽ അന്വേഷിക്കാം എന്നുള്ളതാണ്. പൊതുവെ റാഷണലിസത്തിന്റെ വെസ്റ്റേൺ സെൻസിലുള്ള പിതാവിന്റെ പേര് മറ്റേ റെനെ ഡക്കാർട്ട് എന്നാണ്. അപ്പൊ പുള്ളി ഒരു ഫ്രഞ്ചാണ്. ഇപ്പൊ ഫ്രഞ്ച് പീപ്പിൾ ആർ മോസ്റ്റ്ലി റാഷണലിസ്റ്റിക്. എന്ന സ്ഥാനത്ത് ബ്രിട്ടീഷ് പീപ്പിൾ ആർ എംപിരിസിസ്റ്റ്, ആൻഡ് ഐ ജോക്കിംഗ്ലി സേ ദാറ്റ് ജർമൻസ് ആർ ഇൻ ബിറ്റ്വീൻ. ദാറ്റ്സ് വൈ ദേ ആർ വെയർ സക്സസ്ഫുൾ അറ്റ് വൺ പോയിന്റ് ഇൻ ടൈം. അപ്പോ ഇതാണ്. പിന്നെ നമ്മൾ ഈ ഫിലോസഫി പഠിക്കുന്നതിന്റെ ഏറ്റവും വലിയ ഉദ്ദേശം അതിന്റെ ഓണ്ടോളജിയേക്കാൾ ഉപരി അതിന്റെ എപ്പിസ്റ്റമോളജിക്കാണ് ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ശരിക്കും ഒരു ഇത് കൊടുക്കണ്ടേ. അപ്പൊ അതിനെ ഇപ്പൊ ഒരു ഫേമസ് ബുക്ക് ഒക്കെ ഉണ്ട്, 6 Ways of Knowing. അല്ലെങ്കിൽ അദ്വൈത വേദാന്ത ഫിലോസഫിക്ക് 6 പ്രമാണങ്ങളുണ്ട്. അപ്പൊ 6 പ്രമാണങ്ങൾ ഏതൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാല് പെർസെപ്ഷൻ അഥവാ പ്രത്യക്ഷം, അതായത് എവറിത്തിങ് ത്രൂ എക്സ്പീരിയൻസ് ഓർ എക്സ്പെരിമെന്റ്സ്. പിന്നെ ഉള്ളത് ഇൻഫറൻസ് ആണ്. ഇൻഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരതിനെ അനുമാനം എന്നാണ് വിളിക്കുന്നത്. അതായത് അത് തന്നെ ഇപ്പോ ഇൻഡക്റ്റീവ് ഇൻഫറൻസ് ഉണ്ട്, ഡിഡക്റ്റീവ് ഇൻഫറൻസ് ഉണ്ട്, അബ്ഡക്റ്റീവ് ഇൻഫറൻസ് ഉണ്ട്. അപ്പോ ഇൻഡക്റ്റീവ് ഇൻഫറൻസിനെ അനുമാനം എന്ന് വിളിക്കണമെങ്കിൽ ഇൻഡക്റ്റീവ് ഇൻഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഗമനാത്മക അനുമാനം അല്ലെങ്കിൽ സങ്കല്പനാത്മക അനുമാനം എന്ന് വിളിക്കാം. ഓക്കെ, സങ്കല്പനം എന്ന് വെച്ചാൽ ഇൻഡക്ഷന്റെ മലയാള പദമാണ്. ഇൻഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ജനറലിൽ നിന്ന് സ്പെസിഫിക്കിലോട്ട് പോകുന്നു. ഞാനൊരു സ്ഥലത്ത് പോയി ഒരു അരയണത്തെ കണ്ടു, അത് കറുത്തിരിക്കുന്നു. 10 സ്ഥലത്ത് പോയപ്പോൾ എല്ലായിടത്തും വെളുത്തിരിക്കുന്നു. അപ്പോൾ ആൾ സ്വാൻസ് ആർ വൈറ്റ്. ഞാൻ ഓസ്ട്രേലിയയിൽ പോയപ്പോൾ ചിലപ്പോൾ അവിടെ കറുത്ത അരയണത്തെ കാണാം. അങ്ങനെയാണ് ബ്ലാക്ക് സ്വാൻ എഫക്റ്റ്, പ്രോബ്ലം ഓഫ് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞൊരു വലിയ, അത് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെനെവർ വി യൂസ് സ്റ്റാറ്റിസ്റ്റിക്സ് വി ആർ യൂസിങ് ഇൻഡക്ഷൻ. സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ഒരു ഇൻഡക്റ്റീവ് ആക്ടിവിറ്റിയാണ്. അപ്പോൾ ഇൻഡക്റ്റീവ് ഇൻഫറൻസ് ഒരു പ്രമുഖ ചിന്താ പദ്ധതിയാണ്. പിന്നെയുള്ളത് ഡിഡക്റ്റീവ് ഇൻഫറൻസ് ആണ്. ഡിഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ നിഗമനം എന്നാണ്. അതായത് ഈ ആൾ മെൻ ആർ മോർട്ടൽ, മറ്റേ ലാൽ ഈസ് എ മാൻ, സോ ദെർഫോർ ലാൽ ഈസ് മോർട്ടൽ എന്ന് പറയുന്ന ആ സിലോജിസ്റ്റിക് റീസണിങ് ഒക്കെ ഡിഡക്റ്റീവ് റീസണിങ് ആണ്. ഓക്കെ, അപ്പോ അതിനെ ഈ നിഗമനം എന്നാണ്, നിഗമനാത്മക അനുമാനം എന്ന് വിളിക്കാം. പിന്നെ മൂന്നാമത്തത് അബ്ഡക്റ്റീവ് ഇൻഫറൻസ് എന്നാണ് ഇംഗ്ലീഷിൽ പറയണേ, അല്ലെങ്കിൽ ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ മറ്റേ ഇതുണ്ടല്ലോ, മറ്റേ ഈ യൂറോപ്പില് ഇപ്പം പുലിമുരുകൻ എന്ന് പറഞ്ഞ സിനിമയിൽ എടുക്കാം, ചത്തത് പുലിയെങ്കിൽ കൊന്നത് മുരുകൻ തന്നെ, ആ ടൈപ്പ് റീസണിങ് ഉണ്ട്. ഇഫ് സംബഡി ഹാസ് സോൾവ്ഡ് ബ്രാക്കിസ്റ്റോക്രോൺ പ്രോബ്ലം ആൻഡ് ഹീസ് ഇൻ യൂറോപ്പ്, then it ought to be Newton എന്നാണ് ഏതൊരു ബെർണൂലി അബ്ഡക്റ്റീവ് റീസൺ ചെയ്തത്, and it was Newton who solved that problem. അപ്പൊ നമ്മൾ ഇടയ്ക്ക് ഇപ്പൊ എന്താ പറയാ, ഈ അബ്ഡക്ഷൻ തെറ്റിപ്പോവാട്ടോ. അതായത് ഇപ്പൊ
ഈ പണ്ട് ഞാൻ ചെറുപ്പത്തിലായിരുന്നു. അപ്പോ ഞങ്ങൾക്ക് പടക്കത്തിന്റെ കച്ചവടമായിരുന്നു. അപ്പൊ ഞാൻ അച്ഛന്റെ പോക്കറ്റിൽ നിന്ന് പൈസ എടുക്കുമായിരുന്നു. അപ്പൊ ഒരു ദിവസം എന്തോ അച്ഛൻ കണക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ അപ്പൊ ഞാൻ എന്നെ പിടിച്ചു എന്ന് വിചാരിച്ചു. പക്ഷെ അച്ഛന്റെ അബ്ഡക്റ്റീവ് റീസണിങ് അത് അമ്മയെടുത്ത് അവര് തമ്മിൽ തല്ലുപിടിച്ച് ഞാൻ രക്ഷപ്പെട്ട കഥയൊക്കെ എനിക്ക് ഓർമ്മ വരും. അപ്പൊ ഈ അബ്ഡക്ഷൻ ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റില്ല. അപ്പൊ അതാണ് 3 തരം ഇൻഫറൻസ്. ഇനിയിപ്പോ എക്സ്പെർട്ട് ടെസ്റ്റിമോണി, അതിനെ ഭാരതീയർ അതിനെ ശബ്ദം എന്നാ വിളിക്കണേ. ശബ്ദ പ്രമാണം. അതായത് അവര് വേദങ്ങളാവാം, ഉപനിഷത്തുകളാവാം, അല്ലെങ്കിൽ ഒരു പണ്ഡിതൻ എന്ന് പറയാണ്. ഇപ്പൊ എഞ്ചിനീയറിംഗിന്റെ കേസിൽ ഇപ്പൊ ശ്രീധരൻ എന്ന് പറയുകയാണ് ആ പാലം ഇങ്ങനെ പണിയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കറക്റ്റ് ആണെന്ന് പറയുന്നതിനാണ് എക്സ്പെർട്ട് ടെസ്റ്റിമോണി അഥവാ ശബ്ദം. അതിനെ ആഗമം എന്ന് പറയും കേട്ടോ. ആഗമനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇൻഡക്ഷന്റെ ഇതാണ് ആഗമം, സ്ക്രിപ്റ്റേഴ്സ് ഒക്കെ ഇതിന് എക്സ്പെർട്ട് ടെസ്റ്റിമോണി വരും. പിന്നെ നാലാമത്തെ ഇപ്പൊ പെർസെപ്ഷൻ പറഞ്ഞു കഴിഞ്ഞു, അഥവാ പ്രത്യക്ഷം പറഞ്ഞു കഴിഞ്ഞു, ഇൻഫറൻസ് അഥവാ അനുമാനം പറഞ്ഞു കഴിഞ്ഞു, എക്സ്പെർട്ട് ടെസ്റ്റിമോണി അഥവാ ശബ്ദം പറഞ്ഞു കഴിഞ്ഞു. പിന്നെ അടുത്തത് അനോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാദൃശ്യാനുമാനം, അല്ലെങ്കിൽ എന്താ പറയാ, ഉപമാനം എന്നാണ് വിളിക്കുന്നത്. ഉപമ എന്നൊക്കെ നമ്മൾ പഠിച്ചില്ല, മറ്റൊന്നിൻ ധർമ്മയോഗത്താൽ അത് തന്നെ അല്ലയോ ഇത് എന്ന് പറയുന്ന മറ്റൊന്ന് ഈ ഉപമ എന്നൊരു ഡെഫിനിഷൻ ഉണ്ട്. മറ്റേ ഞാൻ ഉൽപ്രേക്ഷയുടെ ഡെഫിനിഷൻ എന്റെ വായിൽ വന്ന്. അപ്പോ ഈ മറ്റേ എന്താ പറയാ, ഈ അനോളജി കമ്പാരിസൺ, നിൽക്കുന്നത് പശുമാരി ഇരിക്കുന്ന സാധനമാണ്, അത് ചിലപ്പോ മറ്റേ വേറെ എന്തെങ്കിലും ജീവിയാണെന്നൊക്കെ പറയുന്നത്. അപ്പോൾ അനോളജി വെച്ചിട്ട്, അതായത് ട്രേറ്റ്സ് വെച്ചിട്ട് നമുക്ക് നോളജ് ജനറേറ്റ് ചെയ്യാം. അപ്പൊ പെർസെപ്ഷൻ വെച്ച് നോളജ് ജനറേറ്റ് ചെയ്യാം, ഇൻഫറൻസ്, എക്സ്പെർട്ട് ടെസ്റ്റിമോണി, അനോളജി, കമ്പാരിസൺ, സാദൃശ്യാനുമാനം വെച്ചിട്ട്. അടുത്തത് പോസ്റ്റുലേഷൻ. ഇപ്പൊ പോസ്റ്റുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഫോർ എക്സാമ്പിൾ മറ്റേ എന്താ പറയാ, ഒരു പോസ്റ്റുലേറ്റ് ഉണ്ടാക്കുകയാണ്. ഓക്കെ, റാഷണൽ യൂണിഫൈഡ് പ്രോസസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബെറ്റർ സോഫ്റ്റ്വെയർ ഉണ്ടാക്കാൻ പറ്റും. ദൈവത്തിന് അറിയാം, ഉണ്ടാക്കിയിട്ട് ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ. പക്ഷെ അങ്ങനെ ഒരു പോസ്റ്റുലേഷൻ വെച്ചിട്ട് ഇത് ചെയ്യാം. അജൈൽ ഈസ് ഗുഡ്, അപ്പോ ആൻഡ് ലെറ്റ് സ്ക്രം ബി യുവർ പ്രോസസ്, അതൊരു പോസ്റ്റുലേഷൻ ആണ്. എന്നിട്ട് പിന്നെ യു ആർ ആക്ച്വലി ട്രൈങ് ടു വർക്ക്ഔട്ട്. അത് മിക്കവാറും പിന്നെ അത് വർക്ക് ചെയ്യാൻ നോക്കിയിട്ട് ചിലപ്പോൾ മിക്കവാറും പല കമ്പനികളിലേക്ക് ആ ജോലി നിരോധിച്ചിട്ടുണ്ട്. അപ്പൊ പോസ്റ്റുലേഷൻ ഈസ് അനദർ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ. പിന്നെ ആബ്സെൻസ്, ആന്റിന ഇല്ലാത്ത വീട്, അല്ലെങ്കിൽ മറ്റേ എന്താ പറയാ, ഫാൻ ഇല്ലാത്ത മുറി എന്നൊക്കെ നമ്മൾ പറയില്ലേ. അപ്പൊ ദാറ്റ്സ് ഓൾസോ സം കൈൻഡ് ഓഫ് എ ഇൻഡിക്കേറ്റർ വി ക്യാൻ ആക്ച്വലി ജനറേറ്റ് നോളജ്. അപ്പോ അതില് ആദ്യത്തെ 2 ഏറ്റവും ഇമ്പോർട്ടന്റ്, ആദ്യത്തെ 3 ടു ബി അത് കുറച്ചുകൂടി സയൻസ് ആയിട്ട്, വളരെ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആയിട്ട് ബന്ധപ്പെട്ട് കിടപ്പുണ്ട്. അപ്പോ 6 ways of knowing in India: perception, inference, expert testimony, analogy, postulation and absence. അപ്പോ ഇപ്പൊ ചർവാക സ്കൂൾ ഓഫ് തോട്ട് പറയണെന്ന് വെച്ചാല് എവറിത്തിങ് ഈസ് പെർസെപ്ഷൻ എന്നാണ്. ഇൻഫറൻസോ മറ്റേതൊന്നും ട്രസ്റ്റ് ചെയ്യാനേ പാടില്ല എന്നാണ് അവര് പറയണെന്ന് വെച്ചാൽ. അവരുടെ ആക്സിഡന്റലിസം ആണ് അവരുടെ ഫിലോസഫി, ആകസ്മികവാദം. അപ്പൊ തിന്ന് കുടിച്ച് അടിച്ചു പൊളിച്ച് നടക്കുക, അതാണ് ചർവാകര് പറയുന്നത്. എന്ന സ്ഥാനത്ത് നമ്മുടെ ഈ സാങ്ക്യ ഫിലോസഫി പറയുന്നത് പെർസെപ്ഷന്റെ ഒപ്പം ഇൻഫറൻസ് ഈസ് ഓൾസോ ഗുഡ് സോഴ്സ് ഓഫ് നോളജ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോ മോഡേൺ സയൻസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെർസെപ്ഷനും ഇൻഫറൻസും ആണ് മെയിൻ ആയിട്ട്. അതായത് ഇൻഡക്റ്റീവ് ആൻഡ് ഡിഡക്റ്റീവ് ഇൻഫറൻസ്, എക്സ്പെരിമെന്റ്സ് വഴി ഇൻഡക്റ്റീവ് ജനറലൈസേഷൻ വഴി ഡിഡക്ഷൻ ചെയ്യും, ഡിഡക്ഷൻ വഴി മാത്തമാറ്റിക്കലി പ്രൂവ് ചെയ്യും. അപ്പോൾ ഈ പെർസെപ്ഷൻ ആൻഡ് ഇൻഫറൻസ് ആണ് മോഡേൺ സയൻസിന്റെ. പക്ഷെ മോഡേൺ എഞ്ചിനീയറിംഗിൽ എക്സ്പെർട്ട് ടെസ്റ്റിമോണി കൂടി വരും. ഓക്കെ, ഇനിയിപ്പോ നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ ന്യായ ഫിലോസഫി പറഞ്ഞു വെച്ചാൽ പെർസെപ്ഷൻ, ഇൻഫറൻസ്, എക്സ്പെർട്ട് ടെസ്റ്റിമോണി, അനോളജി. അതായത് പ്രത്യക്ഷം, അനുമാനം, ശബ്ദം, ഉപമാനം. ഇതാണ് 4 സോഴ്സ് ഓഫ് ട്രൂത്ത്. യോഗ പറയുന്നു പ്രത്യക്ഷ, അനുമാന, ആഗമാനി എന്ന് അവർ പറയണേ. പ്രത്യക്ഷം, അനുമാനം, ആഗമം, അതായത് ആദ്യത്തെ 3 യോഗയും പറയുന്നത്. പക്ഷെ സാങ്ക്യ പറയുന്ന ആദ്യത്തെ 2. ഓക്കെ, പിന്നെ ഈ മറ്റേ എന്താ പറയാ, ഈ മീമാംസ ഫിലോസഫി പറയണ വെച്ചാൽ പ്രഭാകര മീമാംസ ആദ്യത്തെ 5 ഉള്ളൂ എന്ന് പറയണേ. പെർസെപ്ഷൻ, ഇൻഫറൻസ്, എക്സ്പെർട്ട് ടെസ്റ്റിമോണി, അനോളജി, പോസ്റ്റുലേഷൻ. ഭട്ടമീമാംസ പറയുന്നു അഭാവവും എടുക്കാന്ന്, ആദ്യത്തെ 6 എടുക്കാന്ന്. ഓക്കെ, അപ്പൊ വേദാന്തത്തിന് 6 ഉണ്ട്. അപ്പൊ വേദാന്തത്തിന്റെ എപ്പിസ്റ്റമോളജി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മോഡേൺ സയൻസിന്റെ എപ്പിസ്റ്റമോളജി ഒരു സബ്സെറ്റ് ആയിട്ട് വരും. ഓക്കെ, അപ്പോ ബിഫോർ ഐ ഓപ്പൺ ദ ഫ്ലോർ ഫോർ ഡിസ്കഷൻ, ഞാനൊരു ആർട്ടിക്കിൾ എന്റെ ലിങ്ക്ഡിൻ പൾസിൽ എഴുതിയിരുന്നത് വൈ ഇന്ത്യൻ ഫിലോസഫി സുപ്പീരിയർ ടു വെസ്റ്റേൺ ഫിലോസഫി. അപ്പൊ സാധാരണ ഞാൻ ഇങ്ങനെ പറയുകയാണെങ്കിൽ അത് സംഘപരിവാറിന്റെ ആളാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. ഇപ്പൊ എന്റെ എഴുത്തിന്റെ സ്റ്റൈൽ കൊണ്ടാണോ ഇനിയിപ്പോ ആരും അതിനെക്കുറിച്ച് ഒരു ക്രിറ്റിസിസം ഒന്നും കണ്ടില്ല. ആർട്ടിക്കിൾ എന്റെ ലിങ്ക്ഡിൻ പൾസിൽ കിടപ്പുണ്ട്. അപ്പൊ എന്റെ ആർഗ്യുമെന്റ് എന്തായിരുന്നു എന്ന് വെച്ചാൽ ഓണ്ടോളജി, എപ്പിസ്റ്റമോളജി ആൻഡ് ആക്സിയോളജി, അതായത് സത്താവിജ്ഞാനീയം,
ജ്ഞാന സിദ്ധാന്തം, പ്രയോജനപരത അല്ലെങ്കിൽ പ്രയോജന മീമാംസ. ഈ 3 എണ്ണമാണ് എല്ലാ ഫിലോസഫിയുടെ ബ്രാഞ്ച്. ഈ 3 ബ്രാഞ്ചേ ഉള്ളൂ. അതിപ്പോ വെസ്റ്റേൺ ആണെങ്കിലും ഇന്ത്യൻ ആണെങ്കിലും. ഇനി ഇതിനൊക്കെ നമുക്കൊരു ഇൻട്രോഗേറ്റീവ് ഫോം അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ഫോമിൽ നമുക്ക് ചോദിക്കാം. ഓണ്ടോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ഹു ആം ഐ എന്നുള്ളതാണ്, ഞാൻ ആരാണ്. അസ്തിത്വ പ്രശ്നമാണ് ഓണ്ടോളജി ഡിസ്കസ് ചെയ്യുന്നത്. എപ്പിസ്റ്റമോളജിയുടെ ഇൻട്രോഗേറ്റീവ് ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് വാട്ട് ക്യാൻ ഐ നോ, എനിക്ക് എന്തൊക്കെ അറിയാൻ സാധിക്കും. അതാണ് ഈ 6 ways ഓഫ് നോയിങ് ഒക്കെ നമ്മൾ പറഞ്ഞത്. ആക്സിയോളജിയുടെ ഇതെന്ന് വാട്ട് ഷുഡ് ഐ ഡു, എനിക്ക് എന്ത് ചെയ്യണം എന്നുള്ളതാണ്. ഈ 3 ചോദ്യങ്ങളേ ഉള്ളൂ. ഹു ആം ഐ, വാട്ട് ക്യാൻ ഐ നോ, വാട്ട് ഷുഡ് ഐ ഡു. അപ്പോ ഇന്ന് നമ്മൾ ഫിലോസഫി, വെസ്റ്റേൺ ഫിലോസഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡേൺ വെസ്റ്റേൺ ഫിലോസഫിയെ കുറിച്ച് പറയുന്നത്. മോഡേൺ വെസ്റ്റേൺ ഫിലോസഫിയെ കുറിച്ച് നിങ്ങൾ പറയുമ്പോൾ അവിടെ ഉണ്ടാവണമെന്ന് വെച്ചാൽ 1650 ശേഷം റിനൈസൻസ് അല്ലെങ്കിൽ നവോത്ഥാന കാലഘട്ടത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള സയൻസ് ബേസ്ഡ് ഫിലോസഫിയെ കുറിച്ചാണ് നമ്മൾ എന്താ പറയാ ഒരു ഫിലോസഫിയെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മളിവിടെ ഇംപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഇപ്പോ ഹുവാമൈ, ഈ 3 ചോദ്യങ്ങളാണ്. അതായത് ഹുവാമൈ, വാട്ട് ക്യാൻ ഐ നോ, വാട്ട് ഷുഡ് ഐ ഡു. ഓക്കെ, അപ്പോ ഫിലോസഫി എവിടെ നിന്ന് തുടങ്ങുന്നു എന്നുള്ളതാണ്. അതായത് അസ്തിത്വ പ്രശ്നങ്ങൾ, അതായത് വാട്ട് ഈസ് ദിസ് യൂണിവേഴ്സ്, എന്താണ് ഇവിടെ കാണുന്ന ഈ വൈവിധ്യത, എന്താണ് ഇതിന് പുറകില്. അതായത് ഒരു കോസ്മോസ് അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സ് ആണ് നിങ്ങളുടെ റെൽം ഓഫ് ഡിസ്കോഴ്സ് എങ്കിൽ അതിനെ അസ്തിത്വ പ്രശ്നത്തെ, നമ്മുടെ നിലനിൽപ്പിന് മനുഷ്യൻ അതിൻ്റെ ഉള്ളിൽ ഒരു സ്പീഷ്യസ് മാത്രമാണ്, ഒരിക്കലും അത് ആന്ത്രോപോസെൻട്രിക് അല്ല. ഓക്കെ, അതായത് ഇന്ത്യൻ ഫിലോസഫി മനുഷ്യൻ ജസ്റ്റ് അനദർ സ്പീഷ്യസ് ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ അസ്തിത്വ പ്രശ്നങ്ങളാണ് അതിന്റെ കോർ. പക്ഷെ മോഡേൺ വെസ്റ്റേൺ ഫിലോസഫി മാൻ ഹാസ് ബീൻ പ്ലേസ്ഡ് ഇൻ ടു ദ സെന്റർ ഓഫ് യൂണിവേഴ്സ്. അപ്പോൾ ഒരു മനുഷ്യ കേന്ദ്രീകൃത തത്വ സംഹിതയാണ്. അപ്പോൾ അവിടെ എസെൻഷ്യൽ പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അവർക്ക് ഫിലോസഫി ഒരു ഇന്റലക്ച്വൽ എക്സസൈസ് മാത്രമാണ്. ഇന്ത്യൻ ഫിലോസഫിക്ക് ലക്ഷ്യങ്ങളുണ്ട്. അത് മിക്ക ലിബറേഷൻ അഥവാ മോക്ഷമാണ് ലക്ഷ്യമായിട്ട് കാണുന്നത്. ഈ മോക്ഷം ഇങ്ങനത്തെ പദങ്ങളൊക്കെ സയന്റിസം അല്ലെങ്കിൽ ശാസ്ത്രമാത്രവാദമുള്ളവർക്ക് വളരെ പ്രോബ്ലമാറ്റിക് ആണ്. അതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്ത്യൻ ഫിലോസഫി എന്തിനു പഠിക്കണം, അതാണ് അടുത്ത ചോദ്യം. അപ്പൊ പഠിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഫിലോസഫി ഇറ്റ്സെൽഫ് ഈസ് എ ഗ്രാമർ ഫോർ തോട്ട്. പക്ഷെ അതിനെ കുറച്ചുകൂടി ന്യൂവാൻസ്ഡ് ആയിട്ട് കാണണം. അപ്പൊ ഇന്ത്യൻ ഫിലോസഫിയുടെ വീക്ഷണം ക്യാൻ ആക്ച്വലി സോൾവ് മെനി എ philosophical problem faced by you, because philosophy is actually done at a existential level, not at the essential level. Okay, പിന്നെ എന്തായാലും ഈ ഫിലോസഫി ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ലാസ്റ്റ് 15-20 മിനിറ്റിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാത്തൊരു 50 പുതിയ ഇംഗ്ലീഷ് വാക്കുകൾ അതിന്റെ മലയാളം ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടാവും. ഓഫ് കോഴ്സ് അത് നിങ്ങളുടെ ഭാഷാ നൈപുണ്യത്തെ ക്രമാതീതമായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ അടുത്തത് ക്രോസ് കൾച്ചറൽ എൻകൗണ്ടേഴ്സ്. അപ്പൊ നമ്മളിപ്പോ ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇപ്പൊ നോളജ് ഉണ്ടാക്കാനുള്ള ഒരു വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെസ്റ്റേൺ ലിറ്ററേച്ചർ ആസ് ഈസ് പഠിക്കുക. ആൻഡ് ഇപ്പൊ നമ്മുടെ ഇവിടുത്തെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ദേ വർ നെവർ മെൻ ടു ടീച്ച് അസ് ഇംഗ്ലീഷ്, ദേ വർ മെൻ ടു ടീച്ച് അസ് ടു ബിഹേവ് ആൻഡ് ആക്ട് ലൈക്ക് ഇംഗ്ലീഷ് ബൈ സിറ്റിംഗ് ഇൻ ഇന്ത്യ. ക്ലർക്സിന് ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. അപ്പൊ എന്തൊരു വെച്ചാൽ നമ്മളെല്ലാം ഇംഗ്ലീഷല്ല പഠിക്കുന്നത്, നമ്മൾ ഇംഗ്ലീഷുകാരനാവനാ നോക്കിയത്. അപ്പൊ അങ്ങനെ വരുമ്പോ എന്തൊറ്റെന്ന് വെച്ചാൽ വി വിൽ ബി ആൻ ഇൻഫീരിയർ ക്ലോൺ ടു ദം. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ ഫിലോസഫി ദർശനത്തെ കുറിച്ച് നല്ല അറിവുണ്ട്. ദർശനത്തിന്റെ ഈത്തോസ് എന്താണ് അതിന്റെ ഓണ്ടോളജി എന്താണ്, എപ്പിസ്റ്റമോളജി എന്താണ്, ആക്സിയോളജി. കാരണം ഈ ഇന്ത്യൻ ഫിലോസഫിയുടെ റെൽമിലാണ് നമ്മുടെ ഭാഷ, കൾച്ചർ, ദ വേ വി തിങ്ക്, നമ്മുടെ എല്ലാം. ഈ വെദർ യു ആർ എ മുസ്ലിം, ഹിന്ദു, ക്രിസ്ത്യൻ, എവ്രിബഡി ഈസ് വൾണറബിൾ ഓർ സസെപ്റ്റബിൾ ടു ടെനറ്റ്സ് ഓഫ് ഇന്ത്യൻ ഫിലോസഫി ബൈ വെർച്യൂ ഓഫ് വാട്ട് ഈസ് അറൗണ്ട്. അപ്പൊ അത് ഭാഷയിലും എല്ലാത്തിലും അത് റിഫ്ലക്റ്റഡ് ആണ്. അപ്പൊ ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ആൾക്കാർ പലപ്പോഴും അവർക്ക് അവരുടെ ആചാര അനുഷ്ഠാനങ്ങൾ, അതായത് റിച്വൽസും പ്രാക്ടീസസും അവരുടെ താവഴി അല്ലെങ്കിൽ അവരുടെ ഈ എവല്യൂഷണറി ഭാഗമായിട്ട് അവരുടെ കൾച്ചറൽ ഇൻഹെറിറ്റൻസ് ഭാഗമായിട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതിന്റെ പുറകിലൊരു വിചാരമുണ്ട്, അതായത് ഫിലോസഫി. ആ ഫിലോസഫി മെക്കോളെ പ്രഭു 1853 കട്ട് ചെയ്തു ബൈ ബ്രിങ്ങിങ് ഇൻ സോ കാൾഡ് മോഡേൺ വെസ്റ്റേൺ സെൻട്രിക് എഡ്യൂക്കേഷൻ. അപ്പൊ അങ്ങനെ വരുമ്പോ എന്തൊറ്റെന്ന് വെച്ചാല് വി ആർ ഡൂയിങ് ലോട്ട് ഓഫ് റിച്വൽസ് ബട്ട് വി ഡോണ്ട് നോ ദ റീസൺ ബിഹൈൻഡ് ഇറ്റ്. അപ്പൊ ഇതിപ്പോ നിങ്ങൾക്ക് ഇപ്പൊ ക്രോസ് കൾച്ചറൽ എൻകൗണ്ടേഴ്സ് നിങ്ങൾക്ക് നല്ലൊരു
ഫൗണ്ടേഷൻ. അപ്പൊ ഞാൻ കളിയാക്കി പറയും ഒരു അൽക്വയ്ദ തരുന്നത്, ദ ബേസ്, നിങ്ങൾക്ക് ഒരു ബേസ് തരുമെന്നാണ് പറയണേ. അപ്പോ ജിഹാദിനൊരു മീനിങ് ഉണ്ട്, സെൽഫ് ഡെവലപ്മെന്റ് എന്ന്. അപ്പൊ അൽക്വയ്ദ കിട്ടണമെങ്കിൽ ഇന്ത്യൻ ഫിലോസഫി അറിയണം, ജിഹാദ് നടത്തണമെങ്കിൽ സെൽഫ് ഡെവലപ്മെന്റ് നടത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫേം പ്ലാറ്റ്ഫോം വേണം. അതിന് ഇന്ത്യൻ ഫിലോസഫി ഹെൽപ്പ് ചെയ്യും. പിന്നെ ഓഫ് കോഴ്സ് ഇഫ് യു ലേൺ ഇന്ത്യൻ ഫിലോസഫി, നിങ്ങൾക്ക് ഇത്രയും കാലം യു ആർ ഗുഡ് അറ്റ് ഡിസ്ക്രൈബിങ് തിങ്സ്, യു മൈറ്റ് ബി ഗുഡ് അറ്റ് കൺവെർസേഷണൽ ഇംഗ്ലീഷ്. ഞാൻ അതിനെ YMCA സ്റ്റൈൽ ഇംഗ്ലീഷ് എന്ന് പറയുന്നത്, അതായത് ഹൗ ടു മിമിക് ദ വെസ്റ്റേണേഴ്സ്. പക്ഷേ നിങ്ങൾക്ക് ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള എനിക്കൊരു നല്ല ഡൗട്ട് ഉണ്ട്. സോ ഇഫ് യു സ്റ്റഡി ഇന്ത്യൻ ഫിലോസഫി, വേദാന്ത ആൻഡ് all its school of thought, you don't have to believe it, and Vedanta will suit the sensibility of any atheist. ഓക്കെ, അപ്പോൾ വേദാന്തം പഠിക്കാൻ വേണ്ടി നമുക്ക് പല സോഴ്സസ് ഉണ്ട്. മലയാളത്തിൽ തന്നെ ശ്രീനാരായണ ഗുരുവിന്റെ കൃതികളും അതിനെ ചുറ്റിപ്പറ്റി മുനി നാരായണ പ്രസാദ്, നമ്മുടെ ഈ നടരാജ ഗുരു, നിത്യചൈതന്യയതി, നാരായണ ഗുരുകുലം കുറെ ഭാഷ്യങ്ങളും ആർട്ടിക്കിൾസും മോഡൽസും പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതൊരു നല്ല സോഴ്സ് ആണ്. ഓഫ് കോഴ്സ് ഭഗവത്ഗീത ഇസ് എ ഗുഡ് സോഴ്സ് ടു ഇന്ത്യൻ ഫിലോസഫി. കാരണം ഭഗവത്ഗീതയ്ക്ക് ഇത്രയും പ്രൊമിനൻസ് കിട്ടാൻ കാരണം എന്ന് വെച്ചാൽ, ഇഫ് യു വാണ്ട് ടു സ്റ്റഡി Indian philosophical ontology, Bhagavad Gita is one of the way by which you can actually get into the stuff. ഇനിയിപ്പോ നിങ്ങളുടെ റിലീജിയസ് സെൻസിബിലിറ്റി ചിലപ്പോൾ ഇത് അനുവദിക്കുന്നുണ്ടാവില്ല, പക്ഷെ അതിപ്പോ നിങ്ങൾക്ക് ഈ ഫിലോസഫി എല്ലാം ഇപ്പൊ നിങ്ങൾ ഏത് റിലീജിയൻ പ്രാക്ടീസ് ചെയ്തോ അതിന് മുമ്പേ ഉണ്ടായിട്ടുള്ളതാണ്. അപ്പോ യു ക്യാൻ യൂസ് ഇറ്റ് ആസ് എ ടൂൾ കിറ്റ് അറ്റ്ലീസ്റ്റ്. അപ്പോ ഇപ്പൊ ഇവിടെ ഞാൻ ഫേസ് ചെയ്യുന്ന ഇഷ്യൂ എന്താന്ന് വെച്ചാൽ, ഈ വിഷയത്തിൽ മിക്ക ആൾക്കാരും ഫിലോസഫി അങ്ങനെ പഠിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ലെറ്റ് ഇന്ത്യൻ ഫിലോസഫി ബി, ബിക്കോസ് ഇന്ത്യൻ ഫിലോസഫിയുടെ ഓണ്ടോളജിക്കൽ ടേംസ് നമ്മുടെ ലൈഫിൽ ഡെയിലി ഉണ്ട്. അപ്പൊ ഈ ഇടയ്ക്ക് എൻ്റെ ഒരു ഫ്രണ്ട് നിതിൻ വർഗീസ് പറഞ്ഞ കാര്യം, എന്റെയൊക്കെ ചെറുപ്പത്തിലെ മറ്റേ ഈ ഭക്ഷണം ഭിക്ഷ വാങ്ങിക്കാൻ പറ്റും, ധർമ്മം തായേ എന്ന് പറഞ്ഞു, ധർമ്മം മനസ്സിലായില്ലേ? അപ്പൊ ധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 10-60 മീനിങ്ങുള്ള ഒരു വാക്കാണ്. അപ്പൊ ധർമ്മ എന്ന് പറഞ്ഞാൽ റിലീജിയൻ ആണെന്ന് ചിലർ ട്രാൻസ്ലേറ്റ് ചെയ്യും, എത്തിക്കൽ ആക്ഷൻ എന്ന് വേറെ ആൾക്കാരെ ട്രാൻസ്ലേറ്റ് ചെയ്യും. അപ്പോ ഇനിയിപ്പോ പ്രപഞ്ച പ്രവാഹം എന്നാണ് ശ്രീനാരായണ ഗുരു അതിനെ ചെയ്യുന്നത്. അപ്പൊ ധർമ്മം, ഇപ്പോ നിങ്ങൾ പല തെലുങ്ക് പാട്ടൊക്കെ സത്യം, ന്യായം, ഇതിനൊക്കെ സ്പെസിഫിക് മീനിങ് ഉണ്ട്. ഇപ്പൊ അടുത്ത ജന്മത്തിലാവാം അവന് മോക്ഷം കിട്ടി, ഇപ്പൊ മോക്ഷത്തിന് സാൽവേഷൻ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷെ സാൽവേഷൻ ഇസ് എ ക്രിസ്ത്യൻ കൺസെപ്റ്റ്, മോക്ഷം ഈസ് ലിബറേഷൻ. അപ്പൊ എന്താണ് അതിന്റെ വ്യത്യാസം? അപ്പൊ സാൻസ്ക്രിറ്റ് അൺട്രാൻസ്ലേറ്റബിൾസ് ഉണ്ട്. ഇപ്പൊ സാൻസ്ക്രിറ്റിലെ പല കാര്യങ്ങളും നമ്മൾ ഡ്യൂളി ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ you get it wrong. അപ്പോൾ ബിഫോർ ഐ ഓപ്പൺ ദ ഫ്ലോർ വൺസ് അഗൈൻ, ഓക്കെ, ലാസ്റ്റ് മീം എന്താന്ന് വെച്ചാൽ, ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് തമ്മിൽ എന്താണ് ഫിലോസഫിയും ദർശനവും തമ്മിലുള്ള വ്യത്യാസം പുള്ളി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഹി വാണ്ട് ടു കൺവിൻസ് ഹിസ് atheist ഫ്രണ്ട്സ്. അപ്പൊ ഞാൻ പറഞ്ഞ ഫസ്റ്റ് കൺവിൻസ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഇതാണ്. കാരണം ഇന്ത്യൻ ഫിലോസഫി പഠിക്കാൻ ഭാഗ്യം വേണം എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ നിയോഗം വേണം, അല്ലെങ്കിൽ അത് കിട്ടില്ല. ഓക്കെ, പിന്നെ അതൊരു എക്സ്പീരിയൻഷ്യൽ ഫിലോസഫിയാണ്. അപ്പോ ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട് ടു ഗെറ്റ് ഇറ്റ് റൈറ്റ്. അപ്പൊ ഈ മോഡേൺ മെറ്റീരിയലിസ്റ്റിക് ഓണ്ടോളജിയുടെ മറ്റേ കരവലയത്തിലിരിക്കുന്ന ഒരാൾക്ക് അതൊരിക്കലും കിട്ടില്ല. അപ്പൊ ഫിലോസഫിയും ദർശനവും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്താന്ന് വെച്ചാൽ, ഫിലോസഫി ഒരു ഇന്റലക്ച്വൽ എക്സസൈസ് ആണ്, എ പ്രയോറി ലോജിക് ആണ്. ന്യായം ബിഫോർ യു എന്താ പറയാ യു അപ്ലൈ, ഇപ്പൊ ലോജിക് ബിഫോർ യു ആക്ച്വലി ഡു ഫിലോസഫിക്കൽ സ്പെക്കുലേഷൻ. അപ്പൊ പുതിയ കാര്യങ്ങളൊക്കെ ഇൻഡ്യൂസ് ചെയ്യാനൊക്കെ വളരെ ഡിഫിക്കൽട്ടാണ്. എന്ന സ്ഥാനത്ത് ഈ പൂർവപക്ഷ സ്റ്റൈൽ ഓഫ് ആർഗ്യുമെന്റ് വഴിയാണ് ഇന്ത്യൻ ഫിലോസഫി, ഡയലക്ടിക്സ് അല്ലെങ്കിൽ തർക്കവിദ്യ വഴിയാണ് ഇന്ത്യൻ ഫിലോസഫി വളർന്നത്. അതായത് തെസിസ് ഉണ്ടാവും, ആന്റി തെസിസ് ഉണ്ടാവും. അപ്പോ അവര് തമ്മില് ഇപ്പോ രണ്ടുപേര് അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റേ ഡിബേറ്റ് ചെയ്യും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് രണ്ടുപേരും കൂടി ഒരു കോമൺ ബേസിസ് പോയിന്റിലെത്തും. അപ്പോ ഈ ഇന്ത്യൻ ഫിലോസഫിക്കൽ അവര് ബ്രെയിൻ സ്റ്റോമിംഗ് എന്നൊക്കെ പറഞ്ഞ വെസ്റ്റിലുണ്ട്, പക്ഷെ ബ്രെയിൻ സ്റ്റോമിങ് ഈ ലോജിക്കിന്റെ എ പ്രയോറി നേച്ചർ പ്രശ്നം ഉണ്ടാക്കുന്നു. ഇന്ത്യൻ ഫിലോസഫി അങ്ങനെയല്ല, ഡയലക്ടിക്സ് വെച്ചിട്ട് റെപ്രസെന്റേറ്റീവ് വ്യൂ എടുത്തിട്ട് മറ്റേ ട്രൂത്ത് സിന്തസൈസ് ചെയ്തിട്ട് ലോജിക്കൽ വെരിഫിക്കേഷൻ പോസ്റ്റ് പ്രോസസിങ് ആയിട്ട് ചെയ്യും. അതാണ് അതിന്റെ വ്യത്യാസം. അപ്പൊ ഈ ശാസ്ത്രം വേഴ്സസ് സയൻസ്, അപ്പൊ ഈ രവീന്ദ്ര മാഷും മറ്റേ നമ്മുടെ വിഷ്ണു ഡോക്ടറൊക്കെ കുറെ കിർക്ക് പറയും. അപ്പൊ കിർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവരുടെ സത്താവിജ്ഞാനത്തിൽ നോക്കുമ്പോൾ അത് കറക്റ്റ് ആയിരിക്കാം, പക്ഷെ ഒരു സയൻസിന് കുറെ ഏരിയസിലോട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ പറ്റില്ല.
അപ്പോൾ അവിടെയാണ് മെറ്റാഫിസിക്സും ഫിലോസഫിയും ഒക്കെ ഒരു പിക്ചറിൽ വരുന്നത്. അപ്പൊ ഒരു ഫിലോസഫിക്കൽ റീസണിങ് പോയിന്റ് ഓഫ് വ്യൂല് അൺലെസ് സംതിങ് വയലേറ്റ്സ് നേച്ചർ, ഡോണ്ട് കെയർ അബൌട്ട് ഇറ്റ്, യു ക്യാൻ ആക്ച്വലി സ്പെക്കുലേറ്റ്. അത് ലോജിക്കൽ എന്ന് പറഞ്ഞ സാധനം ഒരു കളക്റ്റീവ് ലോജിക് ഓഫ് ദ പീപ്പിൾ ഷുഡ് ഡിറ്റർമിൻ ഇറ്റ് എന്നാണ് പറയുന്നത്. അപ്പോ ഇനിയിപ്പോ ചർച്ച നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ പറയുന്നതിൽ എന്തെങ്കിലും സംശയമുണ്ടോ? ഇനി ഫിലോസഫി ആൾറെഡി നിങ്ങൾ വായിച്ചോ പഠിച്ചിട്ടുണ്ടെങ്കിൽ വാട്ട് റോൾ philosophy has played in your software engineering life, or have you got advantage of understanding Indian philosophy? ഇനി അല്ലെങ്കിൽ some people can talk about consciousness studies, where the Western and Advaitic view actually converges. That is a topic in itself. We should actually take another thing. അപ്പൊ എന്ത് വേണമെങ്കിലും ഡിസ്കസ് ചെയ്യാം. നമുക്ക് ഫിലോസഫിയെ കൂടുതൽ അടുത്തറിയാനും സാധിക്കും. ഇനി അറിയാവുന്ന ഫിലോസഫി ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാനും ഈ ഫ്ലോർ ഉപയോഗിക്കാം. നൗ ഫ്ലോർ ഈസ് ഓപ്പൺ ഫോർ ഡിസ്കഷൻ. ഓക്കെ, എനിക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതായത് നമ്മള് പ്രസിദ്ധി പറഞ്ഞെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആർട്ടിക്കുലേഷൻ കൂടും ഫിലോസഫി അറിഞ്ഞാൽ. അത് ആ പ്രോസസ്സിലോട്ട് എങ്ങനെ ഒരാൾ എത്തും? കാരണം അല്ലെങ്കിൽ എനിക്ക് ഇംഗ്ലീഷ് നന്നായിട്ട് വർത്തമാനം പറയാൻ അറിയാം, അപ്പൊ എനിക്ക് ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ അറിയാം എന്നുള്ളൊരു അങ്ങനെയുള്ള ഒരു ചിന്തയിലുള്ള മനുഷ്യനാണെങ്കിൽ എങ്ങനെ അത് ഡിഫറൻഷിയേറ്റ് ചെയ്യും? അല്ല, ഇത് ദാറ്റ്സ് എ വണ്ടർഫുൾ ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ഞാൻ നമുക്ക് ഇംഗ്ലീഷിലോട്ട് പോണ്ട. മാത്തമാറ്റിക്സ് നല്ല ഇൻട്രസ്റ്റിംഗ് സബ്ജക്റ്റാണ്, നമുക്ക് പഠിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാനിപ്പോ പറയാം, ഞാനിപ്പോ കാൽക്കുലസ് പഠിക്കണെന്ന് പറഞ്ഞാലേ അത് ഞങ്ങൾ 3rd സെമസ്റ്ററിൽ പഠിച്ചതാണെന്ന് പറഞ്ഞിട്ടുണ്ടാവും. അത് തന്നെയാണ് വരും പറയുന്നത്, മനസ്സിലായില്ലേ? അതായത് ഇപ്പോ ഈ 2 പ്രശ്നമുണ്ട് അവിടെ. ഒന്ന്, ഒരു സോഷ്യൽ ഫ്ലോയില് ഇന്ത്യൻ ഫിലോസഫിക്കൽ ഡിസ്കഷൻസ് ആർ നോട്ട് ഇൻ വോഗ്. അപ്പോ അതിൽ ടൈം ഇട്ടിട്ട് എന്താണ് കാര്യം? ആ ടൈം വെസ്റ്റേൺ ഫിലോസഫിയിൽ ഇട്ട് കഴിഞ്ഞാൽ യു ക്യാൻ മിമിക് വെസ്റ്റേണേഴ്സ് മച്ച് ബെറ്റർ. 100 കൂട്ടം ചോദ്യങ്ങൾ വരും. എനിക്ക് ഇംഗ്ലീഷ് ആൾറെഡി അറിയാന്ന് പറയുന്നത് തന്നെ ഒരു ഭയങ്കര മണ്ടത്തരമാണ്. കാരണം ഈവൻ നമ്മുടെ ഇപ്പൊ കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് ഇംഗ്ലീഷ് ഉള്ളത് ശശി തരൂറിനാണെന്നാണ് പൊതുവെയുള്ള ധാരണ. ഞാനും അത് യോജിക്കുന്നു. പക്ഷേ അയാൾ സൈക്കോളജിക്കലി അയാൾക്ക് ഒരു ഇംഗ്ലീഷ് അറിയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ വെതർ പുള്ളി ഡൽഹിയിലോ അല്ല പുള്ളി ലോകത്ത് എവിടെ വളർന്നാലും. നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ വേറൊരു രീതിയിൽ ഞാൻ ശശി തരൂർ എന്താണ്, ആ കേരളത്തിലെ ആൾക്കാർക്ക് ചെറിയൊരു മോഡി വിരോധമുണ്ട്. ആ മോഡി വിരോധത്തിന് കൂടെ കുറച്ച് ഇംഗ്ലീഷ് കശകുമ്പോ പുള്ളിക്ക് ആക്സെപ്റ്റൻസ് കിട്ടും. ഇപ്പൊ AR റഹ്മാൻ മതം മാറി, ദിലീപ് മതം മാറി AR റഹ്മാൻ ആയി കഴിഞ്ഞപ്പോ എന്ത് പറ്റിയെന്ന് വെച്ചാല് പുള്ളിക്ക് സ്വീകാര്യത കിട്ടി. ഇപ്പൊ നാളെ പുള്ളി ദിലീപ് ആയി കഴിഞ്ഞാൽ ഈ ഇത്രയും സ്വീകരിച്ചവരൊക്കെ തന്നിക്കൊള്ളു, ഏത് മുസ്ലിംസ് ആണെങ്കിൽ. അപ്പൊ ഇപ്പൊ ഈവൻ ധർമ്മേന്ദ്രയൊക്കെ ഹേമമാലിനെ കല്യാണം കഴിച്ചിട്ട് ദിലാവർ എന്ന് പറഞ്ഞ മുസ്ലിം പേരിട്ട്. അപ്പൊ ഈ പറ്റിക്കാനും ഒക്കെ എളുപ്പമാണ്. പക്ഷെ ഒരു ഇന്റലക്ച്വൽ പോയിന്റ് ഓഫ് വ്യൂവില് ഒരാൾക്ക് ഇംഗ്ലീഷ് അയാൾ അറിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹി മൈറ്റ് ബി സ്പീക്കിംഗ് ഗുഡ് ഇംഗ്ലീഷ്, കൺവെർസേഷണൽ ഇംഗ്ലീഷ് ഉണ്ടായിരിക്കും. പക്ഷെ ഇൻഡക്ഷൻ, ഡിഡക്ഷൻ, അബ്ഡക്ഷൻ ഈ 3 പദങ്ങൾ ശ്രീജിത്തിന്റെ കമ്മ്യൂണിക്കേഷനിൽ ഉപയോഗിച്ചിട്ടുണ്ടോ? ഇല്ല, സ്ഥിരമായിട്ട്. അതായത് ഞാനൊരു ഇതല്ല. അപ്പോ ഇപ്പൊ പെർസെപ്ഷൻ എന്താണ്? ഇപ്പൊ പെർസെപ്ഷൻ മാനേജ്മെന്റ് എന്നുള്ള ടേം ഉണ്ട്. പക്ഷെ ശരിക്കും അതിനെ ഐഡിയലി സ്പീക്കിംഗ് അതിനെ കൺസെപ്ഷൻ മാനേജ്മെന്റ് എന്നാണ് വിളിക്കേണ്ടത് അല്ലെ? ഇപ്പൊ പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ നിങ്ങളുടെ അപ്പിയറൻസ് അല്ലേ, മനസ്സിലായില്ലേ? വിഷ്വൽ അല്ലേ ഇതേ പക്ഷെ നിങ്ങളുടെ പൊസിഷനിങ് ആണ് അയാൾ പൊസിഷൻ ചെയ്യേണ്ടത്. നിങ്ങളുടെ മുമ്പിൽ അപ്പിയറൻസ് മാത്രം മതിയോ? മനസ്സിലായ? അപ്പൊ കണ്ടോ? അപ്പൊ പക്ഷേ പെർസെപ്ഷൻ മാനേജ്മെന്റ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ, കാരണം അതാണ് കോമൺ പെർസെപ്ഷൻ. ഓക്കെ, അതിപ്പോ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ കൊച്ചിയിലൊരു IPL ക്ലബ്ബ് വന്നു. അപ്പൊ അതിന്റെ പേര് റാൻഡേവു സ്പോർട്സ് എന്നായിരുന്നു. അപ്പൊ ഈ റാൻഡേവു വിത്ത് സിമി ഗരേവാൾ എന്ന് പറഞ്ഞ ഒരു ടോക്ക് പണ്ട് സ്റ്റാറിൽ കണ്ടിട്ടുണ്ട്. അപ്പൊ അന്ന് മുതൽ ഞാൻ റാൻഡേവു എന്ന് പറയുമ്പോൾ എന്നെ കളിയാക്കുമായിരുന്നു. ഐ ഹാവ് ടു വെയിറ്റ് ഫോർ 2011 ടു മേക്ക് പീപ്പിൾ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദാറ്റ് ഈസ് റാൻഡേവു. അതെന്താണ്? ആ റാൻഡേവു സ്പോർട്സ് എന്നൊരു ക്ലബ്ബ് ഇവിടെ വന്നുകൊണ്ട് ഇവിടെ കിട്ടിയ. അപ്പോ സ്കെപ്റ്റിക്സ് ഉണ്ടാവും. അതായത് അതിപ്പോ നിങ്ങൾ ഇത് പഠിച്ചിട്ട് യു ഷുഡ് ബി ഏബിൾ ടു ആർട്ടിക്കുലേറ്റ് ഇറ്റ് മച്ച് ബെറ്റർ ദാൻ ദം. പക്ഷെ അറ്റ്ലീസ്റ്റ് ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ഹീറ്റഡ് ഷോപ്പ് ഫ്ലോറിൽ, അതായത് മറ്റേ IT കമ്പനീസിലും ഇതിലൊക്കെ മീറ്റിംഗ്സിലൊക്കെ ഡിബേറ്റ് നടക്കുമ്പോൾ when I am part of that debate, I am able to articulate far better than anybody around me. അത് എന്റെ ഇംഗ്ലീഷ് സൊഫിസ്റ്റിക്കേറ്റഡ് ആയതുകൊണ്ട്, എന്റെ ഓണ്ടോളജി സൊഫിസ്റ്റിക്കേറ്റഡ് ആയതുകൊണ്ട്. ആ ഓണ്ടോളജി സൊഫിസ്റ്റിക്കേറ്റഡ് ആയതിന്റെ റീസൺ ഇതാണ് ഇന്ത്യൻ ഫിലോസഫി.
ശ്രേയസിന് ഇവിടെ കിട്ടിയ ഓക്കെ അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു പദത്തിന് മീനിങ് ഉണ്ട്. ഇപ്പൊ ധർമ്മം, ധർമ്മസങ്കടം എന്നൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ ധർമ്മത്തിന് ഇപ്പോ മീമാംസയിൽ കൊടുക്കുന്ന മീനിങ് ആയിരിക്കില്ല യോഗസൂത്രയിൽ കൊടുക്കുക. മനസ്സിലായില്ലേ? ഓക്കെ അപ്പൊ അവിടെ ഇവിടെയൊക്കെ ഇത് അപ്പൊ 60ഉം 70ഉം അർത്ഥമുണ്ട്. അപ്പൊ ഈ മിക്ക വെസ്റ്റേൺ ഇപ്പൊ ഞാൻ സ്പാനിഷിൽ ഒരു വേദാന്ത ഡോക്യുമെന്ററി കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ കൗവിന് ഏതാണ്ട് 79 പര്യായമുണ്ട്. അപ്പൊ എവിടെയൊക്കെ ഈ പര്യായം ഉപയോഗിച്ചോ അതിന് വേറെ അർത്ഥങ്ങളുണ്ട്. അവിടെയൊക്കെ കൊണ്ടുപോയി കൗവ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. അപ്പോ വെസ്റ്റേൺ ട്രാൻസ്ലേഷൻസ് ഓഫ് ഉപനിഷത്ത് ആൻഡ് ഓൾവേസ് ആദ്യകാലങ്ങളിൽ ഭയങ്കര മോശമായിരുന്നു. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഈ ജഹാംഗീറിന്റെ ബ്രദറായിട്ടുള്ള ഡാരാ ഷിക്കോവ് ഉപനിഷത്ത് പേർഷ്യനിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് ആ പേർഷ്യന്റെ ലാറ്റിൻ ട്രാൻസ്ലേഷന്റെ മുകളിൽ കയറിയിട്ടാണ് ഹെഗല് ജർമ്മൻ അതിന്റെ മുകളിൽ ആരോ ജർമ്മൻ ട്രാൻസ്ലേഷൻ ചെയ്താണ് ഹെഗല് വായിച്ചത്. എന്നിട്ടാണ് അയാൾ ഇന്ത്യൻ ഫിലോസഫിയെ കുറിച്ച് പറഞ്ഞത്. അപ്പൊ ലോസ്റ്റ് ഇൻ ട്രാൻസ്ലേഷൻ ഒക്കെ കുറെ ഉണ്ട്. അപ്പോ ഇന്ത്യൻ ഫിലോസഫി ഉപയോഗിക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഹി ഷുഡ് നോ സാൻസ്ക്രിറ്റ് ഓർ എ ലാംഗ്വേജ് ലൈക്ക് മലയാളം വിച്ച് ഹാസ് ഗോട്ട് ഇറ്റ്സ് റൂട്ട്സ് ഇൻ സാൻസ്ക്രിറ്റ്. ഏത് ഹിസ്റ്റോറിക്കൽ സെൻസിലല്ല, ബിക്കോസ് തുഞ്ചത്ത് എഴുത്തച്ഛൻ ബോറോഡ് ലോട്ട് ഓഫ് ടേംസ് ഫ്രം സാൻസ്ക്രിറ്റ് ടു മലയാളം. അപ്പൊ മലയാളം ഒരു സാൻസ്ക്രിറ്റൈസ് ഭാഷയാണ്. ഇന്നാളെ ആരോ പറയുന്നത് കർണാടകയും കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ സാൻസ്ക്രിറ്റ് ഇതുള്ളത്. തമിഴ്നാട്ടിലുണ്ട്. തമിഴന്മാർ അത് വേണമെന്ന് വെച്ച് കുറയ്ക്കുന്നത്. ഇതൊക്കെയാണ് പൊളിറ്റിക്സ്. അങ്ങനെ ലാംഗ്വേജിന്റെ കൊഹിറൻസിനെ വരെ അവർ നശിപ്പിക്കുന്നുണ്ട്. അപ്പൊ തമിഴ് ഇത്ര വലിയ എക്സ്പ്രസീവ് ലാംഗ്വേജ് ഒന്നും അല്ല. അതിപ്പോ മോഡിയൊക്കെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി പുള്ളി അങ്ങനെ പറഞ്ഞതാ. അപ്പൊ മോഡിയോട് പ്രതിവാദനോടൊന്നും മോദി പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ വെള്ളത്തിലാവും. ഇവിടെ കിട്ടിയ അപ്പൊ തമിഴ് ഈ ആകെ 2-3 ബുക്കുണ്ട്. പക്ഷെ സാൻസ്ക്രിറ്റില് നിങ്ങൾക്ക് അതുമാതിരി ലിറ്ററേച്ചർ ഉണ്ട്. അപ്പോ ഈ ഇങ്ങനത്തെ പൊതുബോധത്തിനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതിപ്പോ കുറെ ചിലപ്പോ ഒരു വഴി എന്ന് പറഞ്ഞാൽ അയാളെ സ്നബ് ചെയ്യാന്ന് വിചാരിക്കും. ശ്രീധർ നിങ്ങൾ നിങ്ങളുടെ സുപ്പീരിയോറിറ്റി തെളിയിക്കണം ബൈ അണ്ടർസ്റ്റാൻഡിങ് ന്യൂആൻസ്ഡ് ആർഗ്യുമെന്റ് കൊടുത്തിട്ട്. എന്നിട്ട് യു ഷുഡ് ഗീവ് ക്രെഡിറ്റ് ടു ദ സോഴ്സ്. അപ്പൊ അങ്ങനെ അവർക്ക് ഇഗ്നോർ ചെയ്യാൻ പറ്റാണ്ടാവും. ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ ഞാൻ ഈ വേദാന്ത സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാൻ തുടങ്ങിയിട്ട് 8-9 years ആയിട്ടുള്ളൂ. അതിന് മുമ്പ് എനിക്ക് ഭാഗിക അണ്ടർസ്റ്റാൻഡിങ്ങേ ഉള്ളൂ. അത്ര ഇതൊന്നും ആയിരുന്നില്ല. പക്ഷെ ഞാൻ ആദ്യ കാലങ്ങളിൽ എൻ്റെ മലയാളം മണിപ്രവാള മലയാളം ആക്കി വെച്ചാൽ ഈ മണിപ്രവാള മലയാളം പറഞ്ഞു കഴിഞ്ഞാൽ സ്പഷ്ടത കൂടും, തെറ്റ് കുറയും. അപ്പൊ ഇൻഡസ്ട്രി മിനിസ്റ്റർ പി രാജീവ് ഇല്ലേ, പുള്ളിനെ ആൾക്കാർ കളിയാക്കും. പക്ഷെ പുള്ളിയുടെ സ്റ്റേറ്റ്മെന്റ് എടുത്തു വളരെ ആക്യുറേറ്റാ. അത് പുള്ളി പാർട്ടി സ്റ്റഡി ക്ലാസ്സിൽ എടുക്കണേ. പുള്ളി പൊതുജനങ്ങൾക്ക് വേണ്ടി എടുത്ത സ്റ്റഡീസ് ക്ലാസ് അല്ല അത്. അപ്പൊ ആ സഹാക്കന്മാരാണ് നിങ്ങളുടെ അടുത്ത് വന്ന് മലയാളത്തിലെന്ന് പറഞ്ഞാറുണ്ട്. മനസ്സിലായ? അവർക്ക് എടുക്കുമ്പോ ലോസ്റ്റ് ഇൻ ട്രാൻസ്ലേഷൻ വരില്ലേ. ഐഡിയോളജീനെ രാജീവ് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ലോക്കൽ സെക്രട്ടറിക്ക് എത്തിച്ചു കഴിഞ്ഞാൽ ലോക്കൽ സെക്രട്ടറിക്ക് ഇവിടെ മുമ്പിൽ തന്നെ രാജീവ് വ്യാവഹാരിക മലയാളം സംസാരിച്ച് എന്ത് പറ്റും? അവിടെ അഡൾട്രേഷൻ വരും, ചൈനീസ് വിസ്പർ മാതിരിയാവും. അത് വരാതിരിക്കാനാണ് ഇപ്പൊ മലയാളത്തിന് ഒരു പുനർജന്മം നൽകിയത് ഏത്തീസ്റ്റുകൾ, രവീന്ദ്ര മാഷൻകോ കുറെ പുസ്തകം എഴുതിയിട്ട്, വേദാന്തികള്, പിന്നെ ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് ദാർശനികര്. അവര് എപ്പോഴും സാൻസ്ക്രിറ്റൈസ്ഡ് മലയാളം ഉപയോഗിക്കുള്ളൂ പറയുമ്പോൾ. അതിന് കാരണമുണ്ട്. അത് അതിനൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അപ്പൊ അങ്ങനത്തെ ഒരു സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള പിന്നെ നമ്മൾ ഡെയിലി സംസാരിക്കുന്ന നമ്മുടെ സൈക്കോളജി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുക, അതിന്റെ റീസൺ ബിഹൈൻഡ് ഇറ്റ്. മനസ്സിലായില്ലേ? ഇപ്പൊ പല സ്ട്രീറ്റ് ഇന്ന് ചെയ്യുന്ന പല കാര്യങ്ങളുടെ പുറകിലുള്ള റാഷണൽ കട്ടായി പോയി. ആ റാഷണൽ നിങ്ങൾക്ക് തിരിച്ചു പിടിക്കുക. ഇവിടെ കിട്ടിയ അപ്പോ അതിപ്പോ ഞാൻ പറയട്ടെ, എന്നോട് സംസാരിച്ചാൽ മനസ്സിലാവുമല്ലോ. ഒരു ഇന്ത്യൻ ഫിലോസഫി പഠിക്കാത്ത ഒരാൾ ഇവിടെ ഈസ് ഫാർ എഡ്യൂക്കേറ്റഡ് ദാൻ മീ, അയാളുടെ ഓണ്ടോളജി വളരെ വീക്കായിരിക്കും, എപ്പിസ്റ്റമോളജി അതിലും വീക്കായിരിക്കും. കാരണം ഇനിയിപ്പോ സയൻസ് ബേസ്ഡ് ആള് പെർസെപ്ഷനും ഇൻഫറൻസും മാത്രമാണെന്ന് വിചാരിക്കുക. പക്ഷേ ലൈഫിൽ എക്സ്പെർട്ട് ടെസ്റ്റിമോണി, അനോളജി, പോസ്റ്റുലേഷൻ ആൻഡ് ആബ്സെൻസ് ക്രിയേറ്റ്സ് എ ഹ്യൂജ് ഇമ്പാക്ട്. അയാൾ മനോരോഗത്തിന്റെ അടിയിലാവും ശാസ്ത്രം മാത്രം വെച്ച് ജീവിച്ചു കഴിഞ്ഞാൽ. ഡൗട്ട് ഉണ്ടോ? അതിപ്പോ ഞാൻ ഒരു കാര്യം കണ്ടു. ഇപ്പൊ ശാസ്ത്രം പറയുന്ന ഒരാളോട് പറയാൻ പറ്റിയ 2 എക്സാമ്പിൾ പറയാം. ഒരു ജയപ്രസാദ് എന്ന് പറഞ്ഞ പുള്ളിയെ പറഞ്ഞു. പുള്ളി UK യിലുണ്ട്, ഇപ്പൊ ചെറുതൊക്കെ അറിയും. ഈ ആധുനിക യുഗത്തിൽ കാൽപ്പനികതയുടെ കുറവുണ്ടെന്ന് പറയണേ. അതായത് ഭാവാത്മകത അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഒരു ഇമാജിനേഷന്റെ കുറവുണ്ടെന്ന് പറയണേ ഈ ആൾക്കാർക്ക്. അപ്പൊ ഞാൻ പുള്ളിയും തമ്മിൽ സംസാരിച്ചപ്പോ വന്ന 2 എക്സാമ്പിൾ എന്താണെന്ന് വെച്ചാൽ, തകഴിയുടെ സിനിമയാണ് നമ്മുടെ എന്താ പറയാ ചെമ്മീൻ.
തകഴിയുടെ നോവലിനെ ആസ്പദമാക്കിക്കൊണ്ടുള്ള സിനിമയാണ് ചെമ്മീൻ. അപ്പൊ ചെമ്മീൻ മൂവി ഒരു ജർമ്മൻ ഡയറക്ടറെ കാണിച്ചു. അപ്പോ അത് കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. അപ്പൊ ജർമ്മൻ ഡയറക്ടർ പറഞ്ഞു, ഇറ്റ് സീംസ് ടു ബി ഓക്കെ, ബട്ട് ഐ എം സ്റ്റിൽ വണ്ടറിങ് വൈ പറിക്കുട്ടി ഈസ് ആഫ്റ്റർ കറുത്തമ്മ. പരിക്കുട്ടി എന്തിനാണ് കറുത്തമ്മയുടെ പുറകെ വൈ കാൻ ഹി ഗോ ആൻഡ് ഡേറ്റ് സമൺ എൽസ് എന്ന് വിളി വെച്ചേ. എന്നാലോചിച്ചോക്കെ, നമ്മുടെ ഇവിടെ ജ്ഞാനപീഠം കൊടുത്ത ഒരു കൃതിയുടെ സെൻട്രൽ തീം തന്നെ എന്താണ്? മുക്കുവ സ്ത്രീ ഫെയ്ത്ത്ഫുൾ ആയിരിക്കണം ഹസ്ബൻഡിനോട്, അല്ലെങ്കിൽ അവരുടെ കണവന് മറ്റേ കടലിൽ ചെല്ലാൻ പറ്റില്ല. അപ്പൊ ഇവര് പരിക്കുട്ടിയായിട്ട് അഫയർ ഇത് ചെയ്തത് അയാളെ ബാധിച്ചു എന്നൊക്കെയാണ് സിനിമയുടെ തീം. മനസ്സിലായില്ലേ? അപ്പൊ പരിക്കുട്ടിക്ക് വേറെ ആളെ ഡേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ ആ കഥയുണ്ടോ അവിടെ? നമ്മൾ തകഴി ശിവശങ്കരപ്പിള്ളയെ കുറിച്ച് പറയൂ, നിങ്ങൾ തകഴിയിലൂടെയൊക്കെ പോയാൽ മതിയായിരിക്കും. അയാളാ കോസ്റ്റൽ ഏരിയയിലാണ് ആ സിനിമയുടെ ഇത് കാണിക്കണമെങ്കിലും നിങ്ങൾക്ക് അറിയാം അയാളുടെ വീടൊക്കെ ഉണ്ട്, നമ്മള് ഇടത്തുവല്ലോ അങ്ങോട്ട് പോകുമ്പോ കാണാം. അപ്പോ ഇതാണ് ഒന്ന്. പിന്നെ ഒരു സായിപ്പ് തളർന്നൊരു ബ്രാഹ്മിന്റെ വീട്ടിൽ പോയി, ഒരു പ്രീസ്റ്റിന്. അപ്പോ വെള്ളം കിട്ടുമെന്ന് ചോദിച്ചപ്പോ പ്രീസ്റ്റ് പറഞ്ഞ്, മറ്റേ വെള്ളമില്ല, അല്ലെ വെള്ളമല്ല, കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോന്ന് ചോദിച്ചപ്പോ ഇപ്പൊ ഇല്ല, ഞാൻ ഗംഗാജലം തരട്ടോ എന്ന് ചോദിച്ചു. അപ്പൊ സായിപ്പ് പറഞ്ഞു, ഓ വാട്ടർ ഈസ് എക്സ് ടു ഗീവ് ഇറ്റ് എന്ന് പറഞ്ഞു. അപ്പൊ പ്രീസ്റ്റ് എന്താ വിചാരിച്ചേ? ഇയാൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ഹോണറാണ് ഗംഗാജലം കൊടുക്കുക എന്നുള്ളത്, അല്ലേ? അപ്പൊ ഇയാള് അതിന് സയന്റിഫിക് റിഡക്ഷനിസം ഉപയോഗിച്ച് കഴിഞ്ഞപ്പോ അയാൾ വാതിലടച്ചു വന്നു. അപ്പോ ഈ പലപ്പോഴും എനിക്ക് ഇംഗ്ലീഷ് അറിയാം, ഐ ക്യാൻ ആർട്ടിക്കുലേറ്റ് ഫാർ ബെറ്റർ ദാൻ യു എന്ന് പറയുന്നവന് അവനൊരു മെക്കോളെ ഹൃദയമുള്ളവനായിരിക്കും. സെൽഫ് റെസ്പെക്ട് കുറവാവന ചാൻസ്. അപ്പൊ ഞാൻ കുറച്ച് പറഞ്ഞു നോക്കും, പറ്റിയില്ലെങ്കിൽ ഞാൻ സ്ലഡ് ചെയ്യും. അതേ വഴിയുള്ളൂ. അത് ഞാൻ ഓപ്പൺ ആയിട്ട് പറയാം. അല്ലെ, ഇപ്പൊ എനിക്ക് ആദ്യം ഇപ്പൊ മലയാളം പറയുമ്പോ എന്നെ കളിയാക്കുമായിരുന്നു, എനിക്ക് കിളി പോയി എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഐ പെർസിസ്റ്റഡ്. കുറെ കഴിഞ്ഞപ്പോ എന്ത് പറ്റി, എൻ്റെ ഒരു ഫ്രണ്ട് അവന്റെ ഫ്രണ്ട് പറയും, നമ്മൾ മര്യാദക്കൊന്നും നോക്കില്ലേ, സുഹൃത്തു വലയം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അവിടെ ഇരിക്കണ പിള്ളേർ കാക്കയായിരുന്നു. അപ്പൊ കാക്ക പിള്ളേരൊക്കെ ഞെട്ടി, എന്തുട്ടോടെ നീ പറഞ്ഞേ? അപ്പൊ ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ എന്ന് പറഞ്ഞേ, മനസ്സിലായേ? അപ്പൊ ഈ ഞാൻ പറയുന്ന പോയിന്റ് എന്ന് വെച്ചാല്, നിങ്ങൾക്ക് ഇപ്പൊ ഒരു വെസ്റ്റേണറിനെ അവന്റെ ഓണ്ടോളജിയിൽ അവന്റെ ഭാഷയിൽ അവനെ ഔട്ട്സ്മാർട്ട് ചെയ്യും എന്നാണ് പറയുന്നത് ശ്രീത്. അതല്ല ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുക, അതല്ലേ ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കണേ. അവിടെ നിന്നാണ് ഈ സായിപ്പ് ഭക്തി എല്ലാം വരുന്നത്. പിടികിട്ടിയ ഇന്ത്യൻ ഫിലോസഫി മര്യാദയ്ക്ക് പഠിച്ചു കഴിഞ്ഞാല് വെസ്റ്റേൺ ഫിലോസഫി നഴ്സറി കുട്ടികളുടെ ഫിലോസഫിയാ. ഞാൻ അതിലൊരു ഡൗട്ട് ചോദിക്കട്ടെ. നേരത്തെ പറഞ്ഞില്ലേ വെസ്റ്റേൺ ഫിലോസഫി ഹ്യൂമൻ സെൻട്രിക് ആണെന്നുള്ളത്. അത് വെസ്റ്റേൺ ഫിലോസഫിയിൽ ചർച്ചിന്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് വന്നാണെന്ന് പറഞ്ഞാലോ? അല്ല, അത് വെസ്റ്റേൺ ഫിലോസഫി തന്നെ ആന്റി ചർച്ചാണ്. അവിടെയാണ് പ്രശ്നം വന്നത്. അതായത് ഇപ്പോ വേദാന്ത ഒന്നാമത് ഒരു കാര്യം മനസ്സിലാക്കുക, സ്പിരിച്വാലിറ്റി വേൾഡിൽ എല്ലായിടത്തും ഉണ്ട്. ഗ്രീസിലും ഉണ്ട്, സിറിയയിലുണ്ട്, ലാറ്റിൻ അമേരിക്കയില് ഫിലോസഫേഴ്സും എല്ലാം ഉണ്ട്. പക്ഷേ 4th സെഞ്ചുറിയിൽ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി അയാളുടെ അങ്ങനെ കൺവേർട്ട് ആയില്ല എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് റിലീജിയൻ ക്രിസ്ത്യാനിറ്റി ആക്കി, ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്രിസ്ത്യാനിറ്റി ഉണ്ടാക്കി. മനസ്സിലായില്ലേ? അപ്പൊ എന്ത് പറ്റിയെന്ന് വെച്ചാല്, എന്നിട്ട് അവര് മറ്റേ ഹെറ്ററോഡോക്സ് ആയിട്ടുള്ള എല്ലാ ലിറ്ററേച്ചർ കത്തിച്ചു കളയുകയും മറ്റേ പാഗൻ ബിലീഫ്സിനെയൊക്കെ സിസ്റ്റമാറ്റിക്കലി അടിച്ച് ഒരു സ്കൈ ഡാഡി സ്റ്റൈൽ ഗോഡിനെ അവിടെ കൊണ്ടുവന്ന് പ്രതീക്ഷിച്ചു വേൾഡിന്റെ സൈക്കിയിൽ. അപ്പോ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പോ ചർച്ചും സയൻസും തമ്മിൽ സിന്തസൈസ് ചെയ്യാം. സയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റാഷണൽ റീസണിങ് ആയിട്ട് സെയിന്റ് തോമസ് അക്വിനാസ് ഒക്കെ കുറെ ശ്രമിച്ചെങ്കിലും അതൊരു മൈനോറിറ്റി ഡിസിപ്ലിൻ ആയി. പിന്നെ 13th സെഞ്ചുറിയില് മറ്റേ പ്രൊട്ടസ്റ്റാന്റിനിസം വന്നപ്പോഴാണ് ഇത് വീക്കായത്. അപ്പൊ കാത്തലിക് വേഴ്സസ് പ്രൊട്ടസ്റ്റന്റ് ബാറ്റിലിന്റെ ആ വെഡ്ജാണ് സയൻസ് ഉപയോഗിച്ച് സയൻസ് ബേസ്ഡ് റാഷണലിസം അല്ലെങ്കിൽ സയൻസ് ബേസ്ഡ് പൊളിറ്റിക്കൽ മൂവ്മെന്റ്, ഒരു ചർച്ച് തന്നെ ഫ്രാൻസിസ് ബാക്കൺ ഉണ്ടാക്കിയതിന്റെ ഫലമാണ് നമ്മൾ ഇന്ന് കാണുന്നത്. അപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് യു ടേക്ക് എ ലുക്ക് അറ്റ് ഇറ്റ്, ഈ മോഡേൺ എത്തീസം ഈസ് ആക്ച്വലി ക്രിസ്ത്യാനിറ്റി തന്നെയാണ്, പക്ഷെ അതിനെതിരാണെന്നുള്ളൂ. കത്തോലിസിസത്തിനെതിരെ ക്രിസ്ത്യാനിറ്റി എന്ന് പറയാൻ പറ്റില്ല.
മനസ്സിലായില്ലേ? കത്തോലിസത്തിനെതിരെയുള്ള ഒരു ഫൈറ്റാണ്. അപ്പൊ അവിടുന്ന് അപ്പോ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ ഇൻഡിവിജ്വലിന് അത്രയും നാള് ഗോഡിന്റെ ഇത് വേണമായിരുന്നു. ഗോഡ് ഷുഡ് ബെസ്റ്റ് ഓഫ് ഇറ്റ്സ് ലക്കോ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ തലയിലേക്ക് വെച്ചാലേ നിങ്ങൾക്ക് ഗുണം ഉണ്ടാവുള്ളൂ. ചർച്ച് അല്ലെങ്കിൽ സഭ ആക്ടഡ് ആസ് എ മീഡിയേറ്റർ ബിറ്റ്വീൻ ദ ഇൻഡിവിജ്വൽ ആൻഡ് ദ ഡിവൈൻ. ഓക്കെ, അപ്പൊ ഇന്ത്യൻ ഫിലോസഫിയും ഇവൺ ഗ്രീക്ക് മിലേഷ്യസ് ഫിലോസഫി ആ ഫിലോസഫിയൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡിവൈനും ഹ്യൂമനും തമ്മിൽ സെപ്പറേഷൻ ഉണ്ടായിരുന്നില്ല. അതിന്റെ ഇടയിലേക്ക് ഒരു ചർച്ചും ഒരു സോഷ്യൽ മൂവ്മെന്റ് ഒക്കെ കൊണ്ടുവന്ന് വെച്ചത് ഈ ജുഡായിസം, ക്രിസ്ത്യാനിറ്റി ആൻഡ് ഇസ്ലാം, സെമറ്റിക് മതങ്ങളുടെ ഫലമാണ്. അപ്പൊ സെമറ്റിക് മതങ്ങളുടെ ഇതിൽ പ്രൊമിനന്റ് മതമായ ക്രിസ്ത്യാനിറ്റിക്ക് എതിരെയുള്ള ഒരു പ്രതിപ്രവർത്തനമാണ് മോഡേൺ വെസ്റ്റേൺ ഫിലോസഫി. മോഡേൺ വെസ്റ്റേൺ ഫിലോസഫി ചർച്ചയായിട്ട് എപ്പോഴും ഫ്രിക്ഷനിലാണ്. ഓക്കെ, പല രീതിയിലൊക്കെ സിന്തസൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അവിടെ നിന്ന് വന്നതാണ് ആ ആന്ത്രോപോമോർഫിസം. ഡൗട്ടില്ല, അത് ചിലപ്പോ അത് റിയാക്ഷൻ ആയതുകൊണ്ടായിരിക്കും. ഇപ്പൊ ചർച്ച് പറയണത് ഡിവൈൻ ഉണ്ടെന്നാണല്ലോ, പരിശുദ്ധാത്മാവ് ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ ഇവര് പറഞ്ഞ വെച്ചാല് മാൻ ക്യാൻ ടേക്ക് ഹിസ് ഫ്യൂച്ചർ ഓൺ ടു ഹിസ് ഹാൻഡ്സ്. അപ്പോ ഇപ്പൊ സയൻസ് ഇപ്പൊ ചിലപ്പോ നമ്മൾ അപ്പോ ഒരു ഇപ്പൊ സയൻസിന്റെ തന്നെ ഒരു പൊളിറ്റിക്കൽ പ്രോബ്ലം എന്താണ്? സയൻസ് പറയുന്നത് എന്താണ്? ഒബ്ജക്റ്റീവ് ട്രൂത്ത് ഈസ് ദി ഓൺലി ട്രൂത്ത്. അപ്പൊ ഒബ്ജക്റ്റീവ് ട്രൂത്ത് ആണ് ഓൺലി ട്രൂത്ത് ആകുമ്പോ ഉള്ളൊരു പ്രോബ്ലം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് വാട്ട് അബൌട്ട് ദി സബ്ജക്റ്റീവ് ട്രൂത്ത്? അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ ഈ പറയുന്നത് ലാല് പെർസീവ് ചെയ്യുന്നത് ഞാൻ ഉദ്ദേശിക്കുന്ന രീതി തന്നെയാണെന്നില്ലല്ലോ, തിരിച്ചു. ഓക്കെ, അപ്പോ അങ്ങനെ വരുമ്പോ എന്താ വെച്ചാൽ അവരെന്തുകൊണ്ടാണ് സബ്ജക്റ്റീവ് ട്രൂത്ത് അല്ലെങ്കിൽ സബ്ജക്ടിവിറ്റി ബാനിഷ് ചെയ്യാൻ നോക്കുന്നത്? കാരണം സബ്ജക്ടിവിറ്റി ഈസ് ദ സോഴ്സ് ഓഫ് ദ സ്പിരിച്വാലിറ്റി ആൻഡ് ദസ് റിലീജിയൻ എന്നാണ് ഇവരുടെ കണ്ടുപിടുത്തം. അപ്പോ റിലീജിയനും സ്പിരിച്വാലിറ്റിനെയും ഇവർ ബാനിഷ് ചെയ്യുന്നത്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ റിലീജിയൻ, സ്പിരിച്വാലിറ്റി ആൻഡ് സയൻസ് മൂന്നാണ്. അപ്പോ സ്പിരിച്വാലിറ്റി has got nothing to do with religion ശരിക്കും. But of course people associate religion with spirituality. കാരണം you can be അതുകൊണ്ടാണ് പറയുന്നത് spirituality is a worldwide phenomena. ഇപ്പൊ എന്നോട് ചോദിക്കും, then why are you saying that Vedanta gives the most rational explanation as far as I am concerned. Perhaps I am being colored by my language, culture and my pride in my culture, but that hasn't harmed me. അപ്പൊ അതിന് ഇതാണ് ലാലെ ഒരു ആൻസർ. അതായത് ക്രിസ്ത്യാനിറ്റി ആയിരിക്കാം ഷുവർ ആയിട്ടും. കാരണം മോഡേൺ ഫിലോസഫി, വെസ്റ്റേൺ ഫിലോസഫി ഇസ് എ കൗണ്ടർ കാത്തോളജി, ഒരു കൗണ്ടർ മൂവ്മെന്റ് ടു കാത്തോലിസിസം. അതും ഇപ്പൊ ഞാൻ പറയട്ടെ, അതിപ്പോ ശാസ്ത്രമാത്ര വാദം അഥവാ സയന്റിസം. ഇപ്പൊ സയൻസ് തന്നെ ഭരിക്കുന്നത് ലോജിക്കൽ പോസിറ്റിവിസ്റ്റുകളാണ്, മനസ്സിലായില്ലേ? അപ്പോ അതിൽ തന്നെ അത് സ്ലൈറ്റ് ആയിട്ട് മാറ്റി കഴിഞ്ഞാൽ ചിലപ്പോ യു വിൽ സി എ ബെറ്റർ വേൾഡ്. അപ്പൊ ആ ഫ്രെയിം വർക്സിലോട്ടുള്ള വേൾഡിൽ വരുമ്പോ വരുന്നതാണ്. അതാണ് എനിക്ക് തോന്നിയത്. പറഞ്ഞു. ഞാൻ അധികം ഫിലോസഫി സംഭവങ്ങൾ കണ്ടിട്ടില്ല, പക്ഷേ എനിക്ക് തോന്നിയേക്കണത് അതുപോലെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫിലോസഫറും ഒരു സയൻറ്റിസ്റ്റും തമ്മിലുള്ളൊരു ഡിസ്കഷൻ വന്നു കഴിഞ്ഞാൽ ഫിലോസഫറിൻ്റെ വ്യൂ മിക്കവാറും ഹ്യൂമൻ സെൻട്രിക് ആയിരിക്കും. അതിൽ ഇതെനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതായത് ദൈവം, ആ ഇൻഫ്ലുവൻസ്, അതായത് ആ ഒരു ഫീൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ചോദിച്ചാൽ അല്ല അത് പക്ഷെ അവിടെ ആ ചോദ്യത്തിനൊരു ഉത്തരവുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോ സയൻസ് വാട്ട് എവർ, ഇപ്പൊ ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ അല്ലെങ്കിൽ ന്യൂട്ടൺസ് 3 ലോസ്, അതേമാതിരി കുറെ ലോസ് ഉണ്ട്. അത് ബേസിസ് വെച്ചുകൊണ്ട് നിങ്ങൾ ആർഗ്യൂ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാല് ചിലപ്പോ ഹ്യൂമൻ സ്കെയിലിൽ ഹ്യൂമൻ ലെവലിൽ അത് സ്കെയിൽ ആവണമെന്നില്ല, മനസ്സിലായില്ലേ? ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഇപ്പോ എന്താ പറയാ, ഈ ഒരു സ്ഥലത്ത് ലാൻഡ് ഡിവൈഡ് ചെയ്യാണ് ഒരു അച്ഛൻ. ഒരാൾക്ക് റോഡ് സൈഡിലെ ലാൻഡ് കൊടുക്കുന്നു, ഒരാൾക്ക് പുറകിലെ കൊടുക്കുന്നു. ഒരു ഫെയർ ഡിവിഷൻ തന്നെ ചെയ്യാൻ പറ്റുക. പക്ഷെ ഫെയർ ഡിവിഷൻ ചെയ്യാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡ് സൈഡിലുള്ള ലാൻഡിന് വില കൂടുതലായിരിക്കും, മറ്റേ പുറകിലുള്ള വില. അപ്പൊ വാല്യൂ വെച്ചിട്ട് അളക്കണം. ഇനി ചിലപ്പോ ഈ റോഡ് സൈഡിൽ ഭൂമി കിട്ടണവൻ കൃഷിക്കാരനും പുറകെ ഭൂമി കിട്ടണം കച്ചവടക്കാരനായി കഴിഞ്ഞാൽ അവിടെ വീണ്ടും കോൺഫ്ലിക്റ്റ് വന്നു. അപ്പൊ ആ ഒരു സബ്ജക്റ്റീവ് എലമെന്റിനെ ഡിസ്റിഗാർഡ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് നമുക്ക് ലൈഫ് ഉണ്ടാക്കാൻ പറ്റുക? അപ്പൊ ഫിലോസഫർ കുറച്ചും കൂടി ഹോളിസ്റ്റിക് ആയിട്ട് ചിന്തിക്കുന്നതുകൊണ്ട് അങ്ങനെ തോന്നുന്നതാണ്, മനസ്സിലായില്ലേ? ഇപ്പൊ ലോ ഓഫ് നേച്ചറിനനുസരിച്ച് തന്നെ ഹ്യൂമൻ അതിനൊരു വേറൊരു ദാർശനിക പ്രശ്നമുണ്ട്. വാട്ട് ഈസ് കൾച്ചർ? കൾച്ചർ ഈസ് റിയാക്ഷൻ ടു നേച്ചർ.
അപ്പൊ അതാത് സ്ഥലത്തെ നേച്ചറിനെതിരെ ഉള്ള ഒരു വെല്ലുവിളിയാണ് കൾച്ചർ. എന്നിട്ട് അത് വെച്ചിട്ടാണ് ഹ്യൂമൻസ് നേച്ചറിനെ വെല്ലുവിളിക്കുന്നത് ശരിക്കും, ഇല്ലേ? അപ്പൊ അങ്ങനെ വരുമ്പോ ഇടയ്ക്ക് അപ്പൊ എന്ത് ചെയ്യും, നേച്ചർ ഔട്ട് പോർ ചെയ്യും, വയനാട് ദുരന്തം വരും, വെള്ളപ്പൊക്കം വരും, അങ്ങനെ. അപ്പോ ഒരു പ്രോബ്ലം ഉണ്ട്. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഈ എവരിത്തിങ് നേച്ചറിനെ ബിലീവ് ചെയ്ത് കഴിഞ്ഞാൽ സിവിലൈസേഷൻ ഉണ്ടാവില്ല. ഇപ്പോ എന്റെയൊക്കെ ചെറുപ്പത്തിലെ പല ക്രിസ്ത്യൻസിനും ഹിന്ദുസിനോടുള്ളത് തന്നെ, ഈ ഹിന്ദുസ് ജീവിക്കുന്ന സ്ഥലത്ത് നിറച്ചും കാടും കാവും ഒക്കെ ഉണ്ടാവും, ഒരു പുരോഗതി ഉണ്ടാവില്ല എന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു, അപ്പൊ കോൺക്രീറ്റ് ജംഗിൾ ഉണ്ടാക്കിയിട്ടിട്ട് അവിടെ ഭയങ്കര ചൂടൊക്കെ ഉണ്ടാക്കി വെന്ത് ജാവനാണോ ജീവിതം എന്ന് ചോദിക്കും. നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പൊ അങ്ങനെ നോക്കുമ്പോ ഹിന്ദുസ് ആർ ലിവിങ് അക്കോർഡിംഗ് ടു ദ നേച്ചർ, അല്ലെ? അതുകൊണ്ടാണല്ലോ കാവും മറ്റേതും ഒക്കെ പ്രൊട്ടക്ട് ചെയ്ത് വെച്ചിരുന്നത്. പക്ഷേ ഒരു മോഡേൺ മാൻ ഇപ്പൊ പല ഹിന്ദുക്കളും പറഞ്ഞിട്ടുണ്ട്, നമ്മളെ ഈ പൂജയും മറ്റേതൊക്കെ കണ്ടുപിടിക്കുക നസ്രാണീനെ അല്ലെങ്കിൽ കോയമരെ കണ്ടുപിടിക്കാൻ പറയും. അതൊന്നും ഒരു സസ്റ്റൈനബിലിറ്റി പോയിന്റ് ഓഫ് വ്യൂ കറക്റ്റ് അല്ല. അപ്പൊ നിങ്ങൾ പറഞ്ഞ സിറ്റുവേഷൻ മറ്റാള് ജസ്റ്റ് ഒരു എന്താ പറയാ കൾച്ചറൽ ഇമോഷണൽ ഫാക്ടേഴ്സ് എടുക്കാണ്ടുള്ള ഒരു വിഷൻ ആയിരിക്കും സയന്റിസ്റ്റ് തന്നെ. ഫിലോസഫർ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് ഹി വിൽ ബ്രിങ് ഹ്യൂമൻ സെൻട്രിസിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹ്യൂമന്റെ കൺസേൺസ് ആണ് അയാൾ പറയുന്നുള്ളൂ. മനസ്സിലായില്ലേ? ഫിലോസഫറും നേച്ചറിനനുസരിച്ചിട്ടല്ല പറയുന്നത്. നമ്മളിവിടെ ഫിലോസഫിയാ പറഞ്ഞ, മനസ്സിലായില്ലേ? ഇപ്പൊ സയൻസ് ആണെങ്കിൽ തന്നെ എന്ത് പറ്റിയെന്ന് വെച്ചാൽ സയൻസ് ആണ് ബെറ്റർ തിങ് ടു ഫിലോസഫി. പക്ഷെ പ്രശ്നം എന്താണ്, നേച്ചറായിട്ട് സയൻസ് എടുത്ത് കിടക്കണേ. പക്ഷെ അതിന്റെ അവിടെ റിപ്പീറ്റഡ് ലോസ് ഉണ്ടെന്നും നമുക്ക് അത് സ്റ്റഡി ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു പ്രീസപ്പോസിഷൻ ഉണ്ട് സയൻസിന്, ശരിയല്ലേ? അല്ലെങ്കിൽ പ്രോമിസറി മെറ്റീരിയലിസം എന്ന് പറയും. ഇവൻച്വലി സയൻസ് വിൽ ഫൈൻഡ് ആൻസർ ഫോർ എവരിത്തിങ്, നൗ ആൻസർ ഇല്ല എന്ന് പറയും, ഇല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞ വെച്ചാല് അൺലെസ് ആൻഡ് അൺടിൽ സയൻസ് ഫൈൻഡ്സ് ദാറ്റ് ആൻസർ നമ്മൾ എന്ത് ചെയ്യും? അപ്പൊ ഫിലോസഫി ഇസ് ദി ഓൺലി കോഴ്സ്. അവിടെയാണ് ഈ ഇന്ത്യൻ വേ ഓഫ് ലുക്കിംഗ് അറ്റ് തിങ്സ്. അതായത് ഇപ്പൊ ഈ പല വെസ്റ്റേൺ അതാണല്ലോ വെസ്റ്റേൺ സൊസൈറ്റി ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ് മെറ്റീരിയലിസ്റ്റിക് ഫിലോസഫിയുടെ ഒരു പ്രോബ്ലമാണ്. അപ്പൊ ഇപ്പൊ ഞാനിവിടെ മനുഷ്യ കേന്ദ്രീകൃതം എന്ന് പറഞ്ഞാല് ഇന്ത്യൻ ഫിലോസഫിയുടെ ടെക്സ്റ്റ് എടുത്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാല് മാൻ ഈസ് ജസ്റ്റ് അനദർ സ്പീഷീസ് ഇൻ ദ നേച്ചർ. ഇന്ന സ്ഥാനത്ത് മോഡേൺ വെസ്റ്റേൺ ഫിലോസഫിക്കൽ മാൻ ഈസ് ദ സെൻട്രൽ പീസ് എന്നുള്ള രീതിയിലാണ് ഉദ്ദേശിച്ചത്. ഈ ഡിസ്കഷനില് ഇപ്പൊ ലാല് കാണുന്നു, ഇത് ഞാൻ പറഞ്ഞത് ഒരു ഫിസിസിസ്റ്റ് എന്നുള്ള രീതിയിലല്ല, ഒരു ബയോളജിസ്റ്റ് മനസ്സിലായി, പറഞ്ഞു. അല്ല, പക്ഷെ അവിടെയും ഇങ്ങനെ കണ്ടുകൂടെ? ഈ ഫിലോസഫർ ആ ഡിസ്കഷൻ ബ്രോഡൻ ചെയ്തു എന്ന് കണ്ടുകൂടെ? ലോജിക്കൽ റിഗർ കളഞ്ഞു എന്ന് കാണുന്നതിന് പകരം. അതെ പക്ഷേ അല്ല, അപ്പൊ നിങ്ങൾ 100% റിപ്പീറ്റബിലിറ്റി പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇപ്പൊ നമ്മള് ഒരാളൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡിറ്റർമിനിസ്റ്റിക്കലി ട്രൂ ആവണമെന്ന് നിർബന്ധം ഉണ്ടോ നിങ്ങൾക്ക്? അങ്ങനെയാണെങ്കിൽ ശരി, നമുക്ക് സയൻസിന്റെ അല്ലെങ്കിൽ ഹാർഡ് സയൻസിന്റെ മറ്റേ പരിധിയിലോട്ട് കണ്ടത് ഫിലോസഫറിനെ തന്നെയാണോ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ആയിരിക്കണം അങ്ങനെ ഫിലോസഫർ തന്നെയാണോ എന്ന് വെച്ചാ അതായത് ഈ ഇപ്പൊ ലാൽ ആദ്യം പറഞ്ഞപ്പോ സാർ അത് ഒരു ബ്രോഡർ പെർസ്പെക്റ്റീവിൽ കൊണ്ടുപോയി. പക്ഷെ ഇപ്പൊ ലാക്ക് ഓഫ് റിഗർ ഫീൽ ചെയ്തിരുന്നെങ്കിൽ അത് ഫിലോസഫർ ആവാൻ സാധ്യത ഞാൻ കാണുന്നില്ല. അതായത് ആ ഡിസ്കഷന്റെ കോണ്ടെക്സ്റ്റ് വേറെ ആയിരിക്കണം ചിലപ്പോ. അല്ല, അത് ഫിലോസഫർ കൊണ്ടുപോയെന്നല്ല, ലാലിന്റെ പെർസെപ്ഷൻ അബൌട്ട് ഫിലോസഫർ ആണ്. ഞാനിത് ഇൻസ്റ്റൻസിന് ഇതല്ലോ പറയണേ. ഞാൻ പല ഇൻസ്റ്റൻസിൽ പല രീതിയിൽ കണ്ടിട്ടുണ്ട്. ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻസിനെ ബേസ് ചെയ്തല്ല ഞാൻ പറയണ. അല്ല, അത് ലാലിന്റെ ഇപ്പൊ ഒരു കാര്യമുണ്ട്. ലാല് അന്ന് കണ്ട വേൾഡ് അല്ലെങ്കിൽ ഇന്ന് കണ്ട വേൾഡ് ഇപ്പൊ നിങ്ങളിപ്പോ ഇന്ത്യൻ ഫിലോസഫിയും വെസ്റ്റേൺ ഫിലോസഫിയും സയൻസും വൂഡു മാജിക്കിനെയൊക്കെ ഒരു ഈക്വൽ ഡിസ്റ്റൻസിന് ടൈം കൊടുത്തു നോക്കിയിട്ടൊന്ന് കാണാമോ? അല്ല, അതിപ്പോ മെയിൻ കാര്യമുണ്ട് കേട്ടോ. നമ്മളൊരു IT പ്രൊഫഷണലോ അല്ലെങ്കിൽ നമ്മുടെ ഇമ്മീഡിയറ്റ് പ്രോബ്ലത്തിൽ നിന്ന് നമ്മൾ ചിലപ്പോൾ വേൾഡ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പലതും ഇറ്റ് വോണ്ട് മേക്ക് സെൻസ്. മനസ്സിലായില്ലേ?
അപ്പൊ ഞാൻ പറഞ്ഞ വെച്ചാല് ഇപ്പൊ ശരത്തെ ഞാൻ ലോജിക്കൽ റിഗർ കളഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാല് ലാലിന്റെ ഉള്ളിൽ ഒരു സയന്റിസം ഉണ്ടെന്നാണ് ഞാൻ അവിടെ ഉദ്ദേശിച്ചത്. മനസ്സിലായോ? അതെനിക്ക് മനസ്സിലായി. ആ അപ്പൊ ആ സയന്റിസം ആണ് അവിടുത്തെ പ്രോബ്ലം എന്നാണ് ഞാൻ കണ്ടത്. അല്ല ഇതിപ്പോ ഞാൻ പറയട്ടെ, പണ്ട് ഈ ദീപക് ചോപ്രനെ റിച്ചർഡ് ഡോക്കിൻസ് കളിയാക്കുമ്പോഴൊക്കെ ഞാൻ എനിക്കും ചിരിയൊക്കെ വന്നിട്ട് ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷെ പിന്നെ ചോപ്രയുടെ ബുക്സും മറ്റേ ഓണ്ടോളജിയും ഒരു വൈഡർ ലെവലിൽ നോക്കിക്കഴിഞ്ഞപ്പോ ചോപ്ര ഹാസ് ഗോട്ട് ഇറ്റ്സ് ഓൺ സെറ്റ് ഓഫ് പോയിന്റ്സ്. ഇപ്പൊ ഡോക്കിൻസ് കോർപ്പറേറ്റഡ് ഫ്ലോറിൽ ഞാൻ ഡോക്കിൻസ് പറഞ്ഞ കാര്യം സംസാരിക്കുള്ളൂ. പക്ഷെ എന്റെ എക്കണോമിക് റെൽമിലൊക്കെ പുറത്തു വന്നു കഴിഞ്ഞാൽ ഞാൻ ഐ വിൽ ആക്ച്വലി സ്പീക്ക് വാട്ട് മേക്ക് സെൻസ് ടു മീ അറ്റ് എ ഗ്രൂപ്പ് ഓർ എ സോഷ്യൽ ലെവൽ. എപ്പിസ്റ്റമിക് ഹൈറാർക്കി ഫോം ചെയ്യണം. ഹൈറാർക്കി ഇല്ലെങ്കിൽ തന്നെ ലെവൽസ് നാവിഗേറ്റ് ചെയ്യാനായിട്ടുള്ള ഫ്ലൂയിഡിറ്റി വേണം. അതെ അല്ല ആ പോയിന്റ്, അതായത് ഇന്റലക്ച്വൽ ഫ്ലൂയിഡിറ്റി ആണ് ഭയങ്കര ഇമ്പോർട്ടന്റ്. അതായത് ഒരു മിനിറ്റ് സ്ഥലത്തെ ബിഫോർ യു റെസ്യൂം. അതായത് ഇപ്പോ എന്നോടൊരു വിളി ചോദിച്ചേ, നീ മറ്റേ വെള്ളക്കാരൊക്കെ ഇങ്ങനെ താഴ്ത്തി പറയണോ, അല്ലെങ്കിൽ നീ എനിക്ക് എല്ലാവരോടും പുച്ഛമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, എടാ എനിക്ക് അങ്ങനെ പുച്ഛമൊന്നും അല്ല, വെള്ളക്കാരായിട്ട് വരുമ്പോൾ എനിക്കൊരു ചെറിയൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. അതെന്താണെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഐ ഹാവ് ഗോട്ട് ദ ലോജിക്കൽ റിഗർ ഓഫ് ദി വെസ്റ്റ് ആൻഡ് ദ മെറ്റാഫിസിക്കൽ ഫ്ലൂയിഡിറ്റി ഓഫ് ദി ഈസ്റ്റ് എന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? അതായത് എന്റെ സത്താവിജ്ഞാനീയം ഫ്ലൂയിഡാന്ന് ഞാൻ പറഞ്ഞത്. അതായത് മെറ്റീരിയലിസത്തിന്റെ ഐഡിയലിസത്തിന് എടുക്കുന്ന മിക്ക സ്കൂൾസ് ഓഫ് തോട്ടായിട്ട് ഐ എം ഈക്വലി കംഫർട്ടബിൾ ആസ് എ ടൂൾ കിറ്റ്. അപ്പൊ എന്റെ മുന്നിലിരിക്കുന്ന ആൾക്ക് ഐഡിയോളജി ഉണ്ടെങ്കിൽ ദർ ഇസ് എ ഡെഫിനറ്റ് അഡ്വാൻറ്റേജ് ഫോർ മീ. അവന്റെ ഐഡിയോളജിക്ക് അനുസരിച്ചിട്ടുള്ള യാഥാർത്ഥ്യം അവിടെ ഉണ്ടെങ്കിൽ ലാലപ്പിടി കിട്ടിയ ഞാൻ പറഞ്ഞത്. അപ്പൊ ശരത്തെ അത് ആ ഫ്ലൂയിഡിറ്റി ഓക്കെ പറഞ്ഞു. ഇല്ല ഇത് വേറെ എന്താണ്? അല്ല ലാലു പറ. ഇല്ല വൈശാഖ് എന്തോ പറയാൻ പോണ്ടായിരുന്നു. വൈശാഖി വേണം. വൈശാഖൊന്നും ഇല്ലല്ലേ പുള്ളി. ഹലോ പറയൂ. ഞാനത് ആ പോയിന്റിന് ഇടയ്ക്ക് പറഞ്ഞാണ്. അതായത് എനിക്ക് തോന്നിയത് സാറേ, ഈസ്റ്റില് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഇപ്പൊ യോഗ എടുക്കുകയാണെങ്കിലും മെത്തേഡ്സ് വന്നിട്ടുണ്ട്. വെസ്റ്റിലാണെങ്കിൽ ബിലീഫ് സിസ്റ്റം, അത് നമ്മൾ ബിലീവ് ചെയ്യണം അങ്ങനൊരു സംഭവം ഉണ്ടെന്ന്. അല്ല, ബിലീഫ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ ക്രിസ്ത്യാനിറ്റിയും മോഡേൺ വെസ്റ്റേൺ ഫിലോസഫിയും കൂടി ചിന്തിച്ചു നോക്കല്ലേ, ഒരുമിച്ച് എഴുതിയല്ലേ. മോഡേൺ വെസ്റ്റേൺ ഫിലോസഫി സയൻസ് ബേസ്ഡ് ആണ്. അവിടെ ബിലീഫിന് വലിയ പ്രാധാന്യം ഉണ്ടോ? ആണ്. അതായത് അവർ അറ്റ്ലീസ്റ്റ് സയൻസ് ബേസ്ഡ് ആണ്. ഞാൻ തിയോളജിസ്റ്റിന്റെ കാര്യമല്ല പറഞ്ഞത് വൈശാഖെ. അതായത് വെസ്റ്റേൺ ഫിലോസഫർ ഇപ്പൊ സിസക്ക്, ജോർഡൻ പീറ്റേഴ്സൺ, മറ്റേ വൈശാഖെ വൈഡർ സെൻസിൽ എല്ലായിടത്തും അസംഷൻസ് ഉണ്ട്. പക്ഷേ മോഡേൺ വെസ്റ്റേൺ ഫിലോസഫി അതിന്റെ ഏതെങ്കിലും ഒരു സ്കൂളിനെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് അങ്ങനെ ഒരു ബിലീഫ് സിസ്റ്റം അവർക്കും ഇല്ല, അവർ നിഷ്കർഷിക്കില്ല. അവർക്ക് കുറച്ച് ആക്സിയോംസ് ഉണ്ട്. ഞാൻ മറ്റേ കത്തോലിസം പറഞ്ഞില്ലേ, അപ്പൊ പറയാനാണ് ഹാൻഡ് റൈസ് ചെയ്തിരുന്നത്. ഒരു ക്രിസ്ത്യാനിറ്റി ബേസ്ഡ് പറഞ്ഞാണ് അവരുടെ. അല്ല അത് കറക്റ്റാ, ഞാൻ പക്ഷെ ക്രിസ്ത്യാനിറ്റിയുടെ കേസിൽ അത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, അല്ലെങ്കിൽ സഭയ്ക്ക് അവിടെ എക്സിസ്റ്റൻസ് ഇല്ല. സഭയുടെ പ്രോബ്ലം വിത്ത് ഇന്ത്യൻ ഫിലോസഫി എന്താണ്? അതായത് ഇന്ത്യൻ ഫിലോസഫി അല്ലെങ്കിൽ ഇന്ത്യൻ ദർശനങ്ങളും ഇന്ത്യൻ ആത്മീയവാദങ്ങളും ഫസ്റ്റ് പേഴ്സൺ എംപെരിക്കൽ സെൽഫ് റിയലൈസേഷൻ ആണ് പറയുന്നത്. അതായത് നിങ്ങളും ഡിവൈനും തമ്മിൽ ഒരു ഗ്യാപ്പില്ല, നിങ്ങൾ തന്നെ ഡിവൈൻ. അപ്പോ അവിടെ എങ്ങനെ സഭയെ കൊണ്ടുവന്ന് വെക്കും? പറ, പറ്റില്ല അവർക്ക്. അപ്പൊ അവര് നഖശികാന്തം തീർക്കും. അപ്പൊ അവിടെ അവര് ബിലീഫിന് പ്രൈവസി കൊടുക്കും. ഇവിടെ നമുക്ക് തർക്കിക്കാൻ അവസരമുണ്ട്. ഏത് മറ്റേ ഗുരുവിൻ്റെ അടുത്ത് തർക്കിക്കാം. അതുകൊണ്ടാണല്ലോ ഒരു വാദവിദ്യ അല്ലെങ്കിൽ തർക്കവിദ്യാപരമായിട്ടാണ് ഇപ്പൊ ചിദാനന്ദപുരി സ്വാമികൾ രവീന്ദ്ര മാഷായിട്ടുള്ള ഡിബേറ്റ് തന്നെ തുടങ്ങുന്നതാണ് ഈ മറ്റേ 2014. അതായത് പാരമാർത്ഥിക തലത്തിൽ വേദാന്തം ഒരു താർക്കിക വിഷയമല്ലെങ്കിലും പ്രക്രിയാദശയിൽ തർക്കമാകുന്നത്. അപ്പൊ ഒരു സീക്കർ സ്റ്റുഡന്റ് ആയിരിക്കുമ്പോൾ അയാളുടെ ഗുരുവായിട്ട് തർക്കം
ചെയ്ത് വേണം ഇത് ചെയ്യാൻ വേണ്ടി. മറ്റൊടത്ത് അവിടെയാണ് ശരത്ത് വൈശാഖ് പറഞ്ഞ കറക്റ്റ് ആണ്. അതായത് ക്രിസ്ത്യാനിറ്റി ബിലീഫ് സിസ്റ്റത്തിലാണ് ഇത് ചെയ്യുന്നത്. ഇവിടെ ശിഷ്യന് ക്വസ്റ്റ്യൻ ചെയ്യാം ഗുരുവിന്, ഇവിടെ കിട്ടിയ അതല്ല ഉദ്ദേശിച്ചേ. അവിടെയാണ് സമ്മതിച്ചു ഞാൻ. പക്ഷെ മോഡേൺ വെസ്റ്റേൺ ഫിലോസഫിയിൽ അങ്ങനെ ഒരു ബിലീഫ് സിസ്റ്റം അവർ പറഞ്ഞാൽ യു ഷുഡ് ബിലീവ് ദ ടെനറ്റ്സ് ഓഫ് ദി ലോസ് ഓഫ് ഫിസിക്സ്, ലോസ് ഓഫ് സയൻസും കൂടിയല്ല, ലോസ് ഓഫ് ഫിസിക്സാ, അല്ലെങ്കിൽ ഓക്കെ അവര് സയൻസ് ബേസ്ഡ് റാഷണലിസം ആണ് അവർ പറയുന്നത്. അപ്പൊ അവിടെ ബിലീഫ് സിസ്റ്റത്തിന്റെ ആവശ്യമില്ല. മറ്റോടത്ത് ഡെഫിനറ്റ്ലി എഗ്രി ചെയ്യുന്നു. ഞാൻ പറയാം ശരത്തെ. ഇല്ല അല്ല, ലാല് പറഞ്ഞതിലോട്ട് തിരിച്ചു വരാനാണെങ്കിൽ മറ്റേ അതായത് ലാലിന് അവിടെ എക്സാക്ട്ലി എന്താണ് ലാക്ക് ഓഫ് റിഗർ തോന്നാനുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ വല്ലതും ഓർമ്മയുണ്ടോ? അയ്യോ അല്ല ലാൽ അങ്ങനെയല്ല, ലാൽ ജനറലി അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ലാലിനെ ഇപ്പൊ കുറെ ഇൻസ്റ്റൻസ് പറയാൻ പറ്റുമല്ലോ ലാലെ. എനിക്കിപ്പോ പോയിന്റ് ഔട്ട് ചെയ്യാനൊന്നുമില്ല. ഞാനിനി അടുത്തത് എന്തെങ്കിലും ഞാൻ പറയാം. അങ്ങനെയല്ല ലാലെ, ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ ലാലായിട്ട് ഞാൻ ഫിസിക്സ് ഫണ്ടമെന്റലിസ്റ്റ് ആണ് ലാൽ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പുള്ളി നിങ്ങളുടെ അഭിപ്രായത്തിൽ അത് പറയുന്നില്ലെങ്കിലും നിങ്ങൾക്ക് ഒരു ഫിസിക്സ് സെൻട്രിക് വ്യൂ ഉണ്ട്. സിൻസ് യു ഹാവ് പുട്ട് എഫേർട്ട് ഇൻ ഇറ്റ്, ഡൗട്ട് ഒന്നുമില്ല. ഇപ്പൊ ഇനിയിപ്പോ ഈ ക്വാണ്ടം ഫിസിക്സിനെ കുറിച്ച് സംസാരിക്കുമ്പോ ഈ എന്താ പറയാ, അവിടെ കുറെ ദാർശനിക പ്രശ്നങ്ങളുണ്ട്. ചിലപ്പോ യു മൈറ്റ് ബി അലൈനിങ് വിത്ത് ദ മെറ്റീരിയലിസ്റ്റിക് ക്വാണ്ടം ഫിലോസഫേഴ്സ്, അല്ലെ ക്വാണ്ടം ഫിലോസഫി അല്ലെങ്കിൽ ക്വാണ്ടം സയൻസ് അല്ലെ ക്വാണ്ടം മെക്കാനിക്സിനെ കുറിച്ച് പറയുന്ന മെറ്റീരിയലിസ്റ്റുകളുടെ സൈഡിലായിരിക്കും നിങ്ങൾ അവിടെ ഉണ്ടാവുക. ഞാൻ വേറെ രീതി പറയാം. മെറ്റീരിയൽ വേൾഡിൽ എന്ത് സംഭവം വന്നാലും ഞാനത് ഫിസിക്സും കൂടി ആഡ് ചെയ്യും എൻ്റെ തോട്ട് പ്രോസസ്സിൽ. അതെ, ആ ഫിസിക്സ് ആഡ് ചെയ്യേണ്ട ആവശ്യം എന്താണെന്നാണ് എന്റെ ചോദ്യം. അൺലസ് അത് ഒരു ബിൽഡിംഗ് പണിയുമ്പോൾ നിങ്ങളുടെ തലയിൽ വീഴുമ്പോഴോ ഇനി അല്ലെങ്കിൽ ഏതെങ്കിലും വണ്ടി വരുമ്പോൾ ക്വാണ്ടത്തിലിട്ട് പോലെ അല്ല നമുക്ക് കുറച്ചുകൂടി അവിടെ വരെ പോയി കഴിഞ്ഞാൽ വെറുതെ ഡിബേറ്റ് വേറെ സ്ഥലത്തേക്ക്. ഞാൻ പറഞ്ഞാല് why bring science into your discussion if it is implicit or tangential to what you are discussing? Implicit എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് ലോസ് ഓഫ് ഫിസിക്സിന്റെ അടിയിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളത് നമുക്ക് എന്തായാലും എല്ലാവർക്കും അറിയാം. അത് ഇതിനാരും വയലേറ്റ് ചെയ്യില്ല, മനസ്സിലായില്ലേ? ഇനിയിപ്പോ ഈ ഡിബേറ്റ് ഈ വ്യത്യാസം വരാൻ പറ്റുന്നത് കോസ് എഫക്റ്റ് പറയുമ്പോഴുള്ളൊരു ഡിബേറ്റ് വരാം, മനസ്സിലായില്ലേ? അപ്പൊ അതൊരു വേൾഡ് വ്യൂവിന്റെ പ്രോബ്ലം ആണ്. അല്ലാതെ എനിക്ക് തോന്നുന്നില്ല ഒരു സെൻസിബിൾ ഫിലോസഫറോ ഈവൻ തിയോളജിയൻ പോലും ലോസ് ഓഫ് ഫിസിക്സിനെ കൗണ്ടർ ചെയ്യുന്നു ഡയറക്ട്ലി. നിങ്ങളിപ്പോ പറയുകയാണെന്ന് വെച്ചോ, ഇപ്പൊ ശരത്ത് വന്ന് എന്നോട് പറയുകയെന്ന് വെച്ചോ, മാഞ്ചസ്റ്ററിൽ ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് പോയിട്ട് കല്ല് താഴേക്ക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കല്ല് വീഴില്ല, അവിടെ തന്നെ നിൽക്കുമെന്ന് പറഞ്ഞു എന്ന് വെച്ചോ, ഞാൻ സസ്പീഷ്യസ് ആയിരിക്കും, പക്ഷെ ഞാൻ 100% അതിനെ റിജക്ട് ചെയ്യൂല. എന്തുകൊണ്ടായിരിക്കും ഞാൻ ചോദിക്കണത്. അല്ലപ്പോ അവിടെ വെച്ചാൽ ഇപ്പൊ ഞാൻ പറയട്ടെ, അവിടെ ഗീസറിന്നോ ഇനിയിപ്പോ വേറെ എന്തെങ്കിലും സ്ഥലത്ത് കൗണ്ടറാക്ട് ചെയ്യുന്ന ഫോഴ്സ് ഉണ്ടെങ്കിൽ വിഷ്വലി നിങ്ങൾക്ക് തോന്നിക്കൂടെ അങ്ങനെയാണെന്ന്? ആവാം, അതൊരു അപ്പൊ ഞാൻ നിന്റെ അടുത്ത് പറയാണ് മറ്റേ, അതായത് ഇപ്പൊ സോഫ്റ്റ്വെയറിൽ ഇന്നൊരു ഫ്രെയിം വർക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ തിങ്കിങ് ബെറ്റർ ആവുമെന്ന് പറയാണ്. അതിൽ നീ എങ്ങനെ എടുക്കും? പോസിബിൾ ആയിരിക്കും, പ്രത്യേകിച്ച് എനിക്ക് നേരിട്ട് എക്സ്പീരിയൻസ് ഇല്ലാത്തൊരു കാര്യമാണെങ്കിൽ. അല്ല അപ്പൊ ഫിസിക്സിലോട്ട് റെഡ്യൂസ് ചെയ്യാനൊന്നും പറ്റില്ല. ഫിസിക്സിലോട്ട് റെഡ്യൂസ് ഫിസിക്സിലോട്ടല്ല ഒന്നിലോട്ട് റെഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ പറ. ഞാൻ മെറ്റീരിയൽ വേൾഡ് ഓൾറെഡി ക്ലോസ് വെച്ചിട്ടുണ്ട് കേട്ടോ. കാര്യങ്ങളാണ് പറയണേ. മെറ്റീരിയൽ വേൾഡ് എന്നുള്ളത് ഒരു ഫിലോസഫിക്കൽ പൊസിഷൻ മാത്രമാണ്. അപ്പൊ അക്കോർഡിംഗ് ടു യു ഇപ്പൊ ഞാൻ പറയുന്ന സ്റ്റേറ്റ്മെന്റ് മെറ്റീരിയൽ വേൾഡ് തന്നെയാണ്. അല്ല, ഇപ്പൊ പ്രോഗ്രാമിങ്ങും അതുകൊണ്ടുണ്ടാവണ ഇന്റലക്ച്വൽ ഗെയിനും മെറ്റീരിയൽ വേൾഡിന്റെ ഭാഗമാണെന്ന് പറയാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ നീ മെറ്റീരിയൽ വേൾഡ് അല്ല എടുക്കണേ, നീ ഒരു ഡ്യൂലിസ്റ്റിക് വേൾഡ് വ്യൂ ആണ് എടുക്കണേ, അല്ലെങ്കിൽ ഒരു പ്ലൂറലിസ്റ്റിക് വേൾഡ് വ്യൂ ആണ് എടുക്കണേ. മെറ്റീരിയൽ വേൾഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാം റെഡ്യൂസ് ചെയ്യാൻ പറ്റണം ഫണ്ടമെന്റൽ ലോസ് ഇൻ ഫിസിക്സിലോട്ട്, മാറ്ററിലോട്ട്. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് മെറ്റീരിയൽ വേൾഡ് എന്നുള്ള വാക്ക് പെട്ടെന്ന അത് കറക്റ്റ് ആയിരിക്കില്ല. ഒരു എന്താ പറയാ, ഒരു ഫിസിക്കൽ സംഭവങ്ങളോ അല്ലെങ്കിൽ ഫിസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളോ റിലേറ്റ് ചെയ്തുള്ള ഡിസ്കഷൻ വരുമ്പോൾ അതിൽ ഞാൻ ഫിസിക്സും കൂടി ഉൾപ്പെടുത്തും എന്നുള്ള ഇതേ ഉള്ളൂ. അല്ല
അല്ല ഞാൻ ചോദിക്കണെന്ന് വെച്ചാല് ഫിസിക്സ് അതൊരു ലെൻസായിട്ടോ ടൂൾ കിറ്റ് ആയിട്ടോ ഫിസിക്സ് ഉണ്ടായിക്കോട്ടെ. ഇപ്പൊ എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ. വെൻ യു ആർ ലാലെ ഇപ്പൊ ലാലൊരു നമ്മളെല്ലാവരും വരുന്ന ഒരു വേൾഡ് ഇപ്പൊ പൊളിറ്റിക്കൽ ലെവൽ വരുമ്പോൾ ഞാൻ കുറെ ഫണ്ടമെന്റലിസ്റ്റ്, എനിക്ക് കുറെ പൊളിറ്റിക്കൽ വ്യൂസ് ഉണ്ട് വിച്ച് ഐ വോണ്ട് മ്യൂട്ടേറ്റ്. എന്ന സ്ഥാനത്ത് എനിക്കിപ്പോ സയൻസിന്റെ കേസിൽ ഇപ്പൊ നിങ്ങൾ നാളെ ഐഡിയലിസോ മെറ്റീരിയലിസോ ആണ് ട്രൂ എന്ന് പറഞ്ഞാൽ ഐ ടേക്ക് ഇറ്റ് ലൈറ്റ്ലി. ചിലപ്പോൾ നിങ്ങൾക്ക് നേരെ തിരിച്ചായിരിക്കും. അപ്പൊ എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ. എന്റെ ഒരു ആരോപണം കൂടിയാണ്. അതായത് ലാൽ എന്തുകൊണ്ട് ഇന്ത്യൻ ഫിലോസഫിയിൽ കുറച്ച് ടൈം ഇടുന്നില്ല, എന്നിട്ട് വേൾഡിനെ കുറച്ചും കൂടി ഒരു ഐഡിയലിസ്റ്റിക് ഫിലോസഫിക്കൽ പൊസിഷനിൽ നിന്ന് കാണാൻ നോക്കുന്നില്ല, എന്നിട്ട് നിങ്ങളുടെ മെറ്റീരിയലിസ്റ്റിക് ഇപ്പോഴത്തെ കറന്റ് വ്യൂ ആയിട്ട് ബെഞ്ച് മാർക്ക് ചെയ്യുന്നില്ല, എന്നിട്ട് അതിന്റെ ഉള്ള തർക്ക വിതർക്കങ്ങൾ നടത്തുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇപ്പോഴത്തെ വേൾഡ് വ്യൂവിന്റെ പരിമിതി നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് എന്റെ വാദം. അത് ഞാൻ 100% അംഗീകരിക്കും. ചെയ്യേണ്ടതാണ്. അല്ല, ചെയ്യേണ്ടതാണെന്ന് ഞാൻ പറഞ്ഞില്ല. കാരണം ഇവിടെ ഭൂരിപക്ഷം അങ്ങനെ അറ്റ്ലീസ്റ്റ് ശരത്ത് വൈശാഖ് ഞങ്ങള് ഒരൊറ്റ സ്കൂൾ ഓഫ് തോട്ടിൽ നിന്ന് വരുന്നതാണ്. മനസ്സിലായില്ലേ? സയൻസ് ബേസ്ഡ് റാഷണലിസത്തിന് അപ്പുറത്ത് അപ്പൊ ഒരു ബയാസ് ഉണ്ട്. ഇപ്പൊ ശ്രീത്ത് എവിടെയാ നിൽക്കണേ എന്നുള്ളത് ശ്രീത്തിന് പറയേണ്ടി വരും. ഇപ്പൊ ലാലിന് ഇപ്പൊ ഒരു ഫിസിക്സ് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. ലാലെ ഞാൻ പറയുന്ന പോയിന്റ് എന്ന് വെച്ചാല് ബ്രിങ് ഹാർഡ് സയൻസസ് ഇൻ ടു പിക്ചർ when it matters. Let things be abstract and set of ideas. അതല്ലേ കുറച്ചുകൂടി ബെറ്റർ വേൾഡ് വ്യൂ എന്നുള്ളതാണ് എന്റെ ചോദ്യം. മനസ്സിലായില്ലേ? മറ്റേതൊരു ഹാർഡ് റിയലിസം ഉണ്ട് അവിടെ, ആസ്പിറേഷണൽ അല്ല ലൈഫ്. ഇപ്പൊ ശരത്ത് കുറച്ചുകൂടി കോൺഷ്യസ്നസ് സ്റ്റഡീസിൽ കുറെ ഡിബേറ്റ് ഒക്കെ നടത്തിക്കൊണ്ട് വിൽ ബി ഹാവിങ് എ ബെറ്റർ സൊഫിസ്റ്റിക്കേറ്റഡ് സയന്റിഫിക് വ്യൂ. എന്റെ വ്യൂ അവിടെ നിന്ന് വരുന്നതല്ല. ഞാൻ കുറച്ചും കൂടി ഇതാക്കിയാലോ, കുറച്ചും കൂടി ജനറലൈസ് ചെയ്താലോ, അതായത് ഫിസിക്സ് മാത്രം ഒതുക്കണതിന് പകരം കുറെ കൂടി സയന്റിഫിക് ആയിട്ടുള്ള സാധനങ്ങൾ ഞാൻ കൊണ്ടുവരുമെന്ന് പറഞ്ഞാലോ. അപ്പോ എല്ലാം കൂടി അതെ. ഇപ്പൊ സയന്റിഫിക് ആയിട്ടുള്ള സാധനം എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയുകയാണെങ്കിൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ സയൻസിന് ലിമിറ്റ്സ് ഉണ്ടല്ലോ. ഇല്ല, അങ്ങനത്തെ സയൻസ് അല്ല പറഞ്ഞ. ഞാനിപ്പോ ബിഹേവിയറൽ സയൻസ് ഒക്കെ വരാലോ. അല്ല, അത് സോഷ്യൽ സയൻസസ്. ബിഹേവിയറൽ സയൻസസിന്റെ പ്രശ്നം വെച്ചാല് എംപിരിക്കൽ ആഡ്വക്കസി അല്ല, റിപ്പീറ്റബിലിറ്റി ഇല്ല. അല്ല, ഇപ്പൊ ഈ കമ്മ്യൂണിറ്റിയിൽ നടത്തുന്ന റിസർച്ചും എന്താ പറയാ, ഒരു പോപ്പുലേഷൻ അഗൻസ്റ്റ് നടത്തുന്ന സംഭവങ്ങളൊക്കെ ഒരു പരിധി വരെ റിപ്പീറ്റബിൾ ആയിരിക്കുമല്ലോ. അല്ല, പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്. നമ്മളിവിടെ ഫിലോസഫിയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. എന്തിന് ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ചുറ്റുപാടിന്ന് ഫിലോസഫിയിലോട്ട് റീസൺ ചെയ്യണോ, ഫിലോസഫിക്കൽ സ്കൂൾസ് മറ്റേ മോഡൽസിന്ന് വേൾഡ് കാണണോ? ഏതായിരിക്കും ബെറ്റർ? മോഡൽസിന്ന് കണ്ടു കഴിഞ്ഞാല് റെസ്ട്രിക്റ്റഡ് ആയി പോകും. അല്ല, തിരിച്ചല്ലേ. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ അതല്ല, നമ്മ മോഡലിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റണില്ലെങ്കിലോ. അല്ല, അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമുക്ക് ഗോഡ് ഓഫ് ഗ്യാപ്സ് ഇങ്ങോട്ടും ഈ ഫിലോസഫി ഓഫ് ഗ്യാപ്സ് ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്തൂടെ? അതിനാണ് എംപിരിക്കൽ അഡിക്വസി വേണ്ടത് മോഡൽസ്. അതെ, വേൾഡ് വ്യൂ ആണെന്ന്. ഇപ്പൊ എന്താ സംഭവം എന്ന് പറയാമോ? ഇപ്പൊ ഞാനിപ്പോ എന്റെ ചെറുപ്പത്തിലെ ഞാൻ സ്റ്റാറ്റിസ്റ്റിക്സും മറ്റേ നോക്കാണ്. ഓക്കെ, കോളേജ് ഡ്രോപ്പ് ഔട്ടാണ്. അപ്പൊ ജോലി കിട്ടാൻ ബുദ്ധിമുട്ടാ ആണ്. അതിനെന്തെങ്കിലും വഴിയുണ്ടോ സർക്കമെന്റ് ചെയ്യാൻ? അപ്പൊ അതൊരു ഭയങ്കര പെയിൻഫുൾ പ്രോസസ്സാ. അറ്റ് സം പോയിന്റ് ഇൻ ടൈം എന്ത് ചെയ്തു, മോളിൽ നിന്ന് ലെൻസ് ഇട്ടപ്പോ ഐ എം സീയിങ് തൗസൻഡ്സ് ഓഫ് ഗ്യാപ്സ്. കിട്ടിയോ? അപ്പൊ സാധ്യതകളുടെ ഒരു പരമ്പരയാണ് ആൾക്കാരെ നശിപ്പിക്കുന്നത്. മനസ്സിലായില്ലേ? അതായത് ഈ മറ്റേ രവീന്ദ്ര മാഷ്ക്കും മറ്റേ വിശ്വനാഥൻ ഡോക്ടർക്കും വേണ്ടി. മനസ്സിലായില്ലേ? അല്ലേ, എനിക്ക് പ്രശ്നം മനസ്സിലായി. നമ്മ രണ്ടുപേരും ഇപ്പൊ ഞാൻ ഉദ്ദേശിച്ച എക്സാക്ട് സംഭവമല്ല നമ്മ സംസാരിക്കുന്നത്. അല്ല, ഞാനിപ്പോ ഒരു പ്ലൂറലിസ്റ്റിക് ലെവലിൽ നിന്ന് വേൾഡ് കണ്ടാൽ അവിടെയാണ് മോഡൽ ഡ്രിവൺ വേൾഡ് വ്യൂവിന്റെ ഗുണം. അവിടെയാണ് ഫിലോസഫി കംസ് ഇൻ ടു പിക്ചർ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, എനിക്ക് ഇവിടെ ഇരിക്കണവരെയൊക്കെ പിടിച്ച് സിസ്റ്റം പ്രോഗ്രാമർ ആക്കണം. ഞാനൊരു മോഡലും മറ്റേത് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് നിങ്ങളെ ഇൻജസ്റ്റ് ചെയ്യണോ നല്ലത്? അതായത് നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ വന്ന് നിങ്ങളെ എന്തെങ്കിലും ഒരു ദിവസം ആ മോഡലിലോട്ട് എത്തുന്നുള്ള ആലോചിക്കണം. അത് മോഡൽ ഉണ്ടാക്കണതാണ് നല്ലത്. അതെ. അപ്പൊ ആസ് ലോങ് ആസ് വി ആർ നോട്ട് in action, as long as we are not violating laws of science,
ലോസ് ഇട്ടാ പ്രിൻസിപ്പിൾസ് ചിലപ്പോൾ വയലേറ്റ് ചെയ്യാം അവിടെ ഇവിടെയൊക്കെ. ലോസ് വയലേറ്റ് ചെയ്യാണ്ടിരുന്ന കാലം നിങ്ങൾക്ക് സേഫ്റ്റി ഉറപ്പ് വരുത്തുകയാണെങ്കിൽ വൈ ലിമിറ്റ് യുവർ തോട്ട്സ്? എന്നിട്ട് അതിനെ എംപെരിക്കലി ഗ്രൗണ്ട് ചെയ്തപ്പോരെ ശരത്ത് പറഞ്ഞ മാതിരി. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ അതർ ഡേ ഞാൻ പോളിമോർഫിക് ടൈപ്പ്ഡ് ലാംഡ കാൽക്കുലസിനെ കുറിച്ച് പഠിക്കാം. അത് എന്റെ ചുറ്റും അതിനെ കുറിച്ച് റീസൺ ചെയ്യണ ആരെയും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ പോകുന്ന സ്ഥലത്ത് എനിക്ക് ആവശ്യം ഉണ്ടാവില്ല. പക്ഷെ അങ്ങനെ ഒരു മോഡൽ ഞാൻ സ്വായത്തമാക്കി കഴിഞ്ഞാൽ എനിക്ക് പിറ്റേ ദിവസം വല്ല ആർട്ടിക്കുലേറ്റ് ചെയ്യാം. I can write about it, I can think about it, and I can seduce people into it. ആ പോസിബിലിറ്റി ഫിലോസഫിക്കല്ലേ തരാൻ പറ്റുള്ളൂ, സയൻസിന് തരാൻ പറ്റുള്ളൂ. സയൻസ് വഴിയല്ല കണ്ടുപിടിക്കണേ, why something works the way it is. അപ്പൊ what and how എന്ത് ചെയ്യും? അതല്ല, അത് ഞാൻ കാണുന്നതിന്റെ പ്രശ്നമായിരിക്കും കേട്ടോ ചിലപ്പോ. അല്ല, ഞാൻ കാണുന്നതിൽ ഇപ്പൊ ഞാൻ പറഞ്ഞേ, എങ്കിൽ ഞാൻ വേറെ രീതി പറഞ്ഞുതരാം. സോറി ഫോർ ദ ഇന്ററപ്ഷൻ. എനിക്കിപ്പോ ഇംഗ്ലണ്ടിൽ ജോലിയില്ല. ഓക്കെ, എനിക്ക് ജോലി കിട്ടാൻ ചാൻസ് ഞാൻ കാണുന്നില്ല. കാരണം എന്റെ പ്രൊഫൈലിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ജോബ് ഇതുവരെയായിട്ടും വന്നിട്ടില്ല. ചിലപ്പോൾ നാളെ കിട്ടാം, മറ്റന്നാൾ കിട്ടാം. ഞാനിപ്പോ നാട്ടിലോട്ട് മെയിൽ തിരിച്ചു വരാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പൊ എന്നോട് എല്ലാവരും ഇപ്പൊ എന്റെ വൈഫ് പോലും പറഞ്ഞാൽ ക്രൈം പെട്രോൾ ഒന്നും കാണരുതെന്നാ. ഞാൻ എന്റെ ലൈഫ് എനിക്ക് ജോലി എന്താ ഞാൻ അതേ രീതിയിൽ തന്നെ ജീവിക്കണേ. ഓക്കെ, ഇനിയിപ്പോ ഇംഗ്ലണ്ടിലെ എക്സ്പെൻസ് ആണെങ്കിലും ഞാൻ ഇവിടുന്ന് കൺ ചെയ്യണില്ല, ഞാൻ അവിടുന്ന്. അപ്പൊ ഒരു മോഡൽ ഡ്രിവൺ ലൈഫ് ഇല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന മാതിരി ഹാർഡ് എംപെരിസിസം അല്ലെങ്കിൽ ഹാർഡ് റിയാലിറ്റി എന്താണ്? ഐ ആം സ്പെൻഡിങ് മൈ മണി ഹിയർ അല്ലെ? അതായത് സ്കൂട്ടടിക്കുക ഇന്ത്യയിലോട്ട് എത്രയും പെട്ടെന്ന്. അപ്പൊ ഐ ക്യാൻ ഇത് ചെയ്യാം ഇനി അല്ലെങ്കിൽ. അപ്പൊ പക്ഷേ വി ആർ മിസ്സിംഗ് ലോട്ട് ഓഫ് തിങ്സ്. ഏത് അങ്ങനെ ചെയ്താ കുറെ കിട്ടാൻ അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ പോയിന്റ് എന്ന് വെച്ചാല് ഇവിടെയൊക്കെ ഒരു ഐഡിയലിസ്റ്റിക് തിങ്കിങ് മോഡൽ ഇല്ലെങ്കിൽ, ശാസ്ത്രം മാത്രമാകും ഇവര് പറഞ്ഞ മാതിരി ജീവിക്കാൻ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാല് ഐ ഡോണ്ട് തിങ്ക് സോ യു വിൽ ബി ഏബിൾ ടു ലീവ് എ ഗുഡ് ലൈഫ്. ആ പോസിബിലിറ്റി ആണ്, അതായത് ചിന്തയുടെ ആ എന്താ പറയാ ആ ഒരു അതിര് വെസ്റ്റേൺ ഫിലോസഫിക്ക് ഉണ്ട്. ആ ഒരു പ്ലൂറലിസം ആണ് അതിന്റെ മെയിൻ പ്രോബ്ലം. മനസ്സിലായില്ലേ? അപ്പൊ യു കൻ ബി സി ഈവൻ ഡെയിലി ലൈഫിന് പുറത്തേക്ക് നമുക്ക് ചാടാൻ പറ്റും എന്നുള്ള അതിന്റെ അഡ്വാൻറ്റേജിലല്ലേ. വൈ യു ബി പാർട്ട് ഓഫ് ദി ബോക്സ്, തിങ്കിങ് ഔട്ട് ഓഫ് ദി ബോക്സ്, യു ക്യാൻ ബി ഔട്ട് ഓഫ് ദി ബോക്സ് ആസ് വെൽ. അതാണ് റിയാലിറ്റി എന്ന് വാദിച്ച് ഇപ്പൊ കോൺഷ്യസ്നസ് സ്റ്റഡീസിൽ വൺ ഓഫ് ദി ഡൊമിനന്റ് വ്യൂ ആണത്. അതിന് ഭാഗിക അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു സാധനം ആരും ഇൻട്രൊഡ്യൂസ് ചെയ്യാത്തോണ്ടല്ലേ. അങ്ങനെ ഒരു സാധനം വന്നാൽ അത് യക്ഷിക്കഥ മാതിരി നിങ്ങളെ തോന്നിക്കാനുള്ള ഒരു പശ്ചാത്തലം നിങ്ങൾ ചുറ്റുമുള്ളതുകൊണ്ടല്ലേ. ഞാൻ വേറൊരു സംഭവം ചോദിക്കട്ടെ. അതായത് ഇപ്പൊ ഈ സ്പിരിച്വാലിറ്റി ഫിലോസഫി ആ ഒരു ലൈനിൽ വെക്കുമ്പോൾ ഈ എന്താ പറയാ, ഈ സയൻസ് വന്നത് സയൻസിന്റെ ഒരു സൈഡിലാണെന്ന് പറഞ്ഞാലോ. അതായത് ഒരു സയൻസ് എന്താണ്? എപ്പിസ്റ്റമിക് കൺസ്ട്രെയിന്റ് ഓൺ ഫിലോസഫി അല്ലേ? അതെ. ഓ, അത് ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ അത് അല്ല, ഇന്നത്തെ ടോക്കിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അതാണ്. ഓക്കെ, പറഞ്ഞു കണ്ടിന്യൂ. അതെ അതെ, അല്ല അതിനെയാണ് നാരോലി കൺസ്ട്രൂഡ് എന്നാണ് അതിനെ വിളിക്കുന്നത്. അതായത് സയന്റിസം നാരോലി കൺസ്ട്രൂഡ്. അങ്ങനെ ഒരു ഒഫീഷ്യൽ സ്റ്റഡി ഉണ്ടോ? ഉണ്ട്. അപ്പൊ സയന്റിസത്തിനെ ബ്രോഡ്ലി കൺസ്ട്രൂ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫിലോസഫിയിലെ എപ്പിസ്റ്റമിക് ആ കൺസ്ട്രെയിൻ എടുത്ത് മാറ്റും. ഇനി ഈ നാരോലി കൺസ്ട്രൂ ചെയ്താൽ തന്നെ അത് പറ. അല്ല, സോറി സോറി ലാലെ, ശരത്ത് പറഞ്ഞു സാധ്യതകൾക്ക് കടിഞ്ഞാണിടുന്ന ചിന്തേനെയാണ് സയൻസ് എന്ന് വിളിക്കണേന്ന്. എനിക്കപ്പോഴും എനിക്കിതിലെ പ്രശ്നം എന്താണെന്നറിയോ, സയൻസിന് ഒരു ടൂളായിട്ട് കാണാൻ പറ്റാത്തത് എന്തുകൊണ്ടാണെന്നാണ് ഞാൻ ചോദിക്കുന്നത്.
അതിന്റെ ടൂളായിട്ട് കാണുന്നുണ്ടല്ലോ. കാണേണ്ടത് ആ അതാണ് കാണേണ്ടത്. പക്ഷെ സയൻസിന് ടൂളായിട്ടല്ല കണ്ടത്, നിങ്ങൾ ഫ്രെയിം ആയിട്ടാണ് കാണുന്നേ. അല്ലല്ല, ഞാനൊരു ടൂളായിട്ടാണ് കാണുന്നത് അതിനെ. അല്ല ടൂൾ ആവുമ്പോ ഒരു സെക്കൻഡ് അവിടെ. അപ്പൊ നീ സയന്റിസ്റ്റിന്റെ ടൂളാണോ സയൻസ്, അതോ സൊസൈറ്റിയുടെ ടൂളാണോ ഇൻ ജനറൽ? എന്റെ ഐഡിയൽ വേൾഡില് സൊസൈറ്റിയുടെ ടൂൾ ആവണം. പക്ഷെ ആ റിഗർ വേണ്ടത് ആർക്കാ? സയന്റിസ്റ്റിനാണ്, അല്ലാണ്ട് സോഫ്റ്റ്വെയർ എഞ്ചിനീയർക്കല്ല. എന്തുകൊണ്ട് പാടില്ല? നിനക്ക് എല്ലാം എംപിരിക്കലി ഗ്രൗണ്ടഡ് ആയിട്ടുള്ള, അതായത് റിപ്പീറ്റബിൾ ആയിട്ടുള്ള സ്റ്റഡീസ് കിട്ടോ? നാളെ രാവിലെ ഒരു സാധനം മോഡൽ ചെയ്യാൻ പോയാണ്, അതിന് ഇത് കിട്ടോ? റിസർച്ച് പേപ്പർ കിട്ടോ? അല്ല, ഞാൻ പറയണത് അങ്ങനത്തേതല്ല. ഈ ഒരു ടൂൾ എന്ന് പറയുമ്പോൾ ആ ടൂള് എല്ലാ സ്ഥലത്തും ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. മറ്റേ എന്താ പറയാ, ഹാമർ ഉള്ളവനെല്ലാം നെയിലാവും എന്നുള്ള സംഭവം പറയാൻ പറ്റില്ലല്ലോ. അല്ല അപ്പൊ അതല്ലേ തിരിച്ച് ഞാൻ ആർഗ്യൂ ചെയ്യണത്. വൈ ബ്രിങ് സയൻസ് ഇൻ ടു പ്ലേസസ് വേർ ഇറ്റ് ഈസ് നോട്ട് ആബ്സല്യൂട്ട്ലി നെസസറി, ആസ് ലോങ് ആസ് യു ആർ വിത്തിൻ ദ കൺസ്ട്രെയിൻസ്, ദി ഫിസിക്കൽ ലിമിറ്റ്സ് ഓഫ് ദി യൂണിവേഴ്സ്. അതെ, അവിടെ ഞാൻ അതിനെയും കൂടി ആഡ് ചെയ്യുന്ന ഉദ്ദേശിച്ചുള്ളൂ. അങ്ങനെയല്ല, ഇപ്പൊ ശാസ്ത്രത്തിന്റെ വ്യൂ വന്നാലുള്ള കുഴപ്പം എന്താണെന്നറിയാമോ? ഒരു തരം മിനിമാലിറ്റി അല്ലെങ്കിൽ മാക്സിമാലിറ്റി പ്രതീക്ഷിക്കുന്ന ആൾക്കാർ ഈ ഗിവൺ ഫോഴ്സസിന്റെ ഇടയിൽ ഒരു ഒപ്റ്റിമൽ അല്ല നോക്കുന്നത് സയൻസ്. ഫിലോസഫിക്ക് മറ്റേ പല ടൂൾസ് ഉണ്ട് ഒപ്റ്റിമാലിറ്റി കണ്ടുപിടിക്കാൻ. അത് നീഡ് നോട്ട് ബി മാക്സിമം നോർ മിനിമം. ഞാനൊരു സംഭവം പറയട്ടെ. അതായത് ഇപ്പൊ നമ്മ പറയുവാണ്, അതായത് ഇപ്പൊ എന്തെടുത്താലും ഇപ്പൊ കറണ്ടിന്റെ സംഭവം എടുക്കുക. കറണ്ടിന്റെ സംഭവം എടുത്തിട്ട് പറയുവാണ്, ഒരു ജനറേറ്റർ ഇത്ര കോയിലുള്ളത് ഇത്ര RPM കറങ്ങുവാണെങ്കിൽ ഇത്ര ഫ്രീക്വൻസിയിലുള്ള വേവാണ് അതിൽ നിന്ന് ഉണ്ടാവുക എന്ന് പറയണത്. ഒരു കാൽക്കുലേഷൻ ഉണ്ട്, ഫോർമുല ഉണ്ട്, അത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാം, എടുക്കാം, ഒരു വാല്യൂ കിട്ടും. ആ സാധനം റിയൽ ലൈഫിൽ ഒരിക്കലും ആക്യുറേറ്റ് ആയിട്ട് കിട്ടൂല. അവിടെ വേരിയൻസ് ഉണ്ടാവും. അല്ല ആ വേരിയൻസ് ഉണ്ടെങ്കിലും അതിനുള്ള ഫിൽറ്റേഴ്സും മറ്റേ സർക്യൂട്ട് ബ്രേക്കേഴ്സും ഒക്കെ വെച്ചിട്ട് അത് ലിമിറ്റ് ചെയ്യണേ. അതെ. അല്ല അപ്പൊ ഞാൻ പറഞ്ഞ വെച്ചാല് ഇപ്പൊ ഒരു ലബോറട്ടറി കണ്ടീഷനിൽ പലതും സിമുലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മറ്റേ ഇതിപ്പോ എന്താ പറയാ, ഇപ്പൊ ഗലീലിയോന്റെ ഈവൻ ഫിസിക്സ് തിയറിയിലുള്ള സാധനം ലബോറട്ടറി കണ്ടീഷനിൽ ആക്യുറേറ്റ് ആയിട്ട് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റണമെന്നില്ല. ഇല്ല, നമ്പർ ഓഫ് വേരിയബിൾസ് അക്കൗണ്ട് ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് റീസൺ ചെയ്യുകയാണെങ്കിൽ അതെ അത് നമുക്ക് എക്സോജീനിയസ് വേരിയബിൾ ആന്ന് പറഞ്ഞാൽ മതി, അത് മോഡൽ ആവുമ്പോ. അതിനാണല്ലോ ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ കമ്പ്യൂട്ടർ ഗ്രാഫിക്സില് റിയൽ ടൈം റെൻഡറിങ്ങില് ഗ്ലോബൽ ഇലിമിനേഷൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാൽക്കുലേറ്റ് ചെയ്യാൻ ടൈം എടുക്കും. അപ്പൊ അവന്മാർ എന്ത് ചെയ്ത് ആംബിയന്റ് ലൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു കോഫിഷ്യൻ, ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂ ഉണ്ട്, അതാണ് കൊടുത്താൽ മതി. മനസ്സിലായില്ലേ? അതാണ് ഗ്ലോബൽ ഇലിമിനേഷൻ വേണ്ടത്. അപ്പൊ അതേമാതിരിയുള്ള അപ്രോക്സിമേഷൻസ് കൊടുത്തിട്ട് അവര് മോഡൽ വർക്ക് ചെയ്യിപ്പിക്കും. അല്ല അപ്പൊ ഞാൻ പറയുന്ന പോയിന്റ് എന്ന് വെച്ചാല്, ഇപ്പോ ഒരാള് പറയുന്നത് ലോസ് ഓഫ് ഫിസിക്സോ കെമിസ്ട്രിയോ ബയോളജിയോ ഒക്കെ എതിർത്തോണ്ടാണെങ്കിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ കൺസ്ട്രെയിൻഡ് എൻവയോൺമെന്റിലായിരിക്കും അത് നടക്കുക, അല്ലെ? ജനറലി യു ആർ സസെപ്റ്റബിൾ ടു ദ ലോസ് ഓഫ് നാച്ചുറൽ സയൻസസ്. പക്ഷേ പ്രശ്നം എന്താന്ന് വെച്ചാല് സയൻസ് ഇപ്പൊ സോൾവ് ചെയ്യാത്തതും പക്ഷേ നമ്മൾ യൂസ് ചെയ്യുന്നതും അതേമാതിരി ട്രേറ്റ് ബേസ്ഡ് റീസണിങ് ഇല്ലേ, ചില ട്രേറ്റ്സ്. ഇപ്പൊ ധോണിയുടെ ഹെലികോപ്റ്റർ ഷോട്ട് 5% പേർക്ക് അടിക്കാൻ പറ്റുള്ളൂ അമേരിക്ക. ഇന്ത്യയുടെ കാര്യം വരുമ്പോൾ അത് 7 കോടി ജനങ്ങൾക്കായി. അപ്പോ ഈവൻ 99% ഉണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, അപ്പോഴും വരും 3 കോടി അല്ലേ? അപ്പോ ഞാൻ പറഞ്ഞ പോയിന്റ് എന്ന് വെച്ചാൽ, അപ്പൊ അതെങ്ങനെയാണത് ഒന്ന് വേൾഡിന് ഡിറ്റർമിനിസം ഉണ്ടോന്ന് ഉറപ്പുണ്ടോ? ഇല്ല. അപ്പോ ഒരു ഗിവൺ കണ്ടീഷനിൽ ഒരു ലോ അല്ലെങ്കിൽ ഒരു പ്രിൻസിപ്പിൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. അതായത് എക്സ്പെരിമെന്റ്സിന്റെ ഡാറ്റയും അല്ലെങ്കിൽ ഒക്കറൻസസിന്റെ ഫ്രീക്വൻസി 95 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എബോവ് ആണെങ്കിൽ അത് പ്രിൻസിപ്പിൾ ആയിട്ടും 100% റിപ്പീറ്റബിൾ ആണെങ്കിൽ അത് ലോ ആയിട്ട് മാറുന്നു. അങ്ങനെയാണ് പൊതുവെ ഞാൻ കണ്ടുവന്നിട്ട്. അപ്പോ ഇതിപ്പോ ഈ ശാസ്ത്രമാത്രവാദികളുടെ കാര്യം പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു നിങ്ങളുടെ ഒരു ആശയത്തിന് ശാസ്ത്രത്തിന്റെ ബാക്കിംഗ് ഇല്ലെങ്കിൽ അത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് അവർ പറഞ്ഞു. അതിനെ ഞാൻ യോജിക്കണില്ല.
ശരി. അപ്പൊ അല്ല അങ്ങനെ എനിക്കൊരു അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ഉണ്ട്. ഹലോ ഹലോ ലാൽജി, ഈ ലൈഫ് തന്നെ സബ്ജക്റ്റീവ് അല്ലേ? നിങ്ങൾ ചെയ്യണ ഓരോ ആക്ഷനും നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടല്ലേ? ഒരു അതെ സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് അല്ലേ അവിടെ അതെ ഉണ്ടാവണേ? അതെ അപ്പൊ അതിനെ എൻഹാൻസ് ചെയ്യണ മെത്തേഡ്സ് ഫിലോസഫി വഴിയോ അല്ലെങ്കിൽ വേറെ വഴി എടുത്താൽ എന്താ പ്രോബ്ലം അവിടെ? അല്ലെങ്കിൽ അത് അങ്ങനെ റൂട്ട് ചെയ്യണേല് അതിന് ഒരു കുഴപ്പമില്ല. ഞാൻ 100% എൻ്റെ ലൈഫ് അത് ബെറ്റർ ആക്കുമെങ്കിൽ എന്തുകൊണ്ട് യൂസ് ചെയ്യാം. അതല്ല ഇപ്പൊ ലാലെ, ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ അറ്റ്ലീസ്റ്റ് ഇപ്പൊ ഒരു സോഫ്റ്റ്വെയർ പ്രൊഫഷണൽ എന്ന നിലയിൽ ഇപ്പൊ എനിക്ക് കുറെ എന്നെ കുറിച്ച് കുറെ സങ്കല്പങ്ങൾ ഞാനത് മോഡലായിട്ടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഗ്രൗണ്ടിൽ ചെല്ലുമ്പോ അതിന് സാധ്യത പോലും ഉണ്ടാവില്ല. പക്ഷേ പരമാവധി ഈ മോഡൽ ഇപ്പോ ഞാൻ എന്റെ മോഡലിലോട്ടും ലാലിന്റെ മോഡലിലോട്ടും ശരത്തിന്റെ മോഡലിലോട്ടും ഒരു പ്രൊജക്റ്റിൽ വന്ന് ഈ ആശയവിനിമയം നടത്തുന്നതിനാണല്ലോ പൊളിറ്റിക്സ് എന്ന് പറയണേ, അഭിപ്രായ സമന്വയത്തിന് വേണ്ടി. അവിടെയാണല്ലോ നമ്മൾ ഓരോരുത്തരുടെ ആർഗ്യുമെന്റ്സ് ഇങ്ങനെ വരുമ്പോ ലാസ്റ്റ് ഫൈനലി നമ്മളൊരു കൺസെൻസസ് കണ്ടുപിടിക്കും. അപ്പോ നമുക്ക് വേണമെങ്കിൽ സ്റ്റാൻഡേർഡ് മോഡൽസ് എടുത്ത് ഉപയോഗിക്കാം. അതാണ് നമ്മുടെ മോഡൽ തിങ്കിങ് ചർച്ച. പക്ഷെ നമുക്കും പോസ്റ്റുലേഷൻ വഴി ബിസ്പോക്ക് മോഡൽ ഉണ്ടാക്കിയിട്ട് അപ്ലൈ ചെയ്തൂടെ? അപ്പൊ അതൊക്കെ എങ്ങനെ ഈ ശാസ്ത്രത്തിന്റെ പരിധിയിൽ കൊണ്ടുവരും എന്നുള്ളതാണ്. അതായത് എംപിരിക്കലി ടെസ്റ്റഡ് അല്ല. അപ്പൊ അതായത് ഇപ്പൊ എവരി സോഷ്യൽ ഫിനോമിനയുടെ എന്തെങ്കിലും ഒരു മോഡലോ ടൂളോ വെക്കണമെങ്കിൽ അതിന് റാൻഡമൈസ് കൺട്രോൾ ട്രയൽ എങ്കിലും വേണമെന്നാണോ ലാല് നിഷ്കർഷിക്കുന്നത്? ഞാൻ പറഞ്ഞതിന് കാട് കയറി പോവാണ്. ഞാൻ പറയാൻ ഉദ്ദേശിച്ച സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഓൾറെഡി സയൻസ് ആയിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റണതും സയന്റിഫിക് ആയിട്ട് പ്രൂവൺ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഒരു അപ്രോക്സിമേറ്റ് സംഭവം ഉള്ളതോ ആ സ്വഭാവം ഉള്ളതോ ആയിട്ടുള്ള ഒരു സാധനമാണെങ്കിൽ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്നേ ഞാൻ പറയണുള്ളൂ. അല്ല, അതിന് ഇമ്പോർട്ടൻസ് കൊടുക്ക ഇപ്പൊ ലാലെ, അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത ആത്മീയവാദവും ആശയവാദവും പറയുന്ന ആൾക്കാർ നാട്ടിലുണ്ട് കേട്ടോ. അവരെ കണ്ടിട്ട് എന്റെയോ ചിലപ്പോ ഇപ്പൊ ഞങ്ങള് 3 പേരും ഡിബേറ്റ് ചെയ്തിട്ടുള്ളത് കൊണ്ട് പറയാണ്, ഞങ്ങളുടെ 3 പേരുടെ വ്യൂ എങ്ങനെ കാണാൻ പറ്റും? ഞാൻ 100%, അതായത് സയൻസിന്റെ സ്കോപ്പിന് പുറത്തുള്ള ഒരു സാധനമാണ് നമ്മ ചർച്ച ചെയ്യണമെങ്കിൽ അത് ഫിലോസഫി വെച്ചേ പറ്റുള്ളൂ. അത് ഞാൻ 100% അതെ. അപ്പൊ ഫിലോസഫി മതി. അപ്പൊ അതിൽ ഏത് ഫിലോസഫി എന്നുള്ള ചോദ്യമാണ്. ഇപ്പൊ നമുക്കിപ്പോ നമ്മുടെ മുന്നില് ബുക്കിലും മാഗസീനിലൊക്കെ അടിച്ചു വരുന്നത് വെസ്റ്റേൺ ഫിലോസഫിയാണ്. അപ്പൊ അതിന് കുറെ പ്രോബ്ലം ഉണ്ട്. കാരണം ഒന്നാമതേ അത് നമ്മുടെ കൾച്ചറിൽ ചിലപ്പോൾ അത് വർക്ക് ചെയ്യണമെന്നില്ല. ഞാൻ വർക്ക് ചെയ്ത ഒരു പ്രമുഖ കമ്പനിയിൽ അവരുടെ പോർട്ടലിലെ ആർട്ടിക്കിൾസ് വരും. ആ നാട്ടുകാർക്ക് വേണ്ട, നമ്മുടെ നാട്ടുകാർക്ക് വേണ്ട ഒരു ആർട്ടിക്കിൾ പോലും ഞാൻ അതിൻ്റെ ഉള്ളിൽ കണ്ടിട്ടില്ല. അതായത് അവരിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കുന്നത്, അതായത് അവരെ ടച്ച് ചെയ്യുന്ന ഒരു ആർട്ടിക്കിൾ വരുന്നില്ല. എല്ലാം എങ്ങനെയാന്ന് വെച്ചാല് ക്ലയന്റിന് വേണ്ടി എങ്ങനെ ജീവിക്കാന്നാണ് പറഞ്ഞു തന്നെ. ഇപ്പോ ആ കമ്പനിയുടെ ഉദ്ദേശത്തെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല, അതിന്റെ മോഡസ് ഓപ്പറാൻഡിനെ ഞാൻ ചോദ്യം ചെയ്യുന്നുള്ളൂ. അത് ഫിലോസഫിക്കൽ കണക്ട് ഉണ്ടാക്കാൻ പറ്റിയില്ല എന്ന്. ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പൊ നമ്മൾ 6 പ്രമാണങ്ങൾ പഠിച്ചു. അതായത് ഇന്ത്യൻ അദ്വൈതത്തിന് പെർസെപ്ഷൻ, ഇൻഫറൻസ്, എക്സ്പെർട്ട് ടെസ്റ്റിമോണി, മറ്റേ കമ്പാരിസൺ അഥവാ അനലോജി, മറ്റേ പോസ്റ്റുലേഷൻ ആൻഡ് ആബ്സെൻസ്. അപ്പൊ ഈ പോസ്റ്റുലേഷൻ എങ്ങനെയാണ്? മോഡേൺ സയൻസ് എക്സ്പെർട്ട് ടെസ്റ്റിമോണി പോലും വിശ്വസിക്കുന്നില്ല. ഒരു എക്സ്പെർട്ട് പറഞ്ഞുകൊണ്ട് ശാസ്ത്രം സത്യമാവുണ്ടെന്ന് പറയണേ. ഇപ്പൊ ഞാൻ ഇപ്പൊ എന്റെ അടുത്ത് ശ്രീധരൻ വന്ന് പറയാണ്, എർഗണോമിക്കലി കോൺക്രീറ്റ് മിക്സ് ചെയ്യേണ്ടത് ഒരു പർട്ടിക്കുലർ അനുപാതത്തിലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺലെസ് ഇറ്റ് കോൺട്രഡിക്ട്സ് ദ ഫിസിക്സ് ഓഫ് മൈ നോഷൻ, അതായത് ട്രിവിയൽ ലോ ഓഫ് ഫിസിക്സിനെ പോലും കോൺട്രഡിക്ട് ചെയ്താലേ എനിക്ക് തിരിച്ചു ചോദിക്കാൻ പറ്റുള്ളൂ. ഇയാൾ പറഞ്ഞത് കേൾക്കാൻ നിർത്തിയുണ്ടോ പ്രായോഗിക തലത്തില്? അതല്ല, ആള് പറയണത് 2 രീതിയിൽ വരല്ലോ. അതായത് ഒന്നില്ലെങ്കിൽ ആള് പറയണത് മേക്ക് സെൻസ്, ശരിയായിരിക്കാം എന്നുള്ളൊരു സംഭവം വരാം. അല്ലെങ്കിൽ ഒരു മിനിറ്റ്, ഇറ്റ് മൈറ്റ് ബി കറക്റ്റ് ബട്ട് ഇറ്റ് മൈറ്റ് നോട്ട് മേക്ക് സെൻസ് ടു മീ. എന്റെ പരിമിതി കൊണ്ടാണ് അയാൾ പറഞ്ഞത് മനസ്സിലാക്കാൻ പറ്റാത്തത്. അതെ, നമ്മുടെ പരിമിതി കൊണ്ട് ആള് പറയണ മനസ്സിലാക്കാൻ പറ്റണില്ല എങ്കിൽ നമ്മ കൂടുതൽ അതിനെ കുറിച്ച് അന്വേഷിക്കണം. എന്നാലല്ലേ നമുക്ക്
അപ്പൊ അന്വേഷിച്ചു കഴിഞ്ഞാലും ഇപ്പൊ അത് അണ്ടർസൈൻ ചെയ്യണത് അയാളാണെങ്കിലേ നമ്മൾ ചെയ്യേണ്ടി വരൂലേ? അല്ല, അപ്പൊ അങ്ങനത്തെ പ്രോബ്ലം ഉണ്ട്, മനസ്സിലായി? അപ്പൊ എക്സ്പെർട്ട് ടെസ്റ്റിമണി എന്ന് പറഞ്ഞ സാധനം ഒരു യാഥാർത്ഥ്യമാണ്. ഇനിയിപ്പോ അബ്ഡക്റ്റീവ് ഇൻഫറൻസ് എങ്ങനെയാണ്? ഇപ്പൊ നേരത്തെ എന്റെ അപ്പന്റെ കേസിൽ നിന്ന് പൈസ പോയി. അപ്പന് ഹൈപ്പോത്തസിസ് നടത്താൻ മൂന്ന് പേരാണ് വന്ന്, ഞാൻ, എന്റെ അനിയൻ, എന്റെ അമ്മ. ഇവിടെ കിട്ടിയ അപ്പൊ അപ്പൊ ഞാൻ പറയുന്ന പോയിന്റ് എന്ന് വെച്ചാൽ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഈ ഒരു ഫിലോസഫിക്കൽ അപ്രോച്ച് അല്ലേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ പറഞ്ഞ വെച്ചാല് പോസിബിൾ ആക്ഷൻസിന്ന് ലിമിറ്റ് ചെയ്യുക. ആൻഡ് ഇഫ് ഇറ്റ് വയലേറ്റ് സയന്റിഫിക് ട്രൂത്ത് എലിമിനേറ്റ് ചെയ്തു. ബട്ട് വാട്ട് എവർ ലെഫ്റ്റ് ഹൗവർ ഇംപ്രോബിൾ ക്യാൻ ബി കോഴ്സ് ഓഫ് ആക്ഷൻ എന്ന് പറയണുള്ളൂ. അപ്പൊ അതിന് നിങ്ങൾക്ക് വെസ്റ്റേൺ ഫിലോസഫിക്കൽ മോഡൽസ് മാത്രം മതിയോ? ഇപ്പൊ ഫോർ എക്സാമ്പിൾ ന്യായ വൈശേഷികത്തിന്റെ വേൾഡ് വ്യൂ എന്താണ്? സാങ്ഖ്യയോഗം എന്താണ്? ഇപ്പൊ സാങ്ഖ്യയോഗത്തിനെ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് എടുക്കണം. കാരണം യോഗ ഫിസിക്കൽ എക്സസൈസ് ആണെന്ന് പറഞ്ഞതിന്റെ പേരിൽ കഴിഞ്ഞ ദിവസം ഒരാളായിട്ട് തല്ലിടിച്ചോളൂ. മനസ്സിലായില്ലേ? ഇപ്പൊ യോഗ എന്താണ്? ഇപ്പൊ യോഗ ഇപ്പൊ മറ്റേ ഈ ഇവിടുത്തെ മോഡിയൻ ടീംസും അവരൊക്കെ എന്താ വെച്ചാൽ ഇത് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോ യോഗയുടെ ആ സ്പിരിച്വൽ ലെസൻസിനെ ബാക്ക് ബേണറിൽ വെക്കുകയാണ്. അതർ റിലീജിയൻസിന്റെയും കൾച്ചറിന്റെയൊക്കെ ഇതിന്റെ ഉള്ളിൽ നിന്ന്. ഞാൻ പറയുന്ന വെച്ചാൽ അത് വേദത്തിൽ വേദത്തില്ല, യോഗത്തിൽ വിളഞ്ഞിറങ്ങണ മാതിരിയാ. മനസ്സിലായില്ലേ? ലെറ്റ് ദം ഡു ഇറ്റ്. ഇതിപ്പോ തമിഴ് സാൻസ്ക്രിറ്റിനേക്കാൾ സുപ്പീരിയർ ആണെന്ന് അല്ലെങ്കിൽ ഓൾഡ് എന്ന് പറഞ്ഞ മാതിരിയാ. അതുകൊണ്ട് എന്താ ഗുണമെന്ന് എനിക്ക് ഇതുവരെയായിട്ട് മനസ്സിലായിട്ടില്ല. അതായത് നമ്മുടെ ഭാഷയിൽ തമിഴ് പദങ്ങൾ അതിനെക്കുള്ള സംസ്കൃത പദങ്ങളുണ്ട്. അപ്പൊ ആ ഒരു ഇപ്പൊ സംസ്കൃതം പഠിക്കുന്നതുകൊണ്ട് അഡ്വാൻറ്റേജ് ഉണ്ട്. അതായത് അത് ഇറ്റ്സ് നോട്ട് ആൻ ഓർഡിനറി ഭാഷ, സംസ്കൃത ഭാഷയാണ്. സാൻസ്ക്രിറ്റ് പ്യൂരിഫൈഡ് ആണ്. എന്താണ് അതിന്റെ ഗ്രാമറിന് കുറെ സ്പെസിഫിസിറ്റി ഉണ്ട്, കോമ്പോസിഷനാലിറ്റി ഉണ്ട്. അത് നമുക്ക് അതിനെ കുറിച്ച് വേറെ ചർച്ച വയ്ക്കാം. അപ്പൊ ഞാൻ പറഞ്ഞ പോയിന്റ് എന്ന് വെച്ചാല് ഈ പൊളിറ്റിക്കൽ ഇതിനനുസരിച്ച് ആൾക്കാർ അല്ല പൊളിറ്റിക്കൽ സെൻസിബിലിറ്റി ഓഫ് ദി പീപ്പിൾ അറൗണ്ടിനനുസരിച്ച് നമുക്ക് പ്രാക്ടിക്കൽ ലെവലിൽ കോഴ്സ് ഓഫ് ആക്ഷൻ മാറ്റാം. പക്ഷെ ഫിലോസഫിക്കൽ മോഡൽസ് നമുക്ക് മുന്നോട്ട് വയ്ക്കുന്നതിൽ തെറ്റെന്താണെന്നാണ് എന്റെ ചോദ്യം. ശാസ്ത്രത്തെ വയലേറ്റ് ചെയ്യണമെങ്കിൽ ശാസ്ത്രത്തെ വയലേറ്റ് ചെയ്തതും ഈ അന്ധവിശ്വാസ പരമായ അബദ്ധജടിലമായ പല പ്രൊപ്പോസിഷൻസും വെക്കുന്ന കുറച്ച് ആൾക്കാരെ കാണിച്ചിട്ട് ഈ യുക്തിവാദികൾ അവരുടെ കാര്യം കാണുന്നതാണ് ഞാൻ കാണുന്നത്. അല്ലെ? ഇവിടെ കിട്ടിയ ഇപ്പൊ ഈ എന്റെ സ്റ്റേറ്റ്മെന്റിൽ തന്നെ സയന്റിഫിക് ആണോ അല്ലേ എന്നുള്ളതല്ല. നിങ്ങള് ഇപ്പൊ ലോകത്തെ ആൾക്കാർ കൂടുതൽ സയൻസിൽ വിശ്വസിക്കണം എന്റെ ആഗ്രഹം. കാരണം അത്രയും മണ്ടന്മാരെ എന്റെ ചുറ്റും ഉണ്ടാവണേ. അതായത് പ്രായോഗിക ബുദ്ധിശൂന്യതയാണ് ഞാൻ കാണുന്നത്. അപ്പൊ അതാണ് എന്റെ പ്രശ്നം. അപ്പൊ ഞാൻ പണ്ട് പറഞ്ഞ കാര്യ, ഒരു സാധാരണ മനുഷ്യന് 15 മിനിറ്റ് കൊണ്ട് മനസ്സിലാക്കുന്ന ഒരു പ്രതിഭാസത്തെ ഒരു ബുദ്ധിമാൻ 15 കൊല്ലം കൊണ്ട് മനസ്സിലാക്കുന്നതിനെയാണ് മറ്റേ ജീവിതം എന്ന് വിളിക്കണതെന്ന്. കാരണം ബുദ്ധിമാന് റീസൺ വേണം, അതിന് സയൻസ് ബേസ്ഡ് റീസൺ വേണം. അങ്ങനത്തെ 100 കൂട്ടം പ്രശ്നങ്ങളുണ്ട്. കിട്ടിയ അത് തന്നെ. അപ്പൊ ഞാൻ പറഞ്ഞ പോയിന്റ് എന്ന് വെച്ചാല് സ്പിരിച്വാലിറ്റിയും സയൻസും തമ്മിലുള്ള ഒരു ഡിബേറ്റ് കത്തോലിസിസം മോഡേൺ ഫിലോസഫിയും തമ്മിലുള്ള ഡിബേറ്റ് ചെയ്യുന്നുണ്ടായതാ. അല്ലാണ്ട് അതിനൊരു റാഷണൽ ബേസിസ് ഇല്ല. ഞാൻ അതിനാ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സംഭവം നടക്കുന്നുണ്ടെങ്കിൽ അതിനെ വിശ്വസിക്കാൻ വേണം, പ്ലസ് അതിന്റെ റീസൺ അന്വേഷിക്കണമെന്നാണ് ഞാൻ പറയാം. എല്ലാ റീസൺ അന്വേഷിച്ചോ. ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ വേദാന്തം കൊണ്ട് ഇപ്പൊ മോക്ഷം കിട്ടിക്കഴിഞ്ഞാൽ ഈ വലിയ ദിവ്യശക്തി ഒന്നും കിട്ടൂല, കുറെ ആരോഗ്യ പരിപാലനമൊക്കെ നടക്കുമെന്ന് ഞാൻ പറഞ്ഞതെന്ന് വെച്ചോ. നിങ്ങൾ ആദ്യമേ അത് വിശ്വസിക്കാതെ എങ്ങനെ ഞാൻ നിങ്ങളെ കൺവിൻസ്? കാരണം ഞാൻ എന്റെ എക്സ്പീരിയൻസ് പറയണേ, എക്സ്പീരിയൻഷ്യൽ ഫിലോസഫിയാണ്. ഇനി ഇതേമാതിരി പറയുന്ന കുറെ ആൾക്കാരുണ്ട്. അപ്പൊ എനിക്ക് മോക്ഷം കിട്ടി എന്ന് സംസാരിച്ചു കഴിഞ്ഞപ്പോ ക്ലബ് ഹൗസില് അതുമാതിരി ബഹളമായി. സ്പിരിച്വൽ ജലസി എന്നുള്ളൊരു ഒരു ടേം ഒക്കെ കോയിൻ ചെയ്ത്. അതായത് ഇതൊന്നും ചെയ്യേണ്ടി വന്നില്ല. അതായത് ജസ്റ്റ് ബിക്കോസ് മനോബുദ്ധി തലത്തിനപ്പുറത്ത് ഒരു 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 ഡയമെൻഷൻ ഉണ്ടെന്നുള്ള ഒറ്റ അറിവ് മതി ഈ ഫോർ ഐഡിയലിസം ടു മേക്ക് സെൻസ്. കിട്ടിയ അപ്പൊ അത് വിശ്വസിക്കാൻ തയ്യാറാണോ? അപ്പൊ നിങ്ങൾ വേണ്ട, നമുക്ക് വേദാന്തം വേണ്ട, ഇന്ത്യൻ ഫിലോസഫി വേണ്ട,
ഹാർഡ് പ്രോബ്ലം ഓഫ് കോൺഷ്യസ്നെസ് എന്നടിക്കുക. എന്നിട്ട് ഇപ്പൊ നമ്മുടെ ഈ സദസ്സില് ശരത്താണ് എക്സ്പെർട്ട്. ഇല്ല മറ്റേ വൈശാഖനും കുറെ കാര്യങ്ങൾ, അറ്റ്ലീസ്റ്റ് ഇവർ രണ്ടുപേർക്ക് എന്നൊക്കെ ഉള്ള അറിയാൻ ചാൻസ് ഉണ്ട്. അതിനൊരു അവസരം കൊടുക്കൂ. ശ്രീത്തൊന്നും മിണ്ടുന്നില്ല. റിസീവിംഗ് സൈഡിലാണ് കൂടുതൽ. എല്ലാ റിസീവിംഗ് ആയിക്കോട്ടെ. വിൽ യു കൺസിഡർ ഇന്ത്യൻ ഫിലോസഫി സീരിയസ്ലി ആഫ്റ്റർ ദിസ് മീറ്റിംഗ് പെർഹാപ്സ്? അതില് ഒരു യുക്തിയും ഒരു കോമ്പറ്റീറ്റീവ് എഡ്ജും കാണുന്നുണ്ടോ ഈ ഓണ്ടോളജി സത്താവിജ്ഞാനിയെ അറിഞ്ഞാൽ? അത് ഞാൻ ഒരു ഹൈപ്പോത്തസിസ് അല്ലെങ്കിൽ കൺജക്ചർ ആയിട്ട് എടുക്കുന്നതാണ്. കാരണം അത് എനിക്ക് പ്രൂവ് ചെയ്യണം. അതുവരെ അത് പ്രൂവ് ചെയ്യാന്ന് ഏതാ എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ട്. പിന്നെ എനിക്ക് അല്ല, അപ്പൊ അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? ഹൗ കൻ ഐ സ്റ്റഡി അബൌട്ട് ന്യായ, വൈശേഷിക, സാംഖ്യ, യോഗ, മീമാംസ, വേദാന്ത എന്നുള്ളതായിരിക്കണം അടുത്ത ചോദ്യം. അല്ല, ഐ നോ ദാറ്റ്. ഓക്കെ, നിങ്ങൾ കുറച്ച് ബുക്സ് ഒക്കെ വാങ്ങിച്ചിട്ടില്ലേ ശ്രീധേ? വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ വൈശാഖിന്റെ റീഡിംഗ് ലിസ്റ്റും മറ്റേതൊക്കെ എന്താണ് ഇന്ത്യൻ ഫിലോസഫിയെ കുറിച്ച്? കാരണം വൈശാഖ് ഇവിടെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ ഇന്ത്യൻ ഫിലോസഫിയും കൊണ്ട് ആരും നിങ്ങളുടെ മുന്നിൽ ഒന്നും വന്നിട്ടില്ല. അതായത് അതിനു വേണ്ടി വാദിക്കാൻ ആരും വന്നിട്ടുണ്ടാവില്ല ഇതിനു മുമ്പ്. അപ്പൊ ഇപ്പൊ ഇൻട്രൊഡക്ഷൻ ടു ഇന്ത്യൻ ഫിലോസഫി എന്ന് പറയുന്ന ബുക്ക്, ഒരു ബുക്ക് വായിക്കണേക്കാളും കുറച്ച് ഡോക്യുമെന്ററീസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് അതിന്റെ ആ നാക്ക് കിട്ടും. ഹിന്ദി അറിയാമെങ്കിൽ ABP ന്യൂസിന്റെ ആദിശങ്കരാചാര്യയുടെ ഒരു ഡോക്യുമെന്ററി ഉണ്ട് ABP ന്യൂസില്, ഭാരത് വർഷം എന്നുള്ള പ്രോഗ്രാമില് 44 മിനിറ്റ്സ് ഉള്ള. അല്ലെങ്കിൽ പിന്നെ രവീന്ദ്രൻ ചിദാനന്ദപുരി സംവാദം കണ്ടാൽ മതി. അപ്പൊ അതില് ഒരു മെറ്റാഫിസിക്സ് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ ഭഗവത്ഗീത ഇസ് എ ഗുഡ് സോഴ്സ് ഓഫ് ഇന്ത്യൻ ഓണ്ടോളജി. അതൊരു എക്സ്പീരിയൻസ് ലെവലിലല്ല. നിങ്ങളുടെ യു ക്യാൻ സ്റ്റിൽ ബി സയന്റിഫിക് ആൻഡ് സ്പിരിച്വൽ എന്നാണ്. ഇറ്റ് നോട്ട് ബി റിലീജിയസ്. അപ്പൊ അത് ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ ഞാൻ വേദാന്തത്തെ കുറിച്ച് പറയുമ്പോ ശരത്ത് ഇവിടെ ഉണ്ട്. അപ്പൊ എന്റെ അണ്ടർസ്റ്റാൻഡിങ് ഇങ്ങനെ ഞാൻ പുതിയ അണ്ടർസ്റ്റാൻഡിങ് കിട്ടുകയും ശരത്തിനോട് പറയും. അപ്പൊ ശരത്ത് അപ്പൊ അന്ന് എന്റെ അസസ്മെന്റ് എന്താന്ന് വെച്ചാല് എന്തൊക്കെ പറയുന്നു ഇങ്ങനെ പ്രോഗ്രാമിങ്ങിലൊക്കെ പറഞ്ഞത് കറക്റ്റ് ആയിരിക്കും. അപ്പൊ ഇതിന് എന്തെങ്കിലുമൊക്കെ കറക്റ്റ്നെസ് ഉണ്ടാവും. പുള്ളി കേട്ടിരിക്കുകയായിരുന്നുള്ളത്. പിന്നെ പുള്ളി മറ്റേ കോൺഷ്യസ്നസ് സ്റ്റഡീസിന്റെ ഡിബേറ്റിൽ ക്ലബ് ഹൗസിൽ പോയി കഴിഞ്ഞപ്പോഴാണ് ഇന്ത്യൻ ഫിലോസഫി മേഡ് സെൻസ് എന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പൊ അതേമാതിരി ഒരു ഓരോരുത്തർക്കും ഓരോ മോട്ടിവേഷനാണ്. ഇപ്പൊ വൈശാഖ് ശിവയുടെ മോട്ടിവേഷൻ എന്തായിരുന്നു ഇന്ത്യൻ ഫിലോസഫി നോക്കാൻ? വൈശാഖ് എന്റെ എക്സ്പീരിയൻസ് ആയിരുന്നു സാറേ. ഞാൻ അവിടെ നിന്ന് വന്നത്, എനിക്കിതൊന്നും അറിയില്ലായിരുന്നു ആദ്യം. അതായത് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്പിരിച്വൽ എക്സ്പീരിയൻസ് ഉണ്ടാവാന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്തെങ്കിലും ഒരു ഇൻഡ്യൂസന്റ് ഉണ്ടാവണ്ടേ, എന്തെങ്കിലും ഒരു ഹേതു ഉണ്ടാവണ്ടേ, എന്തെങ്കിലും ഒരു പ്രേരണ അല്ലെങ്കിൽ സ്റ്റിമുലസ് ഉണ്ടാവണ്ടേ? അത് തന്നെ ഉണ്ടായോ? അല്ല, നിങ്ങൾ അറ്റ്ലീസ്റ്റ് യോഗസൂത്രം ഉണ്ട്, അല്ലെങ്കിൽ യോഗയുണ്ട്, അല്ലെങ്കിൽ ഞാൻ കുറച്ച് കാര്യം പറയാനില്ല. പക്ഷെ ഒരു സ്റ്റിമുലസ് ഉണ്ടായിട്ടുണ്ട്. ഒരു ബെസ്റ്റ് സംഭവമാണ്. അതിനുശേഷം ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബ്രീത്ത് ഒബ്സർവ് ചെയ്യില്ലേ സാറേ, ഈ പതഞ്ജലി യോഗസൂത്രത്തിലെ, അത് ഞാനൊരു 1 month കണ്ടിന്യൂസ്ലി പ്രാക്ടീസ് ചെയ്തു. ഒരു ദിവസം ഒരു 4 times ഒക്കെ. അതിൽ നിന്നാണ് എന്റെ ഒരു എക്സ്പീരിയൻസ് ഒരു 1 month കഴിഞ്ഞപ്പോ വന്നേ, ഒരു പീക്ക് ലെവൽ എക്സ്പീരിയൻസ് എന്റെ ശരീരത്തിൽ വന്നേ. അപ്പൊ അതടിച്ചപ്പോ എനിക്ക് എന്റെ കിളി പോയി. അത് ലോജിക്കലി എനിക്ക് യാതൊരു ഒന്നുമില്ല, എവിഡൻസ് ഒന്നും ഉണ്ടായില്ലേ. ഞാനിങ്ങനെ പിന്നെയാണ് തുടങ്ങിയത് ഇതിനെ കുറിച്ചുള്ള അന്വേഷണമൊക്കെ. അപ്പൊ അതിലൊക്കെ കുറെ കാര്യങ്ങളുണ്ടെന്ന് മനസ്സിലായി. അങ്ങനെ അതല്ല, ആ അനുഭവവും നിങ്ങളുടെ ഇപ്പോഴത്തെ ക്ലബ് ഹൗസിൽ നമ്മൾ മീറ്റ് ചെയ്യണ തമ്മിൽ എത്ര കാലയളവ് ഉണ്ടായിരുന്നു? അതെനിക്ക് നടന്നത് 2016 16-15 ആ കാലഘട്ടത്തിലാണ് എക്സ്പീരിയൻസ്. ക്ലബ് ഹൗസ് എനിക്ക് പറഞ്ഞാൽ 2021 അല്ലേ? 21. ഓക്കെ. അപ്പൊ അല്ല, അപ്പൊ നിങ്ങൾ ക്ലബ് ഹൗസിൽ ഡിബേറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോ 5-6 കൊല്ലത്തെ പരിചയമുണ്ട്. അപ്പൊ ഇതിനെ കുറിച്ച് കൂടുതൽ എങ്ങനെ അറിഞ്ഞേ? ഞാൻ ആക്ച്വലി
കൂടുതൽ അറിഞ്ഞത് ക്ലബ് ഹൗസ് വഴിയാണ്. കുറെ ആൾക്കാരെ മീറ്റ് ചെയ്തപ്പോ ഈ വേദാന്തം അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഡീപ്പർ ലെവലിൽ കാര്യങ്ങൾ മനസ്സിലായത് അവിടെ നിന്നാണ്. പക്ഷെ അല്ലാണ്ട് ഞാൻ ആക്ച്വലി ഫസ്റ്റ് ഒക്കെ മനസ്സിലായത് ഈ ഞാൻ ആദ്യം ഒരു ബുക്ക് വായിച്ചിട്ടുണ്ടായിരുന്നു, ഓട്ടോബയോഗ്രഫി ഓഫ് യോഗി. കുറെ സ്കെപ്റ്റിക്കലായിരുന്നു, അതിൽ കുറെ കാര്യങ്ങളൊക്കെ പറയണ്ടി ഈ രജനീകാന്ത്. അതന്നെ അതൊരു 2012 ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ ഈ മഹാവതാർ ബാബാജിനെ കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്നുണ്ട്. ഹിമാലയത്തിൽ ഇപ്പോഴും 2000 വർഷമായിട്ട് ജീവിക്കുന്ന ഒരു യോഗി ഉണ്ടെന്നൊക്കെ പറയുമ്പോ എനിക്ക് ഇത്തിരി സ്കെപ്റ്റിക്കലായിരുന്നു ഞാൻ. അങ്ങനെ തന്നെയല്ലേ മറ്റേ ഈ ശ്രീ എമ്മിന്റെയും ഗുരു? അതെ ശ്രീ എമ്മിന്റെ ഈ മഹാവതാർ ബാബാജിയുടെ ഡയറക്റ്റ് ശിഷ്യനാണ് മഹേശ്വർനാഥ് ബാബാജി. ആളുടെ ശിഷ്യനാണ് ശ്രീ എം. മനസ്സിലായി? അപ്പൊ ഈ രജനീകാന്ത് അപ്പൊ ഇത് എനിക്ക് കോറിലേറ്റ് ചെയ്തത് ഈ 2000-ലാണോ 2002-ലാണോ അറിയില്ല, രജനീകാന്ത് ഒരു സിനിമ എടുത്തിട്ട് ബാബ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിന്റെ സ്റ്റാർട്ടിങ്ങില് ക്രെഡിറ്റ്സ് എഴുതി കാണിക്കുമ്പോ പുള്ളി ക്ലിയർലി പറഞ്ഞിട്ടുണ്ട് ഇതെന്റെ ഗുരു മഹാവതാർ ബാബാജിനെ ഡെഡിക്കേറ്റ് ചെയ്യണമെന്ന്. അപ്പൊ ഞാൻ ആലോചിച്ച് ഈ രജനീകാന്ത് പോലെ ഇത്രയും ഫേമസ് മനുഷ്യനൊക്കെ എന്തിനാ ഇങ്ങനെ ഒരു ഫിലിം ഡെഡിക്കേറ്റ് ചെയ്യണേന്ന്. അപ്പൊ പുള്ളി ഓപ്പൺലി ക്ലെയിം ചെയ്തിട്ടുണ്ട് ഈ രജനീകാന്ത് ഒക്കെ പുള്ളിയുടെ ഗുരുവാണ്, പുള്ളി കണ്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇതൊക്കെ എനിക്കൊരു സ്കെപ്റ്റിക്കലായിരുന്നു ആദ്യം ഞാൻ വായിച്ചുകൊണ്ടിരുന്നപ്പോ. പിന്നെ ഒരു ഈ 16-ലെ ഒരു എക്സ്പീരിയൻസ് കിട്ടിയപ്പോ എനിക്ക് ഇത് പോസിബിൾ ആണ്. അതായത് ഈ പതഞ്ജലി യോഗസൂത്രത്തിലെ യമം നിയമം ആസനം പ്രാണായാമം പോലെ പ്രത്യാഹാരം, അതിലെ ധാരണയൊക്കെ എനിക്ക് ക്ലിയർ ആയി. ധ്യാനാവസ്ഥ കുറച്ച് സസ്റ്റൈൻ ഒക്കെ കിട്ടിയപ്പോ എനിക്ക് മനസ്സിലായി ഇത് പോസിബിൾ ആണ്. പക്ഷെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം, ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. എനിക്ക് തോന്നണമെങ്കിൽ കുറെ കാര്യങ്ങൾ ഇപ്പൊ അമൃത്ലാൽജി ട്രൈ ചെയ്യുകയാണെങ്കിൽ കിട്ടുമെന്ന് എനിക്ക് തോന്നി. പക്ഷെ അതൊരു എക്സ്പീരിയൻഷ്യൽ ലെവലില് കറക്റ്റ് ആണ്. പക്ഷെ അതിന്റെ ഒരു ഇന്റലക്ച്വൽ ഇപ്പൊ എന്റെ ഇനിഷ്യേഷൻ എന്നുവെച്ചാല് എന്റെ ഇൻട്രസ്റ്റ് ഇൻ വെസ്റ്റേൺ ഫിലോസഫി, ഓണ്ടോളജി ഒക്കെ ഒരു നിൽക്കുന്ന സമയത്താണ് ഞാൻ ഇതിലോട്ട്. ഇപ്പൊ എന്റെ അനിയനും ഞങ്ങളൊക്കെ ബഹുമാനിക്കുന്ന ഉണ്ണിച്ചേട്ടൻ എന്ന് പറഞ്ഞ പുള്ളിയുണ്ട്. പുള്ളിയും തമ്മിൽ ഒരു തർക്കം നടന്നു. അപ്പൊ തർക്കം നടന്നു കഴിഞ്ഞപ്പോ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാല് പുള്ളി മറ്റേ ഈ ഭഗവത്ഗീതയില് മോക്ഷമാർഗം 4 ഉണ്ണിച്ചേട്ടനും 3 എന്റെ അനിയനും തർക്കം. ഓക്കെ, അപ്പൊ ഈ മറ്റേ ഭഗവത്ഗീതയുടെ ആദ്യത്തെ 6 ചാപ്റ്റർ പൊതുവെ കർമ്മത്തെയും, 7 മുതൽ 12 വരെയുള്ള ചാപ്റ്റർ മറ്റേ ഭക്തിയെയും, 13 മുതൽ 18 വരെയുള്ള ചാപ്റ്റർ ജ്ഞാനത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. അതാണ് ക്ലാസിക്കൽ ഇന്റർപ്രിട്ടേഷൻ. അപ്പോ വിവേകാനന്ദ സ്വാമികള് അതിനൊരു ഈ ആദ്യത്തെ 6 ചാപ്റ്ററിലെ 1-2 ചാപ്റ്റർ മെഡിറ്റേഷൻ ഊന്നൽ കൊടുത്തുകൊണ്ട് പുള്ളി രാജയോഗ എന്ന് പറഞ്ഞൊരു ഇതും ഭഗവത്ഗീതയിൽ അടങ്ങി എന്നുള്ളൊരു വാദം വന്നു. പിൽക്കാലത്ത് രാജയോഗ ഒരു ജെന്യൂൻ മോക്ഷമാർഗമായിട്ട് മാറുക ചെയ്തത്. അപ്പൊ എന്റെ അനിയന് അതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ലായിരുന്നു. അപ്പൊ തർക്കം 1.5 മണിക്കൂർ നീണ്ടു നിന്നപ്പോ അവിടെയുള്ള ആൾക്കാരൊക്കെ ഉണ്ണിച്ചേട്ടന്റെ വിവരം അടിപൊളിയാണെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ഞെട്ടിയത് എന്റെ അനിയൻ എങ്ങനെ ഇത്ര വാദിച്ചു എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ചോദിച്ചേടാ ഇത് എങ്ങനെയാ ഒപ്പിച്ചതെന്ന് ചോദിച്ചു. പുള്ളി പറഞ്ഞ് അത് കുഴപ്പമില്ല, പി ഭാസ്കരന്റെ ആദിശങ്കരാചാര്യ ഞാൻ 5-ാമത്തെ പ്രാവശ്യം ഇന്നാള് കണ്ടോളൂ, 5-ാമത്തെ 4-ാമത്തെ പ്രാവശ്യം കണ്ടോളൂ. അപ്പൊ എനിക്ക് മനസ്സിലായി ഓക്കെ ഇവന്റെ സോഴ്സ് ഓഫ് നോളജ് കേട്ടറിവും ആ മൂവി അത് എന്റെ അനുബന്ധ മൂവികളാണ്. ഞാനത് കാണാൻ നോക്കി കഴിഞ്ഞപ്പോ എനിക്കൊരു സാൻസ്ക്രിറ്റ് മൂവിയെ കിട്ടിയ GVR, അത് യൂട്യൂബിൽ കിടപ്പുണ്ട്. അപ്പൊ ഞാനത് ബ്ലോക്ക് ചെയിന്റെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്, എത്തീരിയം. അപ്പൊ എത്തീരിയം വന്നു തുടങ്ങിയ സമയം. അപ്പൊ KPMGയുടെ ഒരു ഡയറക്ടർക്ക് വേണ്ടി എത്തീരിയത്തിന്റെ ഒരു പ്രസന്റേഷൻ ഉണ്ടാക്കണമായിരുന്നു. അപ്പൊ എന്റെ കയ്യിലിരിക്കണ മെഷീൻ 32 ബിറ്റ് ആയിരുന്നു. അപ്പൊ എനിക്കൊരു 64 ബിറ്റ് മെഷീൻ വേണമെങ്കിൽ എൻ്റെ മാക്ക് ഉള്ളൂ. അപ്പോ മാക്കിൽ ഞാൻ ബ്രൂ ഒക്കെ ഉപയോഗിച്ച് ഈ സാധനം ഒരു എറണാകുളത്ത് പോയി വന്നായിരുന്നു, ഒരു 1-2 മണിക്കൂർ എടുത്ത് അത് ചെയ്ത് കുറച്ച് എത്തീരിയത്തിന് സ്ക്രിപ്റ്റ് ഒക്കെ അടിച്ചു നോക്കി കഴിഞ്ഞപ്പോ ഇൻസ്റ്റലേഷൻ ശരിയായപ്പോ 11 കാലം ഞാൻ വെറുതെ ഒരു മൂവി എടുത്ത് കാണുക. ആദിശങ്കരാചാര്യ അടിച്ചു, ഈ ഡിബേറ്റ് ഓർമ്മ വന്നു, അടിച്ചു. പിന്നെ ആ വെള്ളിയാഴ്ച തന്നെ ഞാൻ ഫാമിലിനെ കൊണ്ട് കാലടി തൂപത്തി പോയി. അപ്പൊ അവിടെ നിന്ന് വിവേക ചൂടാമണി, തർക്കസംഗ്രഹ അങ്ങനത്തെ കുറെ ബുക്സ് ഒക്കെ കിട്ടി. പിന്നെ അതാണ് എന്റെ ഉള്ളിലോട്ട് ഇത് വന്നത്. ആസ് ഐ ലേൺഡ് ഇറ്റ്, എനിക്ക് എന്റെ ലൈഫിലുള്ള കുറെ ഇന്റലക്ച്വൽ കൺഫ്യൂഷനും ആദ്യം കിട്ടിയ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഈ ഫെല്ലോ ഇന്ത്യൻസിനെ ബഹുമാനിക്കാൻ പഠിച്ചു. മനസ്സിലായ? അതായത് പണ്ട് ഒരു ഭേദഭാവത്തോടെയുള്ള നോട്ടായിരുന്നു. അവന് കാൽക്കുലസ് അറിയാവോ, അവന് ഡിഫറൻഷ്യൽ ഇക്വേഷൻ അറിയാവോ, അവന് ലോജിക് അറിയാവോ, അവന് പ്രെഡിക്കേറ്റ് ലാംഡ അറിയാവോ എന്നുള്ളതായിരുന്നു. ഓക്കെ, അതിൽ നിന്ന് ഒരു ഭേദത്തോടെയുള്ള വീക്ഷണത്തിൽ നിന്നൊരു ഇന്റഗ്രേറ്റഡ് വീക്ഷണത്തിലോട്ട് എനിക്ക്
മാറാൻ സാധിച്ചു എന്നുള്ളതാണ് ഇതിന്. അപ്പൊ ഒരു പ്യുവർലി ഒരു ഇന്റലക്ച്വൽ പാത്താണ് എന്നെ സംബന്ധിച്ചിടത്തോളം അതിലോട്ടുണ്ടായത്, അതായത് വേദാന്തത്തിലോട്ടല്ല, അതൊരു സ്പിരിച്വൽ പാത്തല്ല. But as I learned more about it, I began to notice a remarkable change in my body cycle. ഇത് പണ്ട് ഞാൻ എൻ്റെ ബ്രെയിൻ ആക്റ്റീവ് ആണ്, എപ്പോഴും ഒരു ടെൻസ്ഡ് മോഡലാണ് ഞാൻ ലോകത്തെ കണ്ടിരുന്നത്. പിന്നെ എനിക്ക് കുറെ അനുഭവങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെയാണ് എനിക്ക് പിന്നെ 3 കൊല്ലം എനിക്കുണ്ടായ അനുഭവം ജീവനമുക്തിയാണോ എന്നുള്ളത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടി 3 കൊല്ലം നടന്നത്. അപ്പൊ ആ ഒരു പശ്ചാത്തലത്തിലാണ്, അപ്പൊ ഇൻ ദാറ്റ് പ്രോസസ് ഐ ലേൺഡ് അബൌട്ട് യോഗസൂത്ര. ഇപ്പൊ വൈശാഖ് പറഞ്ഞ മാതിരി അംഗ യോഗം എന്നാണ്, 8 ഡയമെൻഷൻ ആണ് യോഗയ്ക്കുള്ളത്. അതായത് പതഞ്ജലിയുടെ യോഗസൂത്രത്തില്, അതായത് യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാന, സമാധി. അപ്പോ ഈ മറ്റേ എന്താ പറയാ, യമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് ഓഫ് പ്രാക്ടീസസ് ആണ്, റെസ്ട്രിക്റ്റഡ് പ്രാക്ടീസസ് ആണ്. നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് ഓഫ് റൂൾസ് യു ഹാവ് ടു ഒബേ ഇൻ ഓർഡർ ടു ബിക്കം എ യോഗി, ഒരു സാധക. പിന്നെ ആസനം എന്ന് പറഞ്ഞ സാധനത്തില് പതഞ്ജലിയുടെ യോഗസൂത്രത്തില് ഒരൊറ്റ ശ്ലോകമേ ഉള്ളൂ, സ്ഥിരസുഖമാസനം എന്നേ ഉള്ളൂ. ഈ ആസനം എന്നുള്ളത് ഈ യോഗ ഫിലോസഫി പ്രാക്ടീസ് ചെയ്തതിന്റെ പശ്ചാത്തലത്തില് ശിവസംഹിത, ഗരണ്ട സംഹിത, അങ്ങനത്തെ പ്രാക്ടീസിൻ്റെ ഉണ്ടായതുകൊണ്ട് പതഞ്ജലിയുടെ കൃതി സൂത്ര ഫോമിലാണ്. അതിനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടാണ് ഈ യോഗയും ഇതും തമ്മിൽ ബന്ധമില്ല എന്ന് പറഞ്ഞ് ഈ വിശ്വനാഥൻ ഡോക്ടറും ഇവരൊക്കെ പിച്ചമ്പയും പറയണേ. ഓക്കെ, ആസനം, പിന്നെ പ്രാണായാമം, അതായത് ഈ ബ്രെത്ത് കൺട്രോൾ ആണ്. പിന്നെ പ്രത്യാഹാരം, സെൻസസ് കൺട്രോൾ ചെയ്യുക. പിന്നെ ധാരണ, അതായത് കോൺസെൻട്രേഷൻ വിത്ത് വൺ ഒബ്ജക്റ്റ്. ധ്യാനം, ആ ഒബ്ജക്റ്റിന്റെ കോൺസെൻട്രേഷൻ വിടുക. സമാധി എന്ന് പറഞ്ഞാൽ ഈ ജെല്ലിങ് വിത്ത് ദ യൂണിവേഴ്സ് അറൗണ്ട് യു. അപ്പൊ ഇതാണ് ഈ 8 ഇതിൻ്റെ ഉള്ളത്. അപ്പൊ അതില് ഈ കുറെ കാര്യങ്ങൾ പെട്ടെന്ന് ഇറ്റ് മേഡ് സെൻസ്. ഒരു യോഗ ആൻഡ് വേദാന്തയുടെ സിന്തസിസ് ഉണ്ടായി. പിന്നെ രാജീവ് മൽഹോത്രയുടെ ഒരു ബുക്ക് വായിക്കാൻ ഇടവന്നു, ഇന്ദ്രാസ് നെറ്റ്, ഡിഫെൻഡിങ് ഹിന്ദുയിസംസ് ഫിലോസഫിക്കൽ യൂണിറ്റി. അപ്പൊ അതില് ഈ വിവേകാനന്ദ സ്വാമികൾക്കെതിരെ കുറെ ക്രിറ്റിസിസം ഉണ്ട്. അപ്പൊ അതിന്റെ ബേസിസിനെ ഡിബങ്ക് ചെയ്യുന്ന ബുക്കാണ്. അപ്പൊ അത് ഇറ്റ് വാസ് എ നൈസ് സിന്തസിസ് ബിറ്റ്വീൻ വേദാന്ത ആൻഡ് ദ യോഗ ഫിലോസഫി. പിന്നെ ഈ രവീന്ദ്രൻ ചിദാനന്ദപുരി സംവാദം, അത് രണ്ടും, അതായത് ശങ്കര വേദാന്തം ശാസ്ത്രീയമോ, പിന്നെ എന്താ പറയാ മറ്റേ ഭഗവത്ഗീത ജാതി വ്യവസ്ഥയെ പിന്തുണയ്ക്കുന്നു എന്നുള്ളതായിരുന്നു ആ വേദാന്തത്തിന്റെ ഒരു ഇനിഷ്യൽ ഓണ്ടോളജിക്ക് ഇത് ചെയ്ത്. അങ്ങനെ ഇരിക്കുകയാണ് നടരാജഗുരുവിനെ ഒരു ബുക്ക് ആലുവ DC ബുക്സിൽ ഇരിക്കുന്നുണ്ട്, പരംപൊരുൾ പാശ്ചാത്യ ദർശനത്തിൽ, സെർച്ച് ഫോർ നോം ഇൻ വെസ്റ്റേൺ തോട്ട്. അപ്പൊ ദാറ്റ് ബുക്ക് മെയ്ഡ് എ റിമാർക്കബിൾ ഇമ്പാക്ട് ഇൻ ഇറ്റ്, ദാറ്റ് ഇസ് എ കമ്പാരിറ്റീവ് ഫിലോസഫി ബുക്ക്. അപ്പോൾ വേദാന്തത്തിന്റെ ക്രാക്സ് നമ്മൾ അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുള്ള ഈ എവറിത്തിങ് ഹിഞ്ചസ് ഓൺ ബ്രഹ്മൻ, ആൻഡ് ബ്രഹ്മന്റെ നാമരൂപാത്മക ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെന്നും ബ്രഹ്മൻ മാത്രമാണ് യാഥാർത്ഥ്യം എന്നുള്ളതാണ് ഈ എന്താ പറയാ അതിന്റെ ഫസ്റ്റ് ഹൈപ്പോത്തസിസ്. അത് ശങ്കരാചാര്യർ ബ്രില്യൻ്റ് ആയിട്ട് ബ്രഹ്മസത്യ ജഗനമിദ്യ ജീവോ ബ്രഹ്മൈവ ന അപരഹ എന്ന് പറഞ്ഞ അർദ്ധശ്ലോകത്തിൽ പറയുന്നുണ്ട്. അതായത് ബ്രഹ്മമാണ് സത്യം, ജഗത്ത് മിഥ്യയാണ്, ജീവവും ബ്രഹ്മവും വേറല്ല. ജീവാത്മാവ് എന്ന് പറഞ്ഞാൽ ഈ ബ്രഹ്മന്റെ അംശമായ ആത്മാവ് നമ്മളിലുണ്ട്, ആൻഡ് ഇറ്റ് ഈസ് നോട്ട് ഡിഫറെന്റ് എന്നാണ്. അതായത് സോ വി ആർ ഓൾസോ ഡിഫൈൻഡ്. അതുകൊണ്ടാണ് നമ്മൾ തത്വമസ്തി, അഹം ബ്രഹ്മാസ്മി, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇന്റലക്ച്വൽ ലെവലിലെ ഫിലോസഫിയിലോട്ട് കടന്ന് അതിന്റെ എക്സ്പീരിയൻഷ്യൽ ഡയമെൻഷനിലോട്ട് ആകസ്മികമായിട്ട് വീഴുകയും, പക്ഷേ സ്റ്റിൽ ആ ഒരു ഇന്റലക്ച്വൽ ഡയമെൻഷൻ തന്നെയാണ് ഞാൻ പിന്തുടരുന്നത്. അതിനെനിക്ക് നടരാജഗുരു വർക്ക്, നിത്യചൈതന്യതയുടെ വർക്ക്, മുനീനാരായണ പ്രസാദിന്റെ വർക്ക്, അങ്ങനെ ഈ എന്താ പറയാ വേദാന്തയെ ചുറ്റിപ്പറ്റി ഇപ്പൊ രാജീവ് മൽഹോത്രയുടെ വർക്ക് കുറച്ചും കൂടി സോഷ്യോ കൾച്ചറൽ ലെവലിൽ വളരെ യൂസ്ഫുൾ ആയി. അപ്പോ ദാറ്റ് ഓപ്പൺഡ് അപ്പ് എ ന്യൂ വേൾഡ് ഫോർ മീ. അത് പിന്നെയാണ് ക്ലബ് ഹൗസിന്റെ ആവിർഭാവം വരുന്നത്. അപ്പോ അത്രയും കാലം നമ്മൾ പഠിച്ചതൊക്കെ വെരിഫൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ള നല്ലൊരു പ്ലാറ്റ്ഫോം ആയിരുന്നു. അപ്പോ
ഇത് ചെയ്തു. പിന്നെ അതിനിടയ്ക്ക് സോഫ്റ്റ്വെയർ ഡിസൈൻ പാറ്റേൺസ് 1-2 പാറ്റേൺസ് ഡിസൈൻ ചെയ്തു. പിന്നെ കുറെ വേദാന്തത്തിന്റെ ഫ്രെയിംവർക്സ് ക്രിറ്റിസിസത്തിന് വേണ്ടി ഉപയോഗിച്ചു. നേതി പയ നെഗറ്റീവ. സോ ദാറ്റ് മീൻസ് ഇറ്റ് ഇസ് എ കൈൻഡ് ഓഫ് എൻ ഇന്റലക്ച്വൽ റെവല്യൂഷൻ വിച്ച് ക്യാൻ ഹാപ്പൻ ഇൻ എനിബഡീസ് ലൈഫ് ഇഫ് ഹി കംസ് അക്രോസ് ഇന്ത്യൻ ഫിലോസഫി. അപ്പൊ അതൊരു മിസ് ചെയ്യാൻ പറ്റാത്തൊരു ഇൻഗ്രീഡിയന്റ് ആയിരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോ ഈ ശ്രീധർ, എനി തോട്ട്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് പ്രൊസീജിയർ? എങ്ങനെ നമുക്ക് ഒരാൾക്ക് ഇതിലോട്ട് എത്താൻ പറ്റും, അല്ലെങ്കിൽ എന്താ ചെയ്യണം? അത് ആൻസർ ചെയ്തില്ലല്ലോ. അങ്ങനെയല്ല, അത് അതിനൊരു മെത്തഡോളജി ഉണ്ടോ? ഇപ്പോ ശാസ്ത്ര ഗ്രന്ഥങ്ങൾ, ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഭാരതീയ ദാർശനിക ശാസ്ത്ര ഗ്രന്ഥങ്ങള് പല മെത്തഡോളജിയൊക്കെ പറയുന്നുണ്ട്. എനിക്കതൊന്നും ഉണ്ടായില്ല. ഞാൻ പറയുന്ന പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഇപ്പൊ ഇന്ത്യൻ ഫിലോസഫിയുടെ NPTEL ഒരു കോഴ്സ് ഉണ്ട്. ആദ്യത്തെ 2-3 വീഡിയോ കാണും. യു ഡിസ്കസ് വിത്ത് പീപ്പിൾ ലൈക്ക് അസ്. അപ്പൊ യു വിൽ ഹാവ് എ ഇനിഷ്യൽ. പിന്നെ കുറച്ച് ബുക്സ് ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ചിദാനന്ദപുരി രവിചന്ദ്രൻ സംവാദം, കുറച്ച് ഡോക്യുമെന്ററീസ് ഹിന്ദി അറിയാമെങ്കിൽ, അപ്പോൾ ഓട്ടോമാറ്റിക്കലി യു വിൽ ബി ഇനിഷ്യേറ്റഡ് ഇൻ ടു ബീയിങ് ഡിഫറെന്റ് ഫ്രം രാജീവ് മൽഹോത്ര, ഒരു നല്ല ബുക്കാണ്. പിന്നെ സെർച്ച് ഫോർ നോം ഇൻ വെസ്റ്റേൺ തോട്ട് ഉണ്ട്. നടരാജ ഗുരുവിന്റെ ആൻ ഇന്റഗ്രേറ്റഡ് സയൻസ് ഓഫ് ദി ആബ്സല്യൂട്ട് ഉണ്ട്. ഹൺഡ്രഡ്സ് ഓഫ് ബുക്സ് ഉണ്ട് വിച്ച് സ്പീക്സ് അബൌട്ട് ഒരു യൂണിറ്റീവ് അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ദ വേൾഡ്. അപ്പൊ ആ പ്രോസസ്സിൽ ശ്രീത്തിനെ കുറിച്ചാണ് പഠിക്കാൻ പോണേ. കാരണം ശ്രീത്ത് ഉപയോഗിക്കുന്ന ഭാഷ, അതിന്റെ പല പദങ്ങളുടെ അർത്ഥം, ഫോളോ ചെയ്യുന്ന പല റിച്വൽസിന്റെ മീനിങ്, അത് കിട്ടും. അപ്പൊ ദാറ്റ് വിൽ ആക്ച്വലി എൻഹാൻസ് യു ടു ഡു ബിഗ് തിങ്സ് എന്നുള്ളതാണ് ഈ ഇത് ചെയ്യാൻ. അപ്പൊ അതിനൊരു ഒരു സിസ്റ്റമാറ്റിക് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ത്യൻ ഫിലോസഫി മജുംദാർ ദത്തയാണ് കേട്ടോ. ഒരു മിനിറ്റ് കേട്ടോ, ആ ബുക്കിന്റെ പേര് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഒരു ബുക്ക് ഫോമിൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു വളരെ ഇൻഎക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ബുക്കാണ്. ഒരു മിനിറ്റ് കേട്ടോ. ഇന്ത്യൻ ഫിലോസഫി ബുക്സ്. ധീരേന്ദ്ര മോഹൻ ദത്ത, DM ദത്ത ചാറ്റർജി, ദത്ത ചാറ്റർജി ബുക്ക് ഉണ്ട്. ശ്രീത്തെ കിട്ടിയോ? ഇൻട്രൊഡക്ഷൻ ടു ഇന്ത്യൻ ഫിലോസഫി, ദത്ത ചാറ്റർജി. ഇറ്റ്സ് എ വെരി ഇൻഎക്സ്പെൻസീവ് ബുക്ക്. അത് ഈ 9 ഫിലോസഫിയും പറയുന്നുണ്ട്. അപ്പൊ ഈ ബുക്ക് പഠിക്കാൻ വേണ്ടി വീഡിയോസും ഡോക്യുമെന്ററീസും കണ്ടാൽ മതി. അദ്വൈത അക്കാദമി ഒരു നല്ല സോഴ്സ് ആണ്, സംവാദങ്ങൾ നല്ല സോഴ്സ് ആണ്, മനസ്സിലായില്ലേ? പിന്നെ വേറൊരു സോഴ്സ് എന്ന് പറഞ്ഞാൽ ശ്രീനാരായണ ഗുരുവിന്റെ ആത്മോപദേശ ശതകം, ദർശനമാല, പിന്നെ ദൈവദശകം എന്ന് പറഞ്ഞ പുള്ളിയുടെ ബുക്ക് ഉണ്ട്. അത് ആരും അത് ആശ്രമത്തിൽ പോയ ബുക്സ് കിട്ടും. ദൈവദശകത്തിന് നിത്യനിധിയുടെ ഭാഷയൊക്കെ ഉണ്ട്. ദാറ്റ് വിൽ ആക്ച്വലി ഹെൽപ്പ് യു ടു അണ്ടർസ്റ്റാൻഡ് അദ്വൈത ഇൻ പർട്ടിക്കുലർ ആൻഡ് ഇന്ത്യൻ ഫിലോസഫി ഇൻ ജനറൽ. അപ്പൊ ഇപ്പൊ നമ്മൾ പഠിക്കുമ്പോ ഉണ്ടല്ലോ, ഒരു ഇന്റലക്ച്വൽ ലെവലിൽ പഠിക്കുന്നതിന്റെ ഒരു ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ പല എക്സ്പീരിയൻഷ്യൽ ലെവൽ ആൾക്കാരും അതിന്റെ സാൻസ്ക്രിറ്റ് നുവാൻസസിലോട്ടൊക്കെ ഇറങ്ങിപ്പോകും. ശ്രീധ അപ്പോ ഞാൻ അതിനോട് somebody wants they can follow it. പക്ഷെ ഞാൻ കുറച്ചുകൂടി പറയണെന്ന് വെച്ചാല്, ഇന്ത്യൻ ഫിലോസഫിയുടെ നോളജ് നിങ്ങൾക്കൊരു ബ്രോഡർ ഓണ്ടോളജി ലഭിക്കുകയും ചെയ്യും. നിങ്ങൾക്ക് ഇന്റലക്ച്വൽ ഡെപ്ത് കൂടും, ഭാഷാ നൈപുണ്യം കൂടും, ആർട്ടിക്കുലേഷൻ പവർ കൂടും. ഇനി വാട്ട് മോർ ടു ആസ്ക് ഫോർ? ഇവിടെ ഇല്ല. പിന്നെ ഉണ്ട് കേട്ടോ, ഇപ്പോ ഫിലോസഫിയുടെ ഈ ജാദുനാഥ് സിൻഹ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. ജാദുനാഥ് സിൻഹ, ജയൻ സിൻഹ. ഈ പുള്ളി ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട് ഫിലോസഫിയുടെ. അപ്പൊ ഈസ് എൻ ഇന്ത്യൻ ഫിലോസഫിയുടെ ബുക്സ് എഴുതിയിട്ടുണ്ട്. പുള്ളി വെസ്റ്റേൺ ഫിലോസഫിയുടെ ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്. അതാണ് ഞാൻ കണ്ടതിൽ ഏറ്റവും പ്രൊഫൗണ്ട് ആയിട്ടുള്ള വെസ്റ്റേൺ ഫിലോസഫി ബുക്ക്. ഇപ്പൊ വെസ്റ്റേൺ ഫിലോസഫി ബുക്ക് നിങ്ങൾക്ക് ഇപ്പൊ ജൂലിയൻ ബഗീനി അങ്ങനെ കുറെ ഇത് പഠിക്കുമ്പോ വെസ്റ്റേൺ ഫിലോസഫി വേണ്ടി പഠിക്കുന്നത് നല്ലതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ കമ്പാരിറ്റീവ് സ്റ്റഡി ഉണ്ട്. കിട്ടിയോ? അപ്പൊ അതാണ് അതിന്റെ വേറൊരു
വശം. അങ്ങനെയല്ലേ ഇപ്പൊ ഇങ്ങനെ ഒരു ചർച്ച വന്നുകൊണ്ട് അതിന്റെ പേരിൽ അത് എക്സ്പ്ലോർ ചെയ്യല്ല, അത് ഇറ്റ്സ് ഓപ്ഷണൽ. പക്ഷെ എക്സ്പ്ലോർ ചെയ്യണത് നല്ലതായിരിക്കും, കാരണം അതൊരു കോമ്പറ്റേറ്റീവ് എഡ്ജ് ആണ്. അതിപ്പോ നിങ്ങൾ ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം, ഇപ്പൊ ഞാൻ കണ്ടിട്ടുള്ള അത്യാവശ്യം ഇന്ത്യൻ സൈഡിൽ നിന്നുള്ള ഇന്റലക്ച്വൽസിനൊക്കെ നല്ല ഐഡിയ ഉണ്ട് ഇതിനെ കുറിച്ച്, ഇൻക്ലൂഡിങ് കമ്മ്യൂണിസ്റ്റുകാർക്ക്. ഇപ്പൊ പി ഗോവിന്ദപ്പിള്ള ഉണ്ടല്ലോ, പുള്ളി മലയാള ഭഗവത്ഗീത എന്നൊരു ബുക്ക് ഉണ്ട്, അതിനൊരു ആമുഖം എഴുതി, 41 പേജ് ഉണ്ട്. അപ്പോ ആ ബുക്ക് അതിന്റെ ആമുഖം വായിച്ചപ്പോ എനിക്ക് മനസ്സിലായി, ഒരു സാധാരണ വേദാന്ത, ഇത് കമ്മ്യൂണിസ്റ്റുകാർ വേദാന്തത്തിനെതിരാണല്ലോ, ഒരു വേദാന്തത്തെ ഇപ്പൊ രവീന്ദ്രൻ മാഷ് ബുദ്ധനെ അറിഞ്ഞ കല്ല് എന്നൊരു ബുക്ക് എഴുതി, അതായത് ഭഗവത്ഗീതയുടെ ഒരു ക്രിറ്റിസിസം ആണ്. പക്ഷെ പുള്ളി അതിന്റെ ഒരു ഫോളോവർ അല്ലാത്തതുകൊണ്ട് ആ ക്രിറ്റിസിസം പലപ്പോഴും കറക്റ്റ് അല്ല. അപ്പൊ ആ പ്രോബ്ലം എന്താ പറയാ മിക്ക ആൾക്കാർക്കും ഉണ്ട്, ക്രിട്ടിസൈസ് ചെയ്യുമ്പോഴേ ഇവിടെ കിട്ടിയ. അപ്പൊ അതേമാതിരി തന്നെ ഏത്തീസ്റ്റുകൾക്ക് ഇന്ത്യൻ മെറ്റാഫിസിക്സ് അല്ലെങ്കിൽ ഇന്ത്യൻ വേ ഓഫ് ഡൂയിങ് ഫിലോസഫിനെ ചലഞ്ച് ചെയ്യാനുള്ള ടൂൾ ഇപ്പോഴും ഇല്ല. അവരിപ്പോഴും ഒരു ആന്റി കാത്തലിക് ലെവലിലാണ് അവർ നിൽക്കുന്നത്. ഒരു ഇന്ത്യൻ സ്പിരിച്വാലിറ്റീനെ കൗണ്ടർ ചെയ്യാനുള്ള ഒരു ടൂൾ അവർക്ക് ഇതുവരെയായിട്ടും കിട്ടിയിട്ടില്ല. ഇവിടെ കിട്ടിയാ അവരൊരു ബൈനറി ഇതിന്റെ ഉള്ളിലാണ് അത് കാണും. ശരത്തിന് എന്തെങ്കിലും ഉണ്ടോ ആഡ് ചെയ്യാൻ? ഇല്ല. ഓക്കെ, അപ്പോ ബിഫോർ ഐ വൈൻഡ് അപ്പ് ഇന്നത്തെ ചർച്ച നമുക്ക് ഇത് ചെയ്യാം. നമ്മളിന്ന് ഇന്ത്യൻ ഫിലോസഫിയിലേക്ക് ഒരു ഇൻട്രൊഡക്ഷൻ ആയിരുന്നു. അപ്പൊ അതിൽ നമ്മൾ പല കാര്യങ്ങളും ഇവിടെ ഡിസ്കസ് ചെയ്തു. So when we started discussing philosophy, we talked about philosophy in general first. ഫിലോസഫിയുടെ 3 ബ്രാഞ്ചസിനെ കുറിച്ച് സംസാരിച്ചു: ഓണ്ടോളജി, എപ്പിസ്റ്റമോളജി, ആക്സിയോളജി. Within the ontology, there are 2 spectrums, materialism and idealism on both sides. And then at the epistemological level, അല്ലെങ്കിൽ ജ്ഞാനസിദ്ധാന്ത തലത്തില് മറ്റേ എംപിരിസിസം, റാഷണലിസം എന്ന് പറഞ്ഞ 2 എക്സ്ട്രീംസ് ഉണ്ട്. അപ്പോ പിന്നെ നമ്മൾ ആക്സിയോളജിയെ കുറിച്ച് പഠിച്ചു. പിന്നെ ഈ 6 പ്രമാണങ്ങൾ അദ്വൈതത്തിന്റെ, അതിന്റെ ഇപ്പൊ പെർസെപ്ഷൻ, ഇൻഫറൻസ്. പെർസെപ്ഷൻ എന്ന് പറഞ്ഞ പ്രത്യക്ഷം, ഇൻഫറൻസ് എന്ന് പറഞ്ഞ അനുമാനം. അനുമാനം തന്നെ 3 തരത്തിലുണ്ടെന്ന് പഠിച്ചു. എക്സ്പെർട്ട് ടെസ്റ്റിമണിനെ ആഗമം, ശബ്ദം എന്ന് പറയും. ആനോളജീനെ മറ്റേ എന്താ പറയാ മറ്റേ ഉപമാനം എന്നാണ് സംസ്കൃത വാക്ക്, മലയാളത്തിൽ ഉപമാനം എന്നിട്ട് ഉപമ. പിന്നെ പോസ്റ്റുലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യത്തെ അർത്ഥവതി എന്നാണ് അവർ പറയുന്നത്. ആബ്സെൻസ് ആൻഡ് ഉപലബ്ധി, ഇങ്ങനെയാണ് 6 വേ ഓഫ് നോയിങ്. അതില് ശാസ്ത്രം, അതായത് ആധുനിക ശാസ്ത്രം പെർസെപ്ഷൻ ആൻഡ് ഡിഡക്റ്റീവ് ഇൻഫറൻസിലാണ് കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത്. എഞ്ചിനീയറിംഗിൽ അവർ എക്സ്പെർട്ട് ടെസ്റ്റിമോണിയും കൂടി എടുക്കും. പിന്നെ ഈ ഇന്ത്യൻ ഫിലോസഫി പഠിച്ചാലുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ആദ്യം ഇന്ത്യൻ ഫിലോസഫി എന്നുള്ള ഒരു സബ്ജക്റ്റ് ഉണ്ടെന്ന് അറിയാൻ സാധിക്കും. അത് നിങ്ങൾക്ക് ഒരു പുതിയ ഡോർ ഓപ്പർച്യൂണിറ്റി തുറന്നു കിട്ടും. ഇറ്റ് ക്യാൻ ഗീവ് യു എ ന്യൂആൻസ് ഗ്രാമർ ഫോർ തോട്ട്. നിങ്ങളുടെ ലിംഗ്വിസ്റ്റിക് ഫിനസ് ഇത് ചെയ്യും. ക്രോസ് കൾച്ചറൽ എൻകൗണ്ടേഴ്സിൽ നിങ്ങൾക്ക് ഒരു ഫേം പ്ലാറ്റ്ഫോം കിട്ടും. ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, നിങ്ങളുടെ ഇംഗ്ലീഷ് ബെറ്റർ ആവുന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. അപ്പോ ഓക്കെ ലാലെ, നന്ദി, നമസ്കാരം. കട്ട് ചെയ്തോ?